പോയിന്റ്. അപ്പൊ എല്ലാവരും നാളത്തെ സോഷ്യൽ സയൻസ് എക്സാമിന്റെ ഫൈനൽ പ്രിപ്പറേഷൻസിലായിരിക്കും അല്ലെ. അപ്പൊ ഇവരുടെ ഈ പ്രിപ്പറേഷൻസിന് നമുക്കും കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്യണ്ടേ. അപ്പൊ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ഒന്നും കൂടെ കൂട്ടാനായിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസുമായിട്ടുമാണ് ടീച്ചേഴ്സ് ഇപ്പോ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോ എല്ലാവരും എന്ത് ചെയ്യാ, നന്നായിട്ട് നമ്മുടെ ലൈവ് ക്ലാസ് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ ചോദിക്കാം. ഓക്കെ, അതുപോലെ തന്നെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പഠിച്ചാൽ പോരല്ലോ, നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിന് കൂടി ഇത് ഷെയർ ചെയ്യണം അല്ലെ. ഫ്രണ്ട്സിന് നമ്മുടെ കൂടെ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റണ്ട. അതിന് വേണ്ടി നമ്മൾ ലിങ്ക് എന്ത് ചെയ്യുക, വേഗം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരെയും കൂടി വേഗം ലൈവിൽ ജോയിൻ ചെയ്യിപ്പിക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ അത് മാത്രം പോരാ, നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ ചാറ്റിൽ പിൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ എടുക്കുന്ന ഈ PPTയുടെ എല്ലാ സ്ലൈഡ്സും ഇനിയിപ്പോൾ നിങ്ങൾ പകുതിക്ക് വെച്ചൊക്കെ കയറിയവരാണെങ്കിൽ ലൈവ് നിങ്ങൾക്ക് ഒന്നും കൂടി കാണാം അല്ലേ. അതോടുകൂടി എന്ത് ചെയ്യാം, റെഫർ ചെയ്യാം. ആ ഒരു PPTയിലെ സ്ലൈഡ്സ് റെഫർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ തീർച്ചയായും കയറാൻ മെറ്റീരിയൽസും നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യാതിരിക്കുക കേട്ടോ. യെസ്, അപ്പൊ എല്ലാവരും നല്ല കുട്ടികളായിട്ട് ഫ്രണ്ട്സിന് ലിങ്ക് ഷെയർ ചെയ്യാം, നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം, നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നാളത്തെ എക്സാമിന്റെ എക്സാം പാറ്റേൺ എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കറിയാം, നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രീവിയസ് ഇയർ എടുക്കാനായിട്ടില്ല അല്ലെ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. യെസ്, ഇന്നത്തെ ക്ലാസ് ഫുള്ള് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോ നമ്മുടെ എക്സാം പാറ്റേണിനെ കുറിച്ച് മിസ് പറഞ്ഞുതരൂ കേട്ടോ. കുട്ടികൾ ഇവിടെ നമ്മുടെ PPT കിട്ടുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ചാറ്റിൽ ആദ്യം പിൻ ചെയ്തേക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഇതിന്റെ PPT ഒക്കെ കിട്ടും. മോളി, ഫിലോ, തോമസ് ഒക്കെ ഹായ് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ബുക്കൊക്കെ എടുത്ത് പേനൊക്കെ എടുത്ത് നമ്മുടെ ലൈവ് കറക്റ്റ് ആയിട്ട് പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് പാറ്റേൺ ഒന്ന് നോക്കാം അല്ലെ. നിങ്ങൾ ഓൾറെഡി ക്രിസ്മസ് എക്സാം എഴുതിയവരാണ്, നിങ്ങൾക്ക് അറിയാം. നമുക്ക് സോഷ്യലിന്റെ മാർക്സ് എന്ന് പറയുന്നത് 80 മാർക്സിലാണ് വരുന്നത്. 2.5 hours ആണ് നമ്മുടെ എക്സാം വരുന്നത്. ഇനി ഇതിൽ നിങ്ങൾക്ക് എന്താണ് 1 to 5 എന്ന് പറയുന്നത് ചിലപ്പോൾ മാറാം, 1 to 7 ആവാം, അല്ലെങ്കിൽ 1 to 8 ആകാം. പക്ഷെ അതൊക്കെ എന്താണ്, ഈച്ച് ക്യാരീസ് 1 മാർക്ക് ആയിരിക്കും. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉണ്ടാവും. ദെൻ നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് 3 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ദെൻ തേർഡ് എന്ന് പറയുന്നത് നമുക്ക് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വരുന്ന സെക്ഷൻ ആയിരിക്കും. ദെൻ ലാസ്റ്റ് ആണ് നമ്മുടെ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അതൊന്നുകിൽ എന്താണ് 5 മാർക്സിനായിരിക്കും, അല്ലെങ്കിൽ 6 മാർക്സിനായിരിക്കാം. 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ആ രണ്ടിനും ഓപ്ഷൻ ഉണ്ടാകും. അപ്പൊ ടോട്ടൽ 4 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൽ നിന്ന് ഏതെങ്കിലും 2 ആൻസർ ചെയ്യുക. 27-ൽ 2 അതിൽ നിന്ന് 1 എടുക്കുക. 28-ൽ 2 ഉണ്ടാകും, അതിൽ നിന്നും 1 എടുക്കുക. അപ്പൊ ഇതാണ് നമ്മുടെ എക്സാം പാറ്റേൺ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവില്ല, കാരണം ഓൾറെഡി അവര് ക്രിസ്മസ് എക്സാമും ഓണം എക്സാം ഒക്കെ എഴുതിയ കുട്ടികളാണ്. ആദ്യം നിങ്ങളുടെ കൂൾ ഓഫ് ടൈം നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങൾക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നിങ്ങൾ സൈഡിൽ പെൻസിൽ ചെറുതായിട്ടൊന്ന് അതെ മാർക്ക് ചെയ്ത് വെക്കുക. അപ്പൊ നമുക്ക് എന്താണ്, നമ്മുടെ കൂൾ ഓഫ് ടൈം കഴിയുമ്പോൾ തന്നെ നമുക്ക് ആൻസർ ചെയ്യാൻ സിമ്പിൾ ആയിരിക്കും. കാരണം എന്താ, നിങ്ങൾ ഇന്നത്തെ നമ്മുടെ PPTയും എല്ലാം വെച്ചിട്ടാണ് നാളെ ക്ലാസ് എക്സാം എഴുതാനായിട്ട് പോണത് അല്ലെ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്രമാത്രം കോൺഫിഡന്റിൽ നിങ്ങൾ പോകുന്ന അത്രയും കോൺഫിഡന്റിലാണ് ടീച്ചേഴ്സും ഇപ്പോൾ ക്ലാസ് എടുക്കുന്നത്. നിങ്ങൾ നന്നായിട്ട് നാളെ എക്സാം എഴുതും. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ സിലബസ് എങ്ങനെയാണ്, നമ്മുടെ 3rd ടേമിന്റെയും മൊത്തം നമുക്ക് സിലബസ് നോക്കാം. അപ്പോൾ സോഷ്യൽ സയൻസ് 1ഉം 2 എന്നുള്ള രീതിക്ക് തിരിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ അതിനകത്ത് മെയിൻ ആയിട്ട് നമുക്ക് എന്താ 3rd ടേമിന്റെ ആ ഒരു പോർഷൻസ് ആണ് കൂടുതൽ മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കുക. ഓക്കെ, അപ്പൊ അതിനകത്ത് വരുന്ന ചാപ്റ്റേഴ്സ്, സോഷ്യൽ സയൻസ് 1ൽ വരുന്ന ചാപ്റ്റേഴ്സ് എന്ന് വെച്ചാൽ ചാപ്റ്റർ 6 ഫ്രം ദ ലാൻഡ് ഓഫ് ചോളാസ് ടു ഡൽഹി, ചാപ്റ്റർ 8 ടുവേർഡ്സ് എ ജെൻഡർ ന്യൂട്രൽ സൊസൈറ്റി. ഓക്കെ, നമുക്ക് സോഷ്യൽ സയൻസ് 2ൽ വരുന്നത് പ്രൈസ് ആൻഡ് മാർക്കറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ 6ഉം അതേപോലെ തന്നെ അലോങ് ദ കോസ്റ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ 8ഉം ആണ്. ഓക്കെ, ഇതിന് പുറമെ നമ്മൾ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ടേമിലെയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ടോട്ടൽ 16 ചാപ്റ്റേഴ്സിൽ നിന്നും 3rd ടൈമിൽ 4 ചാപ്റ്റേഴ്സിനാണ് നമ്മൾ കൂടുതൽ വെയിറ്റേജ് കൊടുക്കുന്നത്. പുറമെ നമ്മൾ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ടേമും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ സിബി ഒക്കെ ഗുഡ് ഈവനിങ് പറഞ്ഞിട്ടുണ്ട്. യെസ്, ഗുഡ് ഈവനിങ്. അപ്പം എല്ലാവരും നന്നായിട്ട് ക്ലാസ് ശ്രദ്ധിക്കുക. ഫസ്റ്റ് ചാപ്റ്റർ മിസ്സാണ്. ഓക്കെ, അൻസില മിസ്സാണ് ഫസ്റ്റ് ചാപ്റ്റർ ഹാൻഡിൽ ചെയ്യുന്നത്. ഇടയ്ക്ക് വെച്ച് ഞാനും മിസ്സും വരാം കേട്ടോ, വിദ്യ മിസ്സും കൂടെ വരാം. അപ്പൊ എല്ലാവരും എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ മിസ്സിനോട് ചോദിക്കുക. ഫുൾ എനർജിയിൽ ഇരിക്കുക അല്ലെ. ത്രൂ ഔട്ട് ദ ക്ലാസ് ഫുൾ എനർജിയിൽ തന്നെ ക്ലാസ്സിൽ ഇരിക്കുക കേട്ടോ. ഓക്കെ,
ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? നമുക്ക് പയ്യെ നമ്മുടെ ചാപ്റ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്യാം. ദെൻ അത് കഴിഞ്ഞ് നമുക്ക് ജോഗ്രഫി ഒക്കെ നോക്കാനുള്ളതാണ്. സോ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ചാപ്റ്റർ 6 ഫ്രം ദി ലാൻഡ് ഓഫ് ചോളാസ് ടു ഡൽഹി എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമുക്ക് ഹിസ്റ്ററിയിൽ പഠിക്കാനുള്ളത്. ഹിസ്റ്ററിയിൽ നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് ഇമ്പോർട്ടൻറ്റ് 1 വേർഡ്സ് നോക്കാം അല്ലേ? കുറച്ച് 1 വേർഡ്സ് നോക്കാം. മിസ് പറഞ്ഞു സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് എന്തായാലും 1 വേർഡ്സ് വരും എന്ന് പറഞ്ഞല്ലേ. സോ 1 വേർഡ്സ് നമുക്കൊന്ന് നോക്കാം. Who was the ruler of the Chola kingdom? ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് ചോള കിങ്ഡം, അവരുടെ സോഷ്യൽ ലൈഫ്, അഗ്രികൾച്ചർ ലൈഫ്, അവിടുത്തെ ടെമ്പിളിൻ്റെ ഇൻഫ്ലുവൻസ്, അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ത്രൂ ഔട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ എന്താണ്? ഹു വാസ് ദ റൂളർ ഓഫ് ദി ചോള കിങ്ഡം? ചോള കിങ്ഡത്തിൻ്റെ റൂളർ, ഭരണാധികാരി ആരാണെന്നാണ് നമ്മുടെ ചോദ്യം. ആരാണ്? കൂലത്തുംഗ ചോള എന്ന് പറയുന്നതാണ് നമ്മുടെ ചോള കിങ്ഡത്തിൻ്റെ റൂളർ എന്ന് പറയുന്നത്. ഇത് 1 മാർക്കിന് ഒന്ന് യെസ് കിവി ബോയ് എന്ന് പറയുന്ന ആൻസർ പറയുന്നുണ്ട്. വെരി ഗുഡ്. ദെൻ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ചോളാസ്? ചോളയുടെ ക്യാപിറ്റൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ വേർഡ് നിങ്ങൾ മറക്കരുത്. നമ്മുടെ ചോളയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് തഞ്ചാവൂരാണ്. ഓക്കെ അല്ലേ? ദെൻ യെസ് വസുദേവ് ആൻസർ പറയുന്നുണ്ട്. വെരി ഗുഡ്. അപ്പം നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രം ഡാഷ് ടു ദി ഡാഷ് സെഞ്ചുറി സൗത്ത് ഇന്ത്യൻ വാസ് റൂൾഡ് ബൈ ദി ചോള കിങ്ഡം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? സെഞ്ചുറി ആണല്ലോ ചോദിച്ചിരിക്കുന്നത്. ഏത് സെഞ്ചുറി മുതൽ എവിടെ വരെയാണ് നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ റൂളർ, അതായത് ചോള കിങ്ഡം റൂൾഡ് ചെയ്തിരിക്കുന്ന സെഞ്ചുറി ആണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ടൈം പീരീഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ആൻസർ എന്താണ്? 9th to the 13th സെഞ്ചുറിയാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? ദെൻ നമുക്കെന്നാൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? നമ്മളിപ്പോൾ പറഞ്ഞത് 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഇനി നമുക്ക് നോക്കാം. പോയിന്റ് ഔട്ട് ദ പ്രോഗ്രസ് മെയ്ഡ് ബൈ ദി ചോള കിങ്ഡം ഇൻ ദി കൊമേഴ്ഷ്യൽ ട്രേഡ്. നമ്മുടെ ചോള കിങ്ഡത്തിന്റെ പ്രോഗ്രസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഏതിലാണ്? നമ്മുടെ കൊമേഴ്ഷ്യൽ ട്രേഡിലുള്ള ചോള കിങ്ഡത്തിന്റെ പ്രോഗ്രസ്. എന്തൊക്കെ പ്രോഗ്രസ് ആണ്, പുരോഗതികൾ എന്തൊക്കെയാണ് വന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നോക്കിയാലോ നമുക്ക് എന്തൊക്കെയായിരുന്നു എന്നുള്ളത്. അതിൽ ഫസ്റ്റ് പോയിന്റ് നോക്കി. ഇൻ ദി ചോള പീരീഡ് ബോത്ത് ഇന്റേണൽ ആൻഡ് ഓവർസീസ് ട്രേഡ് വേർ ഡെവലപ്ഡ്. എന്താണ്? ഇന്റേണൽ ആയിട്ടും അല്ലാതെ എന്താണ് കടൽ കടന്നിട്ടുള്ള ട്രേഡൊക്കെ നമുക്ക് എന്താണ് നമ്മുടെ ഈ ചോള പീരീഡിൽ നടന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. ദെൻ പിന്നെന്താണ് പറയുന്നത്? നമ്മുടെ പ്രോഗ്രസ് ആയിട്ട് സെവറൽ പ്രൊഡക്ട്സ്, ഒരുപാട് പ്രൊഡക്ട്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ സോൾഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ലോക്കൽ മാർക്കറ്റിൽ അല്ലേ. ദെൻ നെക്സ്റ്റ് പോയിന്റ് എന്താ? വേവിംഗ് വാസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഇൻഡസ്ട്രി. ഇമ്പോർട്ടൻറ്റ് ഇൻഡസ്ട്രി ആണ് ഏത്? വേവിംഗ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് എന്താ പറയുന്നത്? ഷുഗർ കെയിനും അവിടെ എന്താണ്? ഓൾസോ ഇമ്പോർട്ടൻറ്റ് കൊമേഴ്ഷ്യൽ പ്രൊഡക്റ്റ് എന്നാ പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അനദർ ടൈപ്പ് ഓഫ് കൊമേഴ്ഷ്യൽ പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഷുഗർ കെയിൻ എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ പിന്നെന്താണ് പറയുന്നത്? പേൾ ആൻഡ് കോറൽ വെയർ കളക്റ്റഡ് ഫ്രം ദി സീഷോ ആൻഡ് എക്സ്പോർട്ടഡ് ടു ഫോറിൻ കൺട്രീസ്. എന്താണ്? നമ്മുടെ ഈ മുത്തും പവിഴമൊക്കെ ഇല്ലേ, അതൊക്കെ എന്താണ് നമ്മൾ കളക്ട് ചെയ്തിട്ട് ഫോറിൻ കൺട്രീസിലേക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്, കടത്തി വിടുന്നൊക്കെ ഉണ്ട്. ഓക്കെ. ബിസ്മി ഷജനയൊക്കെ ഗുഡ് ഈവനിങ് പറയുന്നുണ്ട്. ഓക്കെ. അപ്പം നോക്കാം. കൊമേഴ്ഷ്യൽ ട്രേഡ് സെൻറ്റേഴ്സ് എക്സിസ്റ്റഡ്. ഓൾസോ അവിടെ എന്തുണ്ടായിരുന്നു എന്ന് പറയുന്നത്? കൊമേഴ്ഷ്യൽ ട്രേഡ് സെൻറ്റേഴ്സും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവിടെ കുറച്ച് ഗിൽഡ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ട്രേഡിൻ്റെ സെൻറ്റേഴ്സ് അല്ലെങ്കിൽ ട്രേഡിൻ്റെ സെൻറ്റർ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരായിരുന്നു നമ്മളെന്ത് ഗിൽഡ് എന്ന് പറയാം. സോ എന്താണ്? ഗിൽഡിൻ്റെ കോൺട്രിബ്യൂഷൻസും ഉണ്ടായിരുന്നു നമ്മുടെ ട്രേഡൊക്കെ പോസിബിൾ ആക്കുക അല്ലെങ്കിൽ ട്രേഡൊക്കെ നടത്താനായിട്ട്. ഈ ഗിൽഡിൻ്റെ മെർച്ചൻറ്റ് ഗിൽഡിൻ്റെ ഒരുപാട് റോൾസ് നമുക്ക് ഈ ചോള പീരീഡിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. സോ ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് നമ്മുടെ കൊമേഴ്ഷ്യൽ ട്രേഡിൽ നമ്മുടെ ചോള കിങ്ഡത്തിൻ്റെ പ്രോഗ്രസ് എന്ന് പറയുന്നത്. Then move to the next question. Next question എന്താണ് പറയുന്നത്? Analyze the role played by the agriculture sector in the economy of the Chola kingdom. ചോള കിങ്ഡത്തിന്റെ എക്കോണമിയിൽ നമ്മുടെ അഗ്രികൾച്ചർ സെക്ടറിന്റെ റോൾ എന്താണെന്നാണ് ചോദിക്കുന്നത്. അതായത് കാർഷിക സെക്ടർ, അതായത് അതിന്റെ വിഭാഗം അല്ലെ എന്താണ് കൃഷിയുടെയൊക്കെ റോൾ എന്താണെന്നാണ് ചോദിക്കുന്നത്. കാർഷിക മേഖലയുടെ റോൾ എന്താണെന്നാണ് ചോദിക്കുന്നത്. എന്തൊക്കെയാണ് പറയുന്നത്? ദ ചോള കിങ്ഡം വാസ് ലൊക്കേറ്റഡ്. ആദ്യം നമുക്ക് എന്തറിയണം? ഈ ചോള കിങ്ഡം എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത് അല്ലേ. സോ ഈ ഫസ്റ്റ് പോയിന്റിൽ നിന്ന് നമുക്കൊരു 1 വേർഡ് കൂടി കിട്ടും അല്ലേ. ചോള കിങ്ഡം എന്ന് പറയുന്നത് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്? കാവേരി റിവർ വാലിയിലാണ് നമ്മുടെ ചോള കിങ്ഡം ലൊക്കേറ്റ് ചെയ്യുന്നത്. സോ അവിടെ നിന്ന് നമുക്കൊരു 1 വേർഡിന്റെ ആൻസർ കൂടി കിട്ടി അല്ലേ. ദെൻ വിച്ച് മെയ്ഡ് ദ ഏരിയ റിച്ച് ഇൻ റിസോഴ്സ്. എന്താണ്? അവിടുത്തെ റിസോഴ്സസ് ഒക്കെ റിച്ച് ആണെന്ന്, ഒരുപാട് വിഭവങ്ങൾ ഉണ്ട് അല്ലെങ്കിൽ റിസോഴ്സസ് ഉണ്ടെന്ന് പറയാനുള്ള കാരണം ഈ കാവേരി റിവറാണ്.
Okay, then most of the people lived in villages as agriculture was their main occupation. അവിടുത്തെ ആൾക്കാരുടെ മെയിൻ ഒക്യുപ്പേഷൻ എന്താണ്? അഗ്രികൾച്ചർ എന്ന് പറയുന്നതാണ് അവിടുത്തെ ആൾക്കാരുടെ മെയിൻ ഒക്യുപ്പേഷൻ എന്ന് പറയുന്നത്. അവിടുത്തെ ഒരുപാട് ആൾക്കാർ താമസിക്കുന്നത് എവിടെയാണ്? വില്ലേജിലാണ് അല്ലേ? പീപ്പിൾസ് ലീവ്ഡ് ഇൻ വില്ലേജ്. അവിടുത്തെ ചോള കിങ്ഡത്തിൽ ആൾക്കാർ ഏറ്റവും കൂടുതൽ താമസിക്കുന്നത് വില്ലേജിലാണ്. ദെൻ അവരുടെ ഒക്യുപ്പേഷൻ എന്ന് പറയുന്നത് എന്താണ്? അഗ്രികൾച്ചർ ആണ്. ഓക്കെ, ദെൻ ദേ കൾട്ടിവേറ്റഡ് ഫ്രൂട്ട്സ്. അവരെന്തൊക്കെയാണ് കൾട്ടിവേറ്റ് ചെയ്യുന്നത്? ഫ്രൂട്ട്സ്, പൾസസ്, ഷുഗർ കെയിൻ, ജിഞ്ചർ, ടർമറിക് ആൻഡ് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഫ്ലവേഴ്സ്. സോ ഇതൊക്കെയാണ് അവരെന്ത് ചെയ്യുന്നത്? കൾട്ടിവേറ്റ് ചെയ്യുന്ന ഐറ്റംസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ദെൻ ദ റൂളേഴ്സ് റെക്കഗ്നൈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഇറിഗേഷൻ. നമുക്ക് എന്താണ്? അഗ്രികൾച്ചർ ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് അല്ലേ? ഇറിഗേഷൻ ഫെസിലിറ്റീസ് വേണം അല്ലേ? സോ ഇവിടെ ഇറിഗേഷൻ ഫെസിലിറ്റീസിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മുടെ റൂളേഴ്സ് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ എന്താണ് ചെയ്യുന്നത്? ദ കൺസ്ട്രക്റ്റഡ് ഡിഫറെൻറ്റ് ഇറിഗേഷൻ ഫെസിലിറ്റീസ്. അവരെന്ത് ചെയ്തു? ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇറിഗേഷൻ ഫെസിലിറ്റീസ് അവിടെ കൺസ്ട്രക്ട് ചെയ്തു എന്നാണ് പറയുന്നത്. ക്ലിയർ അല്ലേ? Then ഇനി എന്താണ് പറയുന്നത്? ഹ്യൂജ് പോൺസ് വെയർ ബിൽഡ് ഇൻ ഏരിയാസ് വെയർ ദർ വെയർ നോ നാച്ചുറൽ സ്ട്രീംസ്. എന്താണ് നാച്ചുറൽ സ്ട്രീംസ്? പ്രകൃതിദത്തമായിട്ട് ഉണ്ടാകുന്ന അരുവികളോ അല്ലെങ്കിൽ സ്ട്രീംസോ നമുക്ക് ഇറിഗേഷന് വേണ്ട പ്രകൃതിദത്തമായിട്ട് ഇല്ലാത്തടത്ത് നമ്മൾ എന്ത് ചെയ്യും? ഹ്യൂജ് പോൺസ് ഒക്കെ നമ്മൾ ബിൽഡ് ചെയ്യും. ആൻഡ് പിന്നെ നമ്മൾ എന്ത് ചെയ്യും? റെയിൻ വാട്ടർ വാസ് കളക്റ്റഡ് ഇൻ ദം ഡ്യൂറിങ് ദി റെയിനി സീസൺ. മഴക്കാലത്ത് നമ്മൾ എന്ത് ചെയ്യും? റെയിനി സീസണിൽ നമ്മൾ എന്ത് ചെയ്യും? മഴവെള്ളം നമ്മൾ കളക്ട് ചെയ്ത് വെക്കും അല്ലേ? ഫോർ ഇറിഗേഷൻ ഫെസിലിറ്റി. ഓക്കെ, ഷിൽട്ടൺ ഗുഡ് ഈവനിങ് പറയുന്നുണ്ട്. ഓക്കെ, ഗുഡ് ഈവനിങ്. ദെൻ നെക്സ്റ്റ് നോക്കാം. ദീസ് വാട്ടർ റിസർവേഴ്സ് ദാറ്റ് വെയർ പ്രൊട്ടക്ട്. ഇനി നമുക്ക് പഠിക്കാനുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് വേർഡാണ് ഈ എരിപ്പെട്ടി എന്ന് പറയുന്നത്. എന്താണ് ഈ എരിപ്പെട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിസ് പറയാൻ നോക്കാം. ദീസ് വാട്ടർ റിസർവേഴ്സ് ദാറ്റ് വെയർ പ്രൊട്ടക്റ്റഡ് ഫ്രം ഗോയിങ് ഡ്രൈ വെയർ കോൾഡ് എരിപ്പെട്ടി. മിസ് നേരത്തെ പറഞ്ഞാൽ നമുക്ക് ഇറിഗേഷൻ ഫെസിലിറ്റീസ് വേണമെന്ന്. സോ ഇതിന് ഡ്രൈ ആകാതെ നമ്മുടെ ഈ റിസർവേഴ്സിനെയൊക്കെ ഡ്രൈ ആവാതെ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനങ്ങനെ കാത്തു സൂക്ഷിക്കുന്ന ഒരു റിസർവറിനെയാണ് നമ്മൾ എന്ത് പറയുക? എരിപ്പെട്ടി എന്ന് പറയാം. സോ ഈ വേർഡ് ഓർത്തിരിക്കുക. Then apart from this, cultivators were given tax concessions for the development of agriculture. ഇതിന് പുറമെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? യെസ്, അനു വിൽസൺ ആൻസർ പറയുന്നുണ്ട്. ദെൻ എന്താണ് പറയുന്നത്? ഇതിന് പുറമെ നമ്മുടെ എന്താണ് കർഷകർ എന്ത് ചെയ്യണം? ടാക്സ് കൊടുക്കണം അല്ലെ? അവർക്ക് എന്താണ് ടാക്സിൽ കൺസെഷൻ കൊടുക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയാ? ഫോർ ദി ഡെവലപ്മെന്റ് ഓഫ് ദി അഗ്രികൾച്ചർ. നമ്മുടെ അഗ്രികൾച്ചറിൽ ഡെവലപ്മെന്റിന് വേണ്ടി ഫാമേഴ്സിന് ടാക്സ് കളക്ട് ചെയ്യുന്നതിൽ ഒരു കൺസെഷൻ കൂടി കൊടുക്കുന്നുണ്ട്. ഓക്കെ, then by donating land to temple and Brahmins it became possible to expand agriculture to a larger area. ഒരുപാട് ഏരിയയിലേക്ക്, ലാർജർ ഏരിയയിലേക്ക് നമ്മുടെ അഗ്രികൾച്ചർ എക്സ്പാൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു വഴിയാണ് എന്തെന്ന് പറയുന്നത്? ഡൊണേറ്റിംഗ് ലാൻഡ് ടു ടെമ്പിൾ ആൻഡ് ബ്രാഹ്മിൻസ്. ബ്രാഹ്മിൻസിനും അതുപോലെ തന്നെ ടെമ്പിൾസിനും എന്താണ് നമ്മുടെ ലാൻഡ് ഡൊണേറ്റ് ചെയ്യുന്നത് ഒരുപാട് ഏരിയാസിൽ ഈ അഗ്രികൾച്ചർ നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഇതാണ് അഗ്രികൾച്ചറിൻ്റെ റോൾ എന്ന് പറയുന്നത്. സോ അഗ്രികൾച്ചറിൻ്റെ റോൾ ചോദിക്കുമ്പോൾ നമ്മൾ ആദ്യം എന്തൊക്കെ എഴുതാം? അവിടുത്തെ കൾട്ടിവേഷൻസ് എന്താണെന്നുള്ളത് എഴുതാം. അവിടുത്തെ വില്ലേജസിലെ പീപ്പിൾസിൻ്റെ മെയിൻ ഒക്യുപ്പേഷൻ എന്താണെന്ന് എഴുതാം. ദെൻ അഗ്രികൾച്ചറിനെ ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള എന്താണ് നമ്മുടെ ഇറിഗേഷൻ ഫെസിലിറ്റീസ്, അതിനു വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ളതും കൂടി മെൻഷൻ ചെയ്ത് നമുക്ക് ആ ക്വസ്റ്റ്യൻ്റെ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കിയാലോ മാം, പാനലിൻ്റെ ടോപ്പിൽ ഒരു റിഫ്ലക്ഷൻ, അത് ക്ലിയർ ചെയ്യാൻ പറ്റുമോ? ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അത് ക്ലിയർ ചെയ്യുവേ. നോക്കാം, നെക്സ്റ്റ് നോക്കാം. അസസ് ദ റോൾ പ്ലേഡ് ബൈ ടെമ്പിൾസ് ഇൻ ദി സോഷ്യോ എക്കണോമിക് ലൈഫ് ഓഫ് ദി ചോള കിങ്ഡം. എന്താണ് പറയുന്നത്? നമ്മുടെ ചോള കിങ്ഡത്തിൽ ടെമ്പിളിൻ്റെ ഇൻഫ്ലുവൻസ് ആണ് ചോദിക്കുന്നത്. പ്ലേഡ് ബൈ ടെമ്പിൾസ് ഇൻ ദി സോഷ്യോ എക്കണോമിക് ലൈഫ്. ചോള കിങ്ഡത്തിലെ സോഷ്യോ എക്കണോമിക് ലൈഫിൽ ടെമ്പിൾസിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ടെമ്പിൾസിൻ്റെ റോളാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്കതൊന്ന് നോക്കിയാലോ, എന്തൊക്കെയാണ് ടെമ്പിൾസിൻ്റെ റോൾ എന്നുള്ളത്? ആൻസർ നോക്കാം. ദ വേൾഡ് ഫേമസ് ടെമ്പിൾ ലൊക്കേറ്റഡ് അറ്റ് തഞ്ചാവൂർ, ദ ക്യാപിറ്റൽ ഓഫ് ദി ചോള കിങ്ഡം. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ല സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തല്ലേ, എന്താണ് നമ്മുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്? ചോള കിങ്ഡത്തിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് തഞ്ചാവൂർ ആണെന്ന് നമ്മൾ പറഞ്ഞു. സോ ഇവിടെയാണ് വേൾഡ് ഫേമസ് ടെമ്പിൾസ് ഒക്കെ ലൊക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ക്ലിയർ എന്ന് പറയുന്നുണ്ട്. ഓക്കെ,
Then next നോക്ക, it is the ബൃഹദീശ്വര ടെമ്പിൾ built during the reign of രാജരാജ ചോള. എന്താണ് പറയുന്നത് ഇവിടെ? ഫസ്റ്റ് ടെമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ ബൃഹദീശ്വര ടെമ്പിൾ ആണ്. ദെൻ അത് ബിൽഡ് ചെയ്തത് ആരുടെ ഭരണകാലത്താണ്? ഈ പേര് മറക്കരുത്, രാജരാജ ചോളയുടെ ഭരണകാലത്താണ് നമ്മുടെ ഈ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ ബൃഹദീശ്വര ടെമ്പിൾ ബിൽഡ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ഒരു ടെമ്പിൾ കൂടി പറയുന്നുണ്ട്, ഗംഗൈകൊണ്ട ചോളപുരം എന്ന് പറയുന്നത്. ആ ടെമ്പിൾ വരുന്നത് നമ്മുടെ ഈ രാജരാജ ചോളയുടെ പിൻഗാമിയായ രാജേന്ദ്ര ചോളയുടെ ഭരണകാലത്താണ് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഇവിടെ 2 ടെമ്പിൾ ഡിസ്കസ് ചെയ്തു. ഏതൊക്കെയായിരുന്നോ? ബൃഹദീശ്വര ടെമ്പിളും അതുപോലെ തന്നെ ഗംഗൈകൊണ്ട ചോളപുരമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ബൃഹദീശ്വര ടെമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ രാജരാജ ചോളയുടെ ഭരണകാലത്താണ് വരുന്നത്. യെസ്, നെക്സ്റ്റ് പറയുന്നത് നമ്മുടെ ഗംഗൈകൊണ്ട ചോളപുരം എന്ന് പറയുന്നത് നമ്മുടെ രാജരാജ ചോളയുടെ പിൻഗാമിയായിട്ടുള്ള രാജേന്ദ്ര ചോളയുടെ ഭരണകാലത്താണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഈ 2 ടെമ്പിൾസ് ക്ലിയർ അല്ല പേര്? നെക്സ്റ്റ് നോക്കാം, ഇൻകം ഫ്രം ലാൻഡ്. ഇനി നമ്മൾ പറയുന്നത് നമ്മുടെ ടെമ്പിൾസിന് കിട്ടുന്ന ഇൻകം എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. എങ്ങനെയൊക്കെയാണ് നമ്മുടെ ടെമ്പിൾസിന് ഇൻകം ക്രിയേറ്റ് ചെയ്യുന്നതെന്നാണ്. ഇൻകം ഫ്രം ലാൻഡ് ഗോട്ട് ആസ് ഗിഫ്റ്റ്. നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്ന ലാൻഡിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻകം. ദെൻ കോൺട്രിബ്യൂഷൻസ് ഫ്രം ഗ്രാമസഭ. ഗ്രാമസഭയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കോൺട്രിബ്യൂഷൻസ്. ദെൻ ടാക്സ് കളക്റ്റഡ് ഫ്രം ലാൻഡ്സ് എൻടൈറ്റിൽഡ് ടു ബി ടാക്സ്ഡ്. എന്താണ് നമുക്ക് കിട്ടുന്ന നമ്മുടെ ലാൻഡിൽ നിന്ന് നമ്മൾ ടാക്സ് കളക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താണ്? കോൺട്രിബ്യൂഷൻസ് ഫ്രം ഡിവോട്ടീസ്. ഭക്തരിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കോൺട്രിബ്യൂഷൻസ്. ദെൻ പിന്നെന്താ? ദ വെൽത്ത് ഡിറൈവ്ഡ് ഫ്രം ദി എക്കണോമിക് ട്രാൻസാക്ഷൻസ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ദി വില്ലേജ്. വില്ലേജിൽ എന്താണ്? വില്ലേജിലെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് നമുക്ക് എക്കണോമിക് ട്രാൻസാക്ഷൻസ് വഴി നമുക്ക് കിട്ടുന്ന വെൽത്ത്. ഇതൊക്കെയാണ് നമ്മുടെ സോഴ്സസ് ഓഫ് ഇൻകം എന്ന് പറയുന്നത്, നമ്മുടെ ടെമ്പിൾസിന്റെ സോഴ്സസ് ഓഫ് ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ദെൻ ഇനി ഈ ടെമ്പിൾസ് മാത്രമല്ല, അപ്പാർട്ട് ഫ്രം ടെമ്പിൾസിന്റെ കൂടെ തന്നെ നമുക്ക് എന്ത് കൂടിയുണ്ട്? എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൂടിയുണ്ട് അല്ലേ? എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഹോസ്പിറ്റൽസ്. ടെമ്പിൾസ് കൂടാതെ തന്നെ നമുക്ക് എന്തുണ്ട്? എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഹോസ്പിറ്റൽസും ഉണ്ട്. Then a large number of people were employed in connection with the construction and maintenance of the temples. നമുക്കറിയാം അല്ലേ, ടെമ്പിൾസ് കൺസ്ട്രക്ട് ചെയ്യുക അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് എന്തോ പറ്റും? ഒരുപാട് ആൾക്കാർക്ക്, ആ വില്ലേജിൽ ഒരുപാട് ആൾക്കാർക്ക് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമല്ലോ. അതാണ് ഇവിടെ പറയുന്നത്. ടെമ്പിൾസിന്റെ കൺസ്ട്രക്ഷനും അതുപോലെ തന്നെ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞ പേരിൽ വില്ലേജസിലെ ആൾക്കാർക്ക് ഒരുപാട് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നുണ്ട്. Then artisans and craftsmen depended on the temples for their livelihood. അതുപോലെ തന്നെ എന്താണ്? ഈ കൈത്തൊഴിലാളികളും എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ ജീവിതത്തിന് വേണ്ടി ഈ ടെമ്പിൾസിന് എന്ത് ചെയ്യുന്നുണ്ട്? ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. മിസ് അനുവിനൊരു ഡൗട്ട്, ആരാ രാജമാണിക്യമെന്ന്? രാജമാണിക്യം നിങ്ങളിവിടെ ശ്രദ്ധിക്കുക, മിസ് പറയുന്ന ആളുടെ പേര് മാത്രം ശ്രദ്ധിക്കുക. ഓക്കെ, നെക്സ്റ്റ് നോക്കുക, മേക്ക് എ നോട്ട് ഓൺ ദി സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദി ചോളാസ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ ചോളയുടെ അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം ആണ് പറഞ്ഞത്. മിസ് പറഞ്ഞു ഈ ചാപ്റ്ററിൽ നമുക്ക് ചോളയുടെ അഡ്മിനിസ്ട്രേഷൻ പഠിക്കണം, അവിടുത്തെ സോഷ്യൽ ലൈഫ് പഠിക്കണം, അവിടുത്തെ ടെമ്പിൾസ്, അഗ്രികൾച്ചർ, അതിൻ്റെയൊക്കെ കോൺട്രിബ്യൂഷൻസ് കൂടി പഠിക്കണം. ഓക്കെ, മിസ് ഷിൽട്ടൺ പറഞ്ഞത് തെറ്റാണ്. ഓക്കെ, നോക്കാം, നമുക്ക് നോക്കിയാലോ ഇതിൻ്റെ ആൻസർ ഒന്ന് നോക്കിയാലോ. അഡ്മിനിസ്ട്രേഷൻ നോക്കാം നമുക്ക് എങ്ങനെയാണെന്നുള്ളത്. ദ കിങ്ഡം വാസ് ഡിവൈഡഡ് ഇൻ ടു മണ്ഡലംസ്. ആദ്യം എന്താണ്? നമ്മുടെ കിങ്ഡം എന്താണ്? ഡിവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ? മണ്ഡലംസും വലനാടും അതുപോലെ തന്നെ നാട് എന്നുള്ള രീതിയിൽ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസിന് വേണ്ടി, അഡ്മിനിസ്ട്രേഷൻ നന്നായിട്ട് എളുപ്പമായിട്ട് ഈസി ആയിട്ട് നമുക്ക് നടത്താൻ വേണ്ടി നമ്മൾ നമ്മുടെ കിങ്ഡത്തിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ? ഇനി ദ റൂളേഴ്സ് ബിൽഡ് മെനി റോഡ്സ്. റൂളേഴ്സ് എന്തിനു? ഭരണാധികാരികൾ ഒരുപാട് റോഡുകൾ ബിൽഡ് ചെയ്യുന്നുണ്ട്. അത് എന്തിനു വേണ്ടിയാ? ഡെവലപ്മെന്റ് ഓഫ് ട്രേഡിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയും അതുപോലെ തന്നെ മൂവ്മെന്റ് ഓഫ് ദി ആർമിയുടെ മൂവ്മെന്റിന് വേണ്ടി കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റോഡൊക്കെ ബിൽഡ് ചെയ്യുന്നത്. ദെൻ ഇൻ അഡീഷൻ ടു ലാൻഡ് ടാക്സ്, നമ്മൾ പറഞ്ഞു എന്താണ്? ലാൻഡിൽ നിന്ന് നമ്മൾ ടാക്സ് കളക്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലേ. ഇത് മാത്രമല്ല, ലാൻഡിൽ നിന്ന് അല്ലാതെ കൂടി നമ്മൾ ടാക്സ് കളക്ട് ചെയ്യുന്നുണ്ട്. എന്തിൽ നിന്നൊക്കെയാ? ഫോറസ്റ്റ്, മൈൻസ് ആൻഡ് സോൾട്ട്. സോ ഈ 3ൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ടാക്സ് കളക്ട് ചെയ്യുന്നുണ്ട്. സോ ഇതാണ് നമ്മുടെ അഡ്മിനിസ്ട്രേഷനിൽ വരുന്നത്. ഇനി പറയുന്നത് എന്താ? സെയിൽ ടാക്സ് ആൻഡ് പ്രൊഫഷണൽ ടാക്സ് വെയർ ഓൾസോ കളക്റ്റഡ്. അതുപോലെ തന്നെ ലാൻഡ് ടാക്സ് പറഞ്ഞു, ദെൻ സോൾട്ടിലൊക്കെ വരുന്ന ടാക്സ് പറഞ്ഞു, അതുപോലെ തന്നെ എന്താണ്? സെയിൽ ടാക്സും പ്രൊഫഷണൽ ടാക്സും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കളക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു പേര് നമുക്കിവിടെ പഠിക്കാനുണ്ട്. ഇതൊരു 1 വേർഡിന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന വേർഡാണ് വെറ്റി എന്ന് പറയുന്നത്. എന്താണ് വെറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ദ അൺപെയ്ഡ് സർവീസ് ആണ്. അൺപെയ്ഡ് സർവീസ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? പ്രതിഫലം കൊടുക്കുക
എടുക്കാതെയുള്ള സർവീസിനെയാണ് നമ്മൾ എന്ത് പറയാ, വെറ്റി എന്ന് പറയാ. ഇറ്റ് വാസ് ഓൾസോ കൺസിഡേർഡ് ഈക്വൽ ടു ദി ടാക്സ്. ടാക്സിന് ഈക്വൽ ആയിട്ടാണ് നമ്മൾ ഈ വെറ്റീനെ കൂടി കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ദെൻ ഇനി പറയുന്നത് എന്താണ്, ഇവിടെ നമുക്ക് 2 കൗൺസിൽസ് ഉണ്ട്, 2 ടൈപ്സ് ഓഫ് കൗൺസിൽ. ഈ പോയിന്റ് നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി വരുന്ന നെക്സ്റ്റ് സ്ലൈഡിൽ പോയിന്റിൽ നിങ്ങൾക്ക് ഇത് മാച്ച് ദ ഫോളോയിങ്ങിലൊക്കെ വരുന്നതാണ്. സോ ഈ വേർഡ് ഓർത്തിരിക്കുക. 2 ടൈപ്സ് ഓഫ് കൗൺസിൽസ് കോൾഡ് ഉർ ആൻഡ് സഭ എക്സിസ്റ്റഡ് ഡ്യൂറിങ് ദാറ്റ് പീരീഡ്. ഈ പീരീഡിൽ ഉണ്ടായിരുന്ന 2 കൗൺസിൽസിന്റെ പേരാണ് ഉർ ആൻഡ് സഭ എന്ന് പറയുന്നത്. ഓക്കെ, ദേ ഹാഡ് ഓട്ടോണമസ് പവർ. അവർക്ക് എന്താണ്, സ്വയം ഭരണാധികാരം അല്ലെങ്കിൽ ഓട്ടോണമസ് പവർ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് അവരുടെ അഡ്മിനിസ്ട്രേറ്റീവിൽ വരുന്നത്. ഇനി നമുക്ക് വരുന്ന നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്, മാച്ച് ദ ഫോളോയിങ് ആണല്ലേ. ഇത് മിസ് പറഞ്ഞു എന്താണ്, മുമ്പിൽ പറഞ്ഞ സ്ലൈഡിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കേണ്ടതാണെന്ന് പറഞ്ഞല്ലേ. സോ അത് പഠിച്ച് അത് ശ്രദ്ധിച്ച് ആ സ്ലൈഡുകൾ ശ്രദ്ധിച്ച ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന്റെ ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമുക്കൊന്ന് നോക്കിയാലോ ഈ സ്ലൈഡ്, മാച്ച് ദ ഫോളോയിങ്. അതിന്റെ ആൻസർ ഞാൻ പറഞ്ഞു. നമ്മുടെ ശ്രീവിദ്യ മിസ് വരുന്നുണ്ട്. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണല്ലേ? അതെ. അപ്പൊ രണ്ടുപേർക്കും കൂടി പറഞ്ഞു കൊടുക്കാം, അതിന്റെ ഇമ്പോർട്ടൻസ് അവർക്ക് മനസ്സിലാക്കിക്കോട്ടെ. ഓക്കെ, അപ്പൊ പഠിച്ചിരുന്നു അല്ലെ, ഏതാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്? ഉർ ആണ് ഇപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് അല്ലെ. അപ്പൊ എന്താണ് ബാക്കിയുള്ളത്? എരിപ്പെട്ടി ഏതുമായിട്ടാണ് ഇവിടെ മാച്ച് ചെയ്യുന്നത് നമുക്ക് നോക്കണം. പിന്നെ കുലുത്തുങ്ക ചോലപട്ടണം, നഗർത്താർ. ഓക്കെ, ഇപ്പൊ ഈ ഓരോ സ്ഥലത്തും ഓരോ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളുമായിട്ടാണ് മാച്ച് ചെയ്യേണ്ടത്. ഓക്കെ, വേഗം ഒന്ന് ആൻസർ അറിയാവുന്നവർക്കൊന്ന് കമന്റ് ചെയ്യാവോ? ഓക്കെ, എരിപ്പെട്ടിയുടെ ആൻസർ വന്നിട്ടുണ്ട് മിസ്. ആനു വിൽസൺ ആൻസർ പറയുന്നുണ്ട് ഇറിഗേഷൻ. കറക്റ്റ് ആണ് കേട്ടോ, ഇറിഗേഷൻ ഫെസിലിറ്റീസ് ആണ്. ഇനി കുലുത്തുങ്ക ചോലപട്ടണം എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് വരേണ്ടത് എന്താണ്, എങ്ങനെയാണ് ആ സ്ഥലം നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്? അവിടെ വരുന്നത് എന്താണ്? ആൻസർ ഉണ്ടോ? ആരും ആൻസർ ചെയ്തിട്ടില്ല ഇതുവരെ. ഓക്കെ, അപ്പൊ നമുക്ക് ആൻസറിലേക്ക് പോവാം. കണ്ടോ, പോർട്ടാണ് അവിടെ വരുന്നത് അല്ലെ. ഒരു അല്ലെ ഡെവലപ്മെന്റിന്റെ ഒക്കെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു കാര്യമാണ് പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ സ്ഥലം പറയുമ്പോഴത്തേനും നമ്മൾ പോർട്ടുകളെ കുറിച്ച് ആലോചിച്ച് വെക്കുക. ഓക്കെ, ഇനി നഗർത്തറിന് ആൻസർ ഉണ്ടോ? നമുക്ക് ഒരു 2 സെക്കൻഡ്സും കൂടി കൊടുക്കാം അല്ലെ. ആൻസർ ചെയ്യാൻ നോക്കാം നമുക്ക്. അടുത്തത് കിട്ടിക്കഴിഞ്ഞാൽ നഗർത്തറ അറിയാത്തവർക്കാണെങ്കിലും കിട്ടും കേട്ടോ. അത് ഓൾറെഡി പറഞ്ഞ പിന്നെ ഓൾറെഡി ആൻസർ കിട്ടി. ഇനി എന്തേ ബാക്കിയുള്ളൂ? ഇനി നഗർത്തറ എന്തായിരിക്കും? അത് മർച്ചന്റ് ഗിൽഡ്സ് ബാക്കി വരുന്നത്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഇത് ഓർത്ത് വെക്കേണ്ടതെന്നുള്ളത് മനസ്സിലായാലും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റൻ ആണ്. ഓക്കെ, അപ്പൊ ഇത് ഇങ്ങനെ മാച്ച് ദ ഫോളോയിങ് അല്ലാതെ ചോദിച്ചാലും ആ ഒരു സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള പോയിന്റ് ഓർത്ത് വെച്ച് എഴുതണം കേട്ടോ. ഓക്കെ മിസ്സേ, അപ്പൊ മിസ് കണ്ടിന്യൂ ചെയ്തു. ഓക്കെ, താങ്ക് യു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്താലോ? നോക്കാം. കമ്പയർ ദ ചോള ആൻഡ് ചാലുക്യ റെയിൻസ് ബേസ്ഡ് ഓൺ ദി ഫോളോയിങ് ഹിൻസ്. നമ്മളിവിടെ കുറച്ച് ഹിന്റ് തന്നിട്ടുണ്ട്, കുറച്ച് പോയിന്റ്സ് തന്നിട്ടുണ്ട്. ഈ പോയിന്റ്സ് വെച്ചിട്ട് നമ്മുടെ ചോള ആൻഡ് ചാലൂക്യയുടെ ഭരണം എങ്ങനെയായിരുന്നു എന്നുള്ളത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ഇത് നമുക്കൊരു എസ്സേക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് നോക്കിയാലോ. ഫസ്റ്റ് പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ. നമ്മൾ എഴുതുമ്പോൾ ചോളയിലും ചാലൂക്യയിലും വേണം എഴുതാനായിട്ട്, രണ്ടിലും എഴുതണം. സാമന്ത റൂൾ ചോദിച്ചിട്ടുണ്ട്. ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഇൻഫ്ലുവൻസ് ഓഫ് ദി ടെമ്പിൾസ്. അത് നമ്മൾ ആദ്യമേ എക്സ്പ്ലെയിൻ ചെയ്ത് വന്നതാണ്, ടെമ്പിൾസിന്റെ ഇൻഫ്ലുവൻസ് ഒക്കെ. അപ്പൊ നമുക്കൊന്ന് നോക്കിയാലോ, ആൻസർ ഒന്ന് നോക്കാം അല്ലെ. ഫസ്റ്റ് നോക്കാം, സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ. മിസ് ഇവിടെ രണ്ടുമായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചോളയിൽ എഴുതണം, ചാലൂക്യയിലെ എഴുതണം. അപ്പൊ നമുക്ക് ഫസ്റ്റ് നോക്കാം സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. കേന്ദ്രീകൃത ഭരണം എങ്ങനെയായിരുന്നു? ചോളയിൽ എങ്ങനെയാ? ദ സെന്റർ ഓഫ് ഗവേണൻസ് വാസ് ദ കിങ്. അവിടുത്തെ സെന്റർ എന്ന് പറയുന്നത് ആരാ? ഒബ്വിയസ്ലി നമ്മുടെ കിങ് ആണല്ലേ. കിങ് ആണ് അവിടുത്തെ ഹെഡ് എന്ന് പറയുന്ന ആള്. Then there was a committee of ministers to assist the king. ഇനി ഈ കിങ്ങിനെ അസിസ്റ്റ് ചെയ്യാനായിട്ട് എന്താണ്, കുറച്ച് മിനിസ്റ്റേഴ്സ് ഉണ്ട് അല്ലേ. നമുക്കിപ്പോൾ എന്താണ്, നമ്മുടെ ക്ലാസ്സിലൊക്കെ ലീഡേഴ്സിനെ എടുക്കുമ്പോൾ ആ ലീഡേഴ്സിന് ഒരുപാട് ഡ്യൂട്ടീസ് ഉണ്ടെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മൾ കുറച്ച് ആൾക്കാരെ കൂടി കൊടുക്കൂ അല്ലേ. സോ അതുപോലെ തന്നെ എന്താണ് ഇവിടെ നമ്മൾ കിങ്ങിനെ അസിസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് എന്താണ് കമ്മിറ്റി ഓഫ് മിനിസ്റ്റേഴ്സ് ഉണ്ട് അല്ല. മിനിസ്റ്റേഴ്സിൻ്റെ ഒരു കമ്മിറ്റി ഉണ്ട്. ദെൻ ദേ മെയിൻറ്റെയിൻഡ് എ സ്ട്രോങ് ആർമി. ടാക്സസ് വെയർ കളക്റ്റഡ്. അവരുടെ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. എന്താണ് അവരെന്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്? ഒരു സ്ട്രോങ് ആർമി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ദ കളക്റ്റഡ് ടാക്സും അവർ കളക്ട് ചെയ്യുന്നുണ്ട്.
ഇതാണ് നമ്മുടെ ചോളയിലെ സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് നമുക്ക് പറയാനുള്ള പോയിന്റ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ചാലൂക്യ ഒന്ന് നോക്കിയാലോ. ഓൾദോ ദ അതോറിറ്റി വാസ് എക്സൈസ്ഡ് ബൈ മെമ്പേഴ്സ് ഓഫ് ദ റോയൽ ഫാമിലി ഡ്യൂറിങ് ദി ചാലൂക്യ റൂൾ, ദർ വാസ് നോ സെൻട്രലൈസ്ഡ് മൊണാർക്കി. അവിടെ ഒരു സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ ഇല്ല എന്നാണ് പറയുന്നത്. എന്താണ് അവിടെ ഉള്ളത്? അവിടെ വരുന്നത് ആരാണ്? നമ്മുടെ റോയൽ ഫാമിലിയിലെ മെമ്പേഴ്സ് ആണ് ഇവിടുത്തെ അതോറിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, there exists a monarchy controlled by temples, brahmins and samantas. എന്താണ് പറയുന്നത്? അവർക്ക് അവിടെ ഉള്ള ഒരു മൊണാർക്കി എന്ന് പറയുന്നത് ആരാണ് കൺട്രോൾ ചെയ്യുന്നത്? ടെമ്പിൾസും ബ്രാഹ്മിൻസും അതുപോലെ തന്നെ സാമന്താസും കൺട്രോൾ ചെയ്യുന്ന ഒരു മൊണാർക്കിയാണ് നമ്മുടെ എവിടെ ഉള്ളത്? നമ്മുടെ ചാലൂക്യയിലുള്ളത്. ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ആൻസർ ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? ദെൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് സാമന്ത റൂളിലേക്ക് ഒന്ന് പോയാലോ. എന്താ പറയുന്നത്? there was no feudal rule in the Chola kingdom, but the rule of the Chalukyas was a monarchy controlled by the Samantas. The rule was centered on nobles based on soldiers. മിസ് നേരത്തെ പറഞ്ഞല്ലോ എന്താണ് സാമന്താസ് റൂൾസ് ആണെന്ന് പറഞ്ഞു. സോ ചാലുക്യയിലെ മൊണാർക്കി കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? സാമന്താസ് ആണെന്ന് മിസ് പറഞ്ഞു. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കിയാലോ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. Teacher, have your textbook guide. Okay. Then ഇനി നോക്കാം ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ എന്താണ് പറയുന്നത്? 2 types of councils. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ഫസ്റ്റ് സ്ലൈഡിൽ നമ്മൾ പറഞ്ഞു 2 എന്താണ് കൗൺസിൽസ് ഉള്ള കാര്യം പറഞ്ഞല്ലേ. ഈ കൗൺസിൽസ് നമ്മൾ എഗെയിൻ പറയുകയാണ്. എന്താണ് ആ കൗൺസിലിന്റെ പേര്? ഉർ ആൻഡ് സഭ എന്ന് പറയുന്നത്. എക്സിസ്റ്റഡ് ഡ്യൂറിങ് ദി ചോള പീരീഡ്. ചോള പീരീഡിലുള്ള കൗൺസിലിന്റെ പേരാണ് നമ്മൾ പറഞ്ഞത്. ദെൻ ദേ ഹാഡ് ഓട്ടോണമസ് പവർ. അതും മിസ് പറഞ്ഞതാണല്ലേ, ഓട്ടോണമസ് പവർ. അവർക്ക് എന്താണ് സ്വയം ഭരണാധികാരം ഉണ്ടല്ലേ. ദെൻ there is no evidence of the existence of local rule in the Chalukya kingdom. ഇപ്പം മിസ് പറഞ്ഞത് എവിടത്തെയാണ്? നമ്മുടെ ചോള പീരീഡിലാണ്. എന്നാൽ ചാലുക്യയിൽ എന്താണ്? ഒരു സെൻട്രലൈസ് നമ്മുടെ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ്റെ എവിഡൻസസ് ഒന്നും ഇല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അവിടുത്തെ ലോക്കൽ അഡ്മിനിസ്ട്രേഷനെ കുറിച്ചിട്ട് നമുക്ക് എവിഡൻസസ് ഒന്നും ഇല്ല എന്നാണ് പറയുന്നത്. ദെൻ ഇനി ഇൻഫ്ലുവൻസ് ഓഫ് ടെമ്പിൾസ് എന്തായിരിക്കും? രണ്ടിലും ഇൻഫ്ലുവൻസ് നമ്മൾ പറയണം. ദ ടെമ്പിൾസ് വെയർ ഇൻഫ്ലുവൻസ്ഡ് ബൈ ദി ചോള ആൻഡ് ചാലുക്യ റൂൾ. However, the temples had the greatest impact on the socio-economic life of the Chola kingdom. ഈ രണ്ടിലും നമ്മുടെ ചോളയിലും അതുപോലെ തന്നെ ചാലുക്യ റൂളിലും എന്തുണ്ട്? ടെമ്പിൾസിന്റെ ഇൻഫ്ലുവൻസ് ഒരേപോലെ ഉണ്ടെന്നാണ് പറയുന്നത്. ദെൻ പിന്നെന്താ പറയുന്നത്? ടെമ്പിൾസ് ഹാഡ് ദ ഗ്രേറ്റസ്റ്റ് ഇമ്പാക്ട് ഓൺ ദി സോഷ്യോ എക്കണോമിക് ലൈഫ്. നമ്മുടെ ചോള കിങ്ഡത്തിലെ സോഷ്യോ എക്കണോമിക് ലൈഫിന് ഒരുപാട് ഇമ്പാക്ട് എന്തുണ്ടാക്കുന്നുണ്ട്? നമ്മുടെ ഈ ടെമ്പിൾസ് ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ രണ്ടിലും നമ്മുടെ ടെമ്പിൾസിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്. പക്ഷെ നമ്മുടെ ചോള കിങ്ഡത്തിൻ്റെ നമ്മുടെ സോഷ്യോ എക്കണോമിക് ലൈഫിന് ഒരുപാട് ഈ ടെമ്പിൾസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഓഫ് ചാലുക്യാസ്. ചാലുക്യയിലെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം നോക്കിയാൽ ഇപ്പം നമ്മുടെ ചോളയിലെയാണ് നോക്കിയത്. ഇനി നമുക്ക് എന്താണ് നമ്മുടെ ചാലുക്യയിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം നോക്കാം. എന്ത് ഡിഫറൻസ് ഉള്ളതെന്നൊന്ന് നോക്കിയാലോ. ദ ചാലുക്യാസ് റൂൾഡ് ഫ്രം ദി 6th to 12th century CE, കോൺസെൻട്രേറ്റിംഗ് ദയർ പവർ ഇൻ പ്ലേസസ് ലൈക്ക് വട്ടാപ്പി, വെങ്കി ആൻഡ് കല്യാണി. എന്താ പറയുന്നത്? അവരുടെ ഒരു പവർ അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പ്ലേസസ് 3 എണ്ണമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ റൂള് വരുന്നത് ഏത് ടൈം പീരീഡിലാണ്? 6th to 12th ആണ്. 6th to 12th century CEയിലാണ് നമ്മുടെ ചാലുക്യ റൂള് വരുന്നത്. അതുപോലെ തന്നെ അവരുടെ പവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പ്ലേസസ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഓക്കെ അല്ലേ? ഇനി although the Chalukyas had a centralized taxation system and an organized bureaucracy, the rule was centered on the military powered lords. എന്താണ് പറയുന്നത്? ഇവിടെ എന്തുണ്ടെന്നാ പറയുന്നത്? ഒരു സെൻട്രലൈസ്ഡ് ടാക്സേഷൻ സിസ്റ്റം ഉണ്ട്. അതുപോലെ തന്നെ എന്താണ്? ഒരു ഓർഗനൈസ്ഡ് ബ്യൂറോക്രസിയും അതുപോലെ തന്നെ മിലിറ്ററി പവേർഡ് ലോഡ്സും ഉണ്ടെന്നാണ് പറയുന്നത്. സോ ഇതൊക്കെ അവരുടെ എന്താണ്? അഡ്മിനിസ്ട്രേഷൻ നന്നായിട്ട്, ഭരണം നന്നായിട്ട് നടത്താനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് ഈ ടാക്സും അതുപോലെ തന്നെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ബ്യൂറോക്രസിയും അതുപോലെ തന്നെ മിലിറ്ററി പവർ എന്നൊക്കെ പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി there was no standing army. അവർക്ക് എന്താണ്? സ്ഥിരമായിട്ടൊരു ആർമി ഇല്ല എന്നാണ് പറയുന്നത്. നോ സ്റ്റാൻഡിങ് ആർമി. സ്ഥിരമായിട്ടൊരു ആർമി സിസ്റ്റം അവർക്കില്ല.
Then, unlike the Cholas, there was no council of ministers to assist the king. നമ്മൾ എന്ത് പറഞ്ഞു? ചോളയിൽ നമ്മൾ പറഞ്ഞല്ലേ, കിങ് ആണ് അവിടുത്തെ ഹെഡ്, കിങ്ങിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് മിനിസ്റ്റേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലേ, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് എന്താണ്, നമ്മുടെ ചാലൂക്യയിൽ അങ്ങനെ ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഇല്ല. അതാണ് ഇവിടെ പറഞ്ഞത്, there is no council of ministers to assist the king. കിങ്ങിനെ അസിസ്റ്റ് ചെയ്യാനായിട്ട് അവിടെ ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഇല്ല എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാ? അവിടെ കിങ് ഉണ്ടോ? ഇല്ല. അവിടെ കിങ്ങിന് പകരം ആരാണ് അവിടുത്തെ റൂളർ എന്ന് പറയുന്നത്? ദ പവർ വാസ് എക്സൈസ്ഡ് ബൈ ദ മെമ്പേഴ്സ് ഓഫ് ദി റോയൽ ഫാമിലി. ആരാണ് അവിടുത്തെ റൂളർ എന്ന് പറയുന്നത്? അല്ലെങ്കിൽ അവിടുത്തെ പവർ സെൻറ്റർ ചെയ്തിരിക്കുന്നത് ആരിലാണ്? അവിടുത്തെ റോയൽ ഫാമിലി മെമ്പേഴ്സിലാണ്. അതാണ് ഡിഫറൻസ് എന്ന് പറയുന്നത്. സോ ചാലൂക്യയിൽ വരുന്നത് നമ്മുടെ റോയൽ ഫാമിലി മെമ്പേഴ്സാണ്, മറന്നു പോകരുത്, കിങ് അല്ല. ഓക്കെ അല്ലേ? അത് ഓക്കെ അല്ലേ? അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഐഷ എന്നൊക്കെ കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ രാഷ്ട്രകുദാസ്. രാഷ്ട്രകുദാസിനെ കുറിച്ചിട്ട് ഒരു ഷോർട്ട് നോട്ട് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഷോർട്ട് നോട്ട് ഇത് പഠിക്കുമ്പോൾ എന്ത് ചെയ്യുക, ഒരു കുറഞ്ഞതൊരു 5 points എങ്കിലും ആ പർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ച് പഠിച്ചു വെക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ്, ഒരു 5 marks വരെയൊക്കെ സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ആൻസർ ഒന്ന് നോക്കിയാലോ. രാഷ്ട്രകുദാസ് എന്താണെന്ന്? ദ മൽഖത്ത് ഫോർട്ട് സിറ്റുവേറ്റഡ് ഇൻ ദി ഗുൽബർഗ ഡിസ്ട്രിക്ട് ഓഫ് കർണാടക വാസ് മെയ്ഡ് ഓഫ് ലൈംസ്റ്റോൺ ലോക്കലി നോൺ ആസ് ഷഹബാദ് ശില. ഇവിടെ പറയുന്നത് എന്താണ്? ഒരു മൽഖത്ത് ഫോർട്ടിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇത് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്? നമ്മുടെ കർണാടക ഡിസ്ട്രിക്റ്റിലെ, കർണാടകയിലെ ഗുൽബർഗ ഡിസ്ട്രിക്റ്റിലാണ് നമ്മുടെ മൽഖത്ത് ഫോർട്ട് എന്താണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ദെൻ അത് എങ്ങനെയാണ് മെയ്ഡ് ചെയ്തിരിക്കുന്നത്? ബൈ യൂസിങ് ലൈംസ്റ്റോൺ യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ലൈംസ്റ്റോൺ വെച്ച് മെയ്ഡ് ചെയ്തിരിക്കുന്നതാണ് അത്. ദെൻ ഈ ലൈംസ്റ്റോണിന്റെ പേരാണ് എന്ത്? ഷഹബാദ് എന്ന് പറയുന്നത്. ഷഹബാദ് ശില എന്ന് പറയുന്ന ലൈംസ്റ്റോൺ വെച്ചിട്ട് മെയ്ഡ് ചെയ്തിരിക്കുന്ന ഒരു ഫോർട്ടാണ് നമ്മുടെ മൽഖത്ത് ഫോർട്ട് എന്ന് പറയുന്നത്. ഇത് എന്തിനാ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇറ്റ് വാസ് ബിൽഡ് ബൈ ദി രാഷ്ട്രകുദാസ്. ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത് ആരാണ്? ചാലുക്യാസിനെ പെട്ടെന്നൊന്ന് പറയോ? ഓക്കെ, ചാലുക്യാസിന്റെ എന്താണ് പറയേണ്ടത്? അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ആണോ പറയണ്ടേ? ഒന്ന് കമന്റ് ചെയ്യുക. നോക്കാം, നമുക്കിവിടെ ഒന്ന് നോക്കിയാലോ. രാഷ്ട്രകുദാസ് ആണ് ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഹു ഡൊമിനേറ്റഡ് ഡെക്കാൻ ആൻഡ് സൗത്ത് ഇന്ത്യ ഫ്രം ദി 8th to 10th century. എപ്പോഴാണ് നമ്മുടെ ഡെക്കാനും അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യയും ഡൊമിനേറ്റ് ചെയ്തിട്ട് 10th centuryയിൽ 8th to 10th century വരെ ഭരണം നടത്തിയിരുന്ന നമ്മുടെ രാഷ്ട്രകുദാസ് ആണ് എന്ത് ബിൽഡ് ചെയ്തിരിക്കുന്നത്? നമ്മുടെ ഈ മൽഖത്ത് ഫോർട്ട് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്കൊരാൾ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ചോദിക്കുന്നുണ്ട്. ചാലുക്യയുടെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം മിസ് ഒന്നും കൂടി പറയാം, ഒന്നുകൂടി ശ്രദ്ധിച്ച് കേൾക്കുക. ഇത് പഠിക്കുമ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ മറ്റേത് ചോളയുടെ കൂടി കമ്പയർ ചെയ്ത് പഠിക്കുക കേട്ടോ. ഒന്നുകൂടി മിസ് പറയാൻ നോക്കുക. അത് ചാലുക്യ റൂൾഡ് എന്ന് പറയുന്നത് ഏതാണ്? 6th to 12th century ആണെന്ന് മിസ് പറഞ്ഞു. ദെൻ അവിടുത്തെ പവർ എന്ന് പറയുന്നത് ആരുടെ കയ്യിലാണ്? അവിടുത്തെ റോയൽ ഫാമിലി മെമ്പേഴ്സിന്റെ കയ്യിലാണ്. അവിടെ ആരില്ല? കിങ് ഇല്ല എന്നാണ് പറയുന്നത്. പിന്നെന്താണ് പറയുന്നത്? ഓൾദോ ദ ചാലുക്യാസിന് എന്താ? സെൻട്രലൈസ്ഡ് ടാക്സേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഓർഗനൈസ്ഡ് ബ്യൂറോക്രസി ഉണ്ട്, മിലിറ്ററി പവർ ലോഡ്സും ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പം ഇത് ഓരോന്നും പോയിന്റ് ഔട്ട് ചെയ്ത് എഴുതുക. ദെൻ പിന്നെ അവിടെ എന്തില്ല? ഒരു സ്ഥിരമായിട്ട് ഒരു ആർമി സിസ്റ്റം ഇല്ല. ദർ ഇസ് നോ സ്റ്റാൻഡിങ് ആർമി സിസ്റ്റം. അവിടെ എന്താണ്? ഒരു സ്ഥിരമായിട്ടൊരു സൈന്യം ഇല്ല എന്നാണ് പറയുന്നത്. പിന്നെന്താ അവിടെ എന്താണ്? നമ്മൾ നേരത്തെ അപ്പുറത്ത് പറഞ്ഞല്ലേ, നമ്മുടെ ചോളയിൽ നമ്മൾ പറഞ്ഞു കിങ് ഉണ്ട്, കിങ്ങിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലേ. പക്ഷെ ഇവിടെ ആരില്ല? കിങ്ങും ഇല്ല, കിങ്ങിനെ ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും ഇല്ല. ഇവിടെ ആരുള്ളത്? റോയൽ ഫാമിലി മെമ്പേഴ്സിന്റെ കയ്യിലാണ് അവിടുത്തെ റൈറ്റ് ഫുൾ, അല്ലെങ്കിൽ അവിടുത്തെ പവർ ഫുൾ. ക്ലിയർ ആയോ? ദേവി നന്ദന ക്ലിയർ ആയെങ്കിൽ ഒന്ന് പറയണേ. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? മിസ് പറഞ്ഞുകൊണ്ടിരുന്ന ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. നോക്കാം, ഇത് ബിൽഡ് ചെയ്തത് ആരാണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഗോവിന്ദൻ 3 ആൻഡ് അമോഘ വേർഷൻ വേർ ദ പ്രൊമിനന്റ് രാഷ്ട്രകുദ റൂളേഴ്സ്. 2 രാഷ്ട്രകുദ റൂളേഴ്സിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. യെസ്, ദേവി നന്ദനക്ക് ക്ലിയർ ആയെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഗോവിന്ദൻ 3 ആൻഡ് അമോഘ വേർഷൻ, ഇതിൽ നിന്ന് നമുക്കൊരു 1 word ചോദിക്കാൻ ചാൻസസ് ഉണ്ട്. രാഷ്ട്രകുദ റൂളേഴ്സിന്റെ പേര് മേ ബി ചോദിക്കാം. സോ ഇവർ 2 പേരുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രാഷ്ട്രകുദ റൂളേഴ്സ് എന്ന് പറയുന്നത്. ദെൻ കവിരാജ മാർഗം
നോട്ടബിൾ വർക്ക് റിട്ടൺ ബൈ അമോഘവർഷൻ ഇൻ കന്നഡ. എന്താണ് പറയുന്നത്? അമോഘവർഷൻ കന്നഡയിൽ എഴുതിയ അദ്ദേഹത്തിന്റെ ഒരു വർക്കാണ് കവിരാജമാർഗം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ പേര് കൂടി നിങ്ങൾ ഓർത്ത് വെക്കുക. ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. Then the Rashtrakuta rulers who maintained a religious tolerance. എന്താണ്? അവരൊരു സഹിഷ്ണുത, മതപരമായിട്ടുള്ള സഹിഷ്ണുതയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരാണ് നമ്മുടെ രാഷ്ട്രകൂതാസ് എന്ന് പറയുന്നത്. ദെൻ അതോടൊപ്പം അവർ എന്ത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്? പ്രൊമോട്ടഡ് ജൈനിസം എലോങ് വിത്ത് ശൈവിസം ആൻഡ് വൈഷ്ണവിസം. ശൈവ മതത്തോടൊപ്പം അതുപോലെ തന്നെ വൈഷ്ണവ മതത്തോട് കൂടെ അവർ എന്തുകൂടി പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്? യെസ്, ജൈനിസം കൂടി അവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ? ദ ഓൾസോ പ്രൊവൈഡഡ് ഫെസിലിറ്റീസ് ഫോർ ദി മുസ്ലിം ട്രേഡേഴ്സ് ടു ഡു ട്രേഡ്. എന്താണ്? മുസ്ലിം ട്രേഡേഴ്സിന് എന്തുകൂടി അവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവർക്ക് ട്രേഡ് ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ടു സെറ്റിൽ ഡൗൺ ആൻഡ് ടു പ്രൊപ്പഗേറ്റ് ദെയർ ഫെയ്ത്ത്. അവരുടെ വിശ്വാസവും അതുപോലെ തന്നെ അവർക്ക് എവിടെയെങ്കിലും ഒരു സ്ഥിരമായിട്ട് താമസിക്കാനുള്ള ഹെൽപ്പൊക്കെ നമ്മുടെ രാഷ്ട്രകൂതാസ് ചെയ്തു കൊടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ക്ലിയർ അല്ലേ? അത്രയും ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് നോക്കാം. ദ രാഷ്ട്രകൂതാസ് ഓൾസോ പ്രൊമോട്ടഡ് ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ. ഇപ്പൊ തന്നെ നമ്മൾ രാഷ്ട്രകൂതനെ കുറിച്ചിട്ട് ഒരു 4-5 മാർക്സ് ഒക്കെ സ്കോർ ചെയ്യാനുള്ള പോയിന്റ്സ് പഠിച്ചല്ലേ? നോക്കാം, രാഷ്ട്രകൂതാസ് ഓൾസോ പ്രൊമോട്ടഡ് ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ. ആർട്ടും ലിറ്ററേച്ചറും കൂടി അവര് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് നോക്കാം, ദ റോക്ക് കട്ട് ടെമ്പിൾ ഓഫ് എല്ലോറ വാസ് ബിൽഡ് ബൈ ദി രാഷ്ട്രകൂതാസ്. രാഷ്ട്രകൂതാസ് ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു ടെമ്പിൾ ആണ് എന്ത് പറയുന്നത്? റോക്ക് കട്ട് ടെമ്പിൾ ഓഫ് എല്ലോറ. എല്ലോറയിലുള്ള റോക്ക് കട്ട് ടെമ്പിൾ എന്ന് പറയുന്നത്. ദെൻ ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് ദി രാഷ്ട്രകൂതാസ്, ഈ രാഷ്ട്രകൂതയുടെ ടൈം പീരീഡിൽ നമ്മൾ സൊസൈറ്റീനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. എന്തിൻ്റെ ബേസിസിൽ? ഓൺ ദി ബേസിസ് ഓഫ് കാസ്റ്റ്. കാസ്റ്റിൻ്റെ ബേസിസിൽ നമ്മൾ ഈ രാഷ്ട്രകൂതയുടെ ടൈം പീരീഡിൽ നമ്മുടെ സൊസൈറ്റീനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ? സോ അപ്പോൾ ഇത്രയാണ് നമ്മുടെ രാഷ്ട്രകൂത റൂളേഴ്സിനെ കുറിച്ചിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. എല്ലാം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ ഫെസിലിറ്റീസ് പറഞ്ഞു, ദെൻ നമ്മൾ എന്താണ് അവർ പ്രൊമോട്ട് ചെയ്യുന്ന റിലീജിയനൊക്കെ പറഞ്ഞു, അതുപോലെ ടെമ്പിൾസ് പറഞ്ഞു, ദെൻ ആർട്ട് ലിറ്ററേച്ചർ ഒക്കെ പറഞ്ഞു. ഓക്കെ അല്ലേ? യെസ്, ദേവി നന്ദന ഓക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഫ്ലോ ചാർട്ടിലേക്ക് പോയാലോ? അതെന്താ? കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട്. ദ ഡൈനാസ്റ്റീസ് ഓഫ് ഡൽഹി സുൽത്താനേറ്റ്. ഡൽഹി സുൽത്താനേറ്റിന്റെ ഡൈനാസ്റ്റീസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത്. നമ്മുടെ ഡൽഹി സുൽത്താനേറ്റിന്റെ ഡൈനാസ്റ്റീസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്യുക. മിസ് എന്നിട്ടൊന്ന് കാണിക്കാം നമ്മുടെ ആൻസർ സ്ലൈഡ്. അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ആൻസർ ചെയ്തേ. ഓക്കെ, പോരട്ടെ. ദേവി നന്ദന ആൻസർ ചെയ്യുന്നുണ്ട്. യെസ്, ലോഡി ഉണ്ട്. മിസ് ആൻസർ ഒന്ന് കാണിക്കട്ടെ. നോക്കിയേ, ആൻസർ ഒന്ന് നോക്കിയേ. ദേവി നന്ദന പറഞ്ഞു 2 ആൻസറും കറക്റ്റ് ആണ്. മംലൂക്ക് നമ്മൾ മിസ് ഇവിടെ തന്നിട്ടുണ്ട്, തുഗ്ലക്കും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ഏതാണ് നമ്മൾ വിട്ടുപോയത്? ഖൽജി. ഖൽജി വിട്ടുപോയിട്ടുണ്ടായി. അതുപോലെ തന്നെ സെയ്യിദ്. ദെൻ ദ തേർഡ് വൺ ഇസ് ലോധി. ഓക്കെ, അപ്പൊ നോക്കുക, ഇതാണ് നമ്മുടെ ഡൈനാസ്റ്റീസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കിയാലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹു ഇൻട്രൊഡ്യൂസ് ദ മാർക്കറ്റ് കൺട്രോൾ പോളിസി ആൻഡ് വാട്ട് വാസ് ഇറ്റ്സ് മെയിൻ ഒബ്ജക്റ്റീവ്. മാർക്കറ്റ് കൺട്രോൾ പോളിസി കൊണ്ടുവന്നത് ആരാണെന്നും അതിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്, അതിന്റെ മെയിൻ ലക്ഷ്യം എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. യെസ്, വെരി ഗുഡ്. ദേവിനന്ദൻ ആൻസർ പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്. നെക്സ്റ്റ് നോക്കാം. മാർക്കറ്റ് കൺട്രോൾ പോളിസി കൊണ്ടുവന്നത് ആരാണ്? നമ്മുടെ അലാവുദ്ദീൻ ഖൽജിയാണ്. ഈ പേര് മറക്കരുത്. അലാവുദ്ദീൻ ഖൽജിയാണ് നമ്മുടെ മാർക്കറ്റ് കൺട്രോൾ പോളിസി കൊണ്ടുവന്നത്. ദെൻ അതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താ ഒന്ന് നോക്കിയാലോ? വാസ് ടു കൺട്രോൾ ദ പ്രൈസസ് ഓഫ് പ്രൊഡക്ട്സ്. മെയിൻ ആയിട്ട് മാർക്കറ്റ് കൺട്രോൾ പോളിസിയുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്തായിരിക്കും? മാർക്കറ്റിൽ കൊടുക്കുന്ന പ്രൊഡക്ട്സിന്റെ പ്രൈസ് നമ്മൾ കൺട്രോൾ ചെയ്യുക. അതാണ് ഫസ്റ്റ് മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ദെൻ അനദർ ഒബ്ജക്റ്റീവ് എന്താണ്? എസ്പെഷ്യലി ഫുഡ് സ്റ്റഫ്സ്. ഓക്കെ, ദെൻ ടു സപ്പോർട്ട് എ ലാർജ് ആർമി വിത്ത് ലോവർ എക്സ്പെൻസസ് ഓൺ സാലറീസ്. ആർമീസിന് എന്താണ്, നമ്മൾ ഒരുപാട് സാലറി കൊടുക്കാൻ അവരെയും കൊണ്ട് കഴിയാത്തത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ പ്രൈസസ്, പ്രൊഡക്ട്സിന്റെ പ്രൈസ് കുറച്ചത്. അപ്പം നമ്മൾ മാർക്കറ്റിൽ കൊടുക്കുന്ന സാധനങ്ങളുടെ വില കുറച്ച് കഴിഞ്ഞാൽ ഈ ആർമിക്ക് എന്ത് കൊടുത്താൽ മതി? കുറച്ച് സാലറി കൊടുത്താൽ മതി. സാലറി കൂടുതൽ അവർക്ക് ആവശ്യം വരുന്നത് എപ്പോഴാണ്? സാധനങ്ങളുടെ റേറ്റ് കൂടുമ്പോഴാണ്, അവർക്ക് ആവശ്യങ്ങൾ കൂടുമ്പോഴാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ പ്രൈസ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് സാലറി കുറച്ച് കിട്ടിയാലും മതിയല്ലോ. സോ ഇതാണ് ഇതിൻ്റെ 2 ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ മാർക്കറ്റ് കൺട്രോൾ പോളിസി കൊണ്ടുവന്നത് നമ്മുടെ അലാവുദ്ദീൻ ഖൽജിയാണ്. അതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു കൺട്രോൾ ദ പ്രൈസ് ഓഫ് ദി പ്രൊഡക്ട്സ് ആണ്.
Then next question നോക്കാം. Which two Turkish rulers invaded India in the 11th and 12th centuries and what was their main interest? നമ്മുടെ ഇന്ത്യയിലേക്ക് കടന്നു വന്ന അല്ലെങ്കിൽ കടന്ന് ആക്രമിച്ച 2 തുർക്കിഷ് റൂളേഴ്സ് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദെൻ അതുപോലെ അവരുടെ മെയിൻ ഇൻട്രസ്റ്റ് എന്തിനായിരിക്കും അവർ നമ്മുടെ ഇന്ത്യനെ ആക്രമിച്ചതെന്ന് കൂടിയാണ് ചോദിച്ചിരിക്കുന്നത്. സോ നോക്കിയാലോ, മഹ്മൂദ് ഓഫ് ഗസ്നി, ഗസ്നിയിലെ മഹ്മൂദും അതുപോലെ തന്നെ ഘോർലെ മുഹമ്മദുമാണ് നമ്മുടെ ഇന്ത്യയിലേക്ക് 11th and 12th സെഞ്ചുറിയിൽ നമ്മുടെ ഇന്ത്യനെ ആക്രമിച്ച തുർക്കിഷ് റൂളേഴ്സ് എന്ന് പറയുന്നത്. ദെൻ അവരുടെ മെയിൻ എയിം എന്താണ്, എന്തുകൊണ്ടാണ് മെയിൻ എയിം എന്ന് പറയുന്നത്? വെൽത്ത് ഓഫ് ഇന്ത്യ, നമ്മുടെ ഇന്ത്യയുടെ വെൽത്ത്, നമ്മുടെ ഇന്ത്യയുടെ സമ്പത്തായിരുന്നു അവരുടെ മെയിൻ. യെസ്, നമ്മുടെ ദേവിനന്ദൻ ആൻസർ പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്. നോക്കാം ഇനി എന്താണ് പറയുന്നത്, നമ്മുടെ വെൽത്ത് ഓഫ് ഇന്ത്യ ആണ് ആൻസർ ആയിട്ട് യെസ് പഠിച്ചു എന്ന് പറയുന്നുണ്ട്. വെരി ഗുഡ്. അപ്പോൾ നമ്മുടെ തുർക്കിഷ് റൂളേഴ്സ് വരാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് എന്താണ്? വെൽത്ത് ഓഫ് ഇന്ത്യ ആണ്. നമ്മുടെ ഇന്ത്യയുടെ സമ്പത്ത് കണ്ടിട്ടാണ് അവർ നമ്മുടെ ഇന്ത്യനെ ആക്രമിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡിസ്ക്രൈബ് ദ റാഹത്ത് ഇറിഗേഷൻ സിസ്റ്റം പ്രാക്ടീസ്ഡ് ഇൻ മിഡീവൽ ഇന്ത്യ. മിഡീവൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു ഇറിഗേഷൻ ഫെസിലിറ്റീസ് ആണ് റാഹത്ത് ഇറിഗേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. സോ അതെന്താണെന്ന് ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് അതിൻ്റെ സ്പെഷ്യാലിറ്റി? ദ റാഹത്ത് ഇറിഗേഷൻ സിസ്റ്റം ഇൻവോൾവ്ഡ് ഡ്രോയിങ് വാട്ടർ ഫ്രം എ വാട്ടർ ബോഡി ബൈ സ്പിന്നിങ് എ വീൽ യൂസിങ് കാറ്റിൽ വിച്ച് വാസ് യൂസ്ഡ് ഫോർ ഇറിഗേഷൻ. ഇറിഗേഷൻ ഫെസിലിറ്റീസിന് വേണ്ടി, ജലസേചന സൗകര്യത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? കാറ്റിൽസിനെ യൂസ് ചെയ്തിട്ട് വീൽസ് കറക്കി, വീൽസ് സ്പിന്ന് ചെയ്തിട്ട് നമ്മൾ എന്താണ് വാട്ടർ ബോഡിയിൽ നിന്ന് വാട്ടർ എടുക്കും. അതിനാണ് നമ്മൾ എന്ത് പറയുക? റാഹത്ത് ഇറിഗേഷൻ സിസ്റ്റം എന്ന് പറയുക. അങ്ങനെ യൂസ് ചെയ്യുന്ന ഒരു ഇറിഗേഷൻ ഫെസിലിറ്റിയാണ് ഈ റാഹത്ത് ഇറിഗേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് കാറ്റിൽസിനെയാണ്. കാറ്റിൽസിനെ യൂസ് ചെയ്തിട്ട് നമ്മൾ വീൽസ് സ്പിൻ ചെയ്ത് എവിടെ നിന്നാണ് വെള്ളം എടുക്കുന്നത്? ഏതെങ്കിലും ഒരു വാട്ടർ ബോഡിയിൽ നിന്ന് വാട്ടർ കളക്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് റാഹത്ത് ഇറിഗേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? യെസ്, ദേവിനന്ദൻ ആൻസർ പറയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. എക്സ്പ്ലെയിൻ ദ ഇക്ത സിസ്റ്റം. ഇത് നമുക്ക് എക്സാമിന് എന്താണ് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ഇക്ത സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ് ഇക്ത എന്ന് പറയുന്നതെന്ന് നോക്കാം. ദ ഇക്ത സിസ്റ്റം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് ദ റെയിൻ ഓഫ് ദി ഡൽഹി സുൽത്താനേറ്റ് ഇൽത്തുമിഷ്. എന്താണ് പറയുന്നത്? നിങ്ങളിത് പഠിക്കുമ്പോൾ ഇതിൽ നിന്ന് കൂടി ഒരു വൺ വേർഡ് ഓർത്ത് വെക്കാം. നമ്മുടെ ഡൽഹി സുൽത്താനായ ഇൽത്തുമിഷിന്റെ ഭരണകാലത്താണ് ഈ ഇക്ത സിസ്റ്റം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഇനി എന്താണ് ഇക്ത സിസ്റ്റം എന്ന് പറഞ്ഞാൽ? ദിസ് വാസ് ദ സിസ്റ്റം അണ്ടർ വിച്ച് ദ ലാൻഡ് ഓഫ് ദ കൺട്രി വാസ് ഡിവൈഡഡ് ഇൻ ടു. എന്താണ് പറയുന്നത്? നമ്മുടെ ലാൻഡ്, നമ്മുടെ കൺട്രിയുടെ കീഴിലുള്ള ലാൻഡ് നമ്മൾ എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യും. എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നത്? ലാർജ് ആൻഡ് സ്മോൾ യൂണിറ്റ്സ്, വലുതും ചെറുതുമായിട്ടുള്ള യൂണിറ്റ്സ് ആയിട്ട് നമ്മൾ ലാൻഡിനെ ഡിവൈഡ് ചെയ്യും. ആൻഡ് ദാറ്റ് വെയർ ഗ്രാൻഡഡ് ടു സോൾജേഴ്സ്, ബ്യൂറോക്രാറ്റ്സ് ആൻഡ് നോബിൾസ്. അത് നമ്മൾ ആർക്കൊക്കെ ഗ്രാൻഡ് ചെയ്യും, ആർക്കൊക്കെ ദാനമായിട്ട് കൊടുക്കും? സോൾജേഴ്സിനും ബ്യൂറോക്രാറ്റ്സിനും അതുപോലെ തന്നെ നോബിൾസിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ദാനമായിട്ട് നൽകും ഈ ലാൻഡ്, നമ്മൾ ഈ ഡിവൈഡ് ചെയ്ത ലാൻഡ്. ഇതിനെയാണ് നമ്മൾ ഇക്ത സിസ്റ്റം എന്ന് പറയുക. ഇനി ഇക്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ദ ലാൻഡ് ഗ്രാൻഡഡ് വാസ് നോൺ ആസ് ഇക്ത. ഇങ്ങനെ ദാനമായിട്ട് നമ്മൾ നൽകുന്ന ലാൻഡിനെയാണ് നമ്മൾ എന്ത് പറയുക? ഇക്ത എന്ന് പറയാ. ഈ ലാൻഡ് നമ്മൾ ഗ്രാൻഡ് ചെയ്ത് നമുക്ക് കൊടുക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ദാനമായിട്ട് കൊടുക്കുന്ന ലാൻഡിനെയാണ് നമ്മൾ ഇക്ത എന്ന് പറയാ. ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് ദാനമായിട്ട് കൊടുക്കുന്ന ആ സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയാ? ഇക്ത സിസ്റ്റം എന്ന് പറയാ. ദെൻ അത് കൊണ്ടുവന്നത് നമ്മുടെ ഡൽഹി സുൽത്താൻ ഇൽത്തുമിഷ് ആണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമ്മളിപ്പോൾ അത്യാവശ്യം പോയിന്റ്സ് പഠിച്ചു. വൺ വേർഡ് ചോദിച്ചാലും എഴുതാനുള്ള പോയിന്റ്സ് പഠിച്ചു. ക്ലിയർ അല്ലേ? ദെൻ മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Write a short note on the social life during the Sultanate period. സുൽത്താനേറ്റ് പീരീഡിലെ എന്താണ് ചോദിച്ചിരിക്കുന്നത്? സോഷ്യൽ ലൈഫിനെ കുറിച്ച്, സാമൂഹ്യ ജീവിതം എങ്ങനെയായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഒന്ന് നോക്കിയാലോ. മിഡീവൽ സൊസൈറ്റി വാസ് ഫുൾ ഓഫ് സെവറൽ ഇൻഇക്വാളിറ്റീസ്. എന്തായിരുന്നു? ഒരുപാട് ഇൻഇക്വാളിറ്റീസ് ഉണ്ടായിരുന്നല്ലേ. എന്തിലൊക്കെയാ? മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഇൻ ദ സിറ്റീസ് ആൻഡ് വില്ലേജസ് അണ്ടർവെന്റ് സെവറൽ സഫറിങ്സ്. ഒരുപാട് സഫറിങ്സ്, ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചവരാണ് നമ്മുടെ സിറ്റീസിലെയും വില്ലേജസിലെയും മോസ്റ്റ് ഓഫ് ദ പീപ്പിൾസ് എന്ന് പറയുന്നത്. ദെൻ ദ എക്സിസ്റ്റിംഗ് സോഷ്യൽ സ്ട്രക്ചർ ബേസ്ഡ് ഓൺ ദ കാസ്റ്റ് സിസ്റ്റം ഡിഡ് നോട്ട് അണ്ടർഗോ എനി ഫണ്ടമെന്റൽ ചേഞ്ചസ്. ഒരുപാട് ചേഞ്ചസ് ഒന്നും നമ്മുടെ സൊസൈറ്റിയിൽ, നമ്മുടെ സോഷ്യൽ സ്ട്രക്ചറിൽ കാസ്റ്റ് സിസ്റ്റത്തിനെ ബേസ് ചെയ്തുണ്ടായിരുന്ന ആ സോഷ്യൽ സ്ട്രക്ചർ എന്നൊന്നും എന്താണ് ഒരു ഫണ്ടമെന്റൽ ചേഞ്ചസ് ഒന്നും അതിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്.
ദെൻ സം പീപ്പിൾ ആർ ഓഫ് ദി ഒപ്പീനിയൻ, ഇനി അവിടുത്തെ ഒരുപാട് പീപ്പിൾസിൻ്റെ കുറച്ച് ആൾക്കാരുടെ ഒപ്പീനിയൻസ് ആണ് പറയുന്നത്. എന്താണ്? സം ചേഞ്ചസ് ഇൻ ദി സ്റ്റാറ്റസ് ഓഫ് വുമൻ, അവിടെ എന്താണ്? വുമൻസിൻ്റെ പദവിയിൽ ചെറിയ ചേഞ്ചസ്, അവരുടെ പദവിയിൽ കുറച്ച് ചേഞ്ചസ് ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ദിസ് പ്രോഗ്രസീവ് ചേഞ്ചസ് ക്യാൻ ബി സീൻ ഇൻ ദി വുമൻസ് റൈറ്റ് ഓവർ ദി പ്രോപ്പർട്ടി. ഈ ചേഞ്ച് നമുക്ക് എന്തിൽ കൂടി കാണാം? വുമൻസിൻ്റെ പ്രോപ്പർട്ടിയിലുള്ള റൈറ്റ്സിലും നമുക്ക് ഈ ചേഞ്ചസ് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നോക്കാം. ഇനി എന്താണ് പറയുന്നത്? എക്സ്പ്ലെയിൻ ഇൻ മലയാളം എന്ന് പറയുന്നുണ്ട്. ഏത് പോയിന്റ് ആണെന്ന് പറയുക. എത്രാമത്തെ പോയിന്റ് ആണ് മലയാളത്തിൽ പറയേണ്ടതെന്ന് വെച്ചാൽ ചോദിക്കാം. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഹൗവർ ദ കാസ്റ്റ് സിസ്റ്റം ഡിഡ് നോട്ട് ലിമിറ്റ് ദ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദി ഹിന്ദുസ് ആൻഡ് ദ മുസ്ലിംസ്. നമ്മൾ പറഞ്ഞു കാസ്റ്റ് സിസ്റ്റം ഉണ്ടായിരുന്നു എന്ന്. ഈ കാസ്റ്റ് സിസ്റ്റം എന്തിനെ ലിമിറ്റ് ചെയ്യുന്നില്ല? നമ്മുടെ ഹിന്ദുസും അതുപോലെ തന്നെ മുസ്ലിംസും തമ്മിലുള്ള ഇൻട്രാക്ഷനെ എന്ത് ചെയ്യുന്നില്ല? ലിമിറ്റ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. സോ ഇതാണ് നമ്മുടെ സുൽത്താനേറ്റ് പീരീഡിലെ സോഷ്യൽ ലൈഫ് എന്ന് പറയുന്നത്. ദെൻ ഇനി കൊടുത്തിരിക്കുന്നത് നോക്കുക. കമ്പയർ ദ സോഷ്യൽ ലൈഫ് ഇൻ ഏൻഷ്യൻ ഇന്ത്യ വിത്ത് ദാറ്റ് ഇൻ ദി സുൽത്താനേറ്റ് പീരീഡ് ബേസ്ഡ് ഓൺ ദി ഫോളോയിങ് ഹിൻസ്. ഇവിടെ തന്നിരിക്കുന്ന ഹിൻസ്, കാസ്റ്റ് സിസ്റ്റം അതുപോലെ തന്നെ സ്റ്റാറ്റസ് ഓഫ് വുമൻ, ഇത് രണ്ടും നമ്മുടെ ഏൻഷ്യൻ ഇന്ത്യയിൽ എങ്ങനെയാണെന്നും സുൽത്താനേറ്റ് റൂളിൽ എങ്ങനെയാണെന്നും ഡിഫൈൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ നോക്കാം, കാസ്റ്റ് സിസ്റ്റം എങ്ങനെയായിരുന്നു ഏൻഷ്യൻ ഇന്ത്യയിൽ? കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരുപാട് കർശനമായിരുന്നു എന്നാണ് പറയുന്നത്. ഭയങ്കര റിജിഡ് ആയിട്ടായിരുന്നു കാസ്റ്റ് സിസ്റ്റം അവിടെ ഉണ്ടായിരുന്നതെന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ അതെന്താണ്, അവിടുത്തെ ആളുകളുടെ ഡെയിലി ലൈഫിനെയും ഒക്യുപ്പേഷനെയൊക്കെ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. സുൽത്താനേറ്റ് പീരീഡിലാണെങ്കിൽ എന്താ, കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഹിന്ദുസിൻ്റെ ഇടയിലാണ് ഒരുപാട് കണ്ടിന്യൂ ചെയ്യുന്നത്. ദെൻ അതുപോലെ എന്താണ്, മുസ്ലിംസ് ബേസ്ഡ് ഓൺ ദെയർ ഒറിജിൻ ആൻഡ് സ്റ്റാറ്റസ്, അവിടുത്തെ മുസ്ലിംസിൻ്റെ ഒറിജിനും സ്റ്റാറ്റസിലൊക്കെ ബേസ് ചെയ്തിട്ടും കാസ്റ്റ് സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ട്, അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞിരിക്കുന്ന പോയിന്റ് സ്റ്റാറ്റസ് ഓഫ് വുമൻ ആണ്. വുമൻസിൻ്റെ പദവിയാണ് പറഞ്ഞിരിക്കുന്നത്. വുമൻസിൻ്റെ പദവി എങ്ങനെയാണ്? വുമൻ ഹാഡ് സം റൈറ്റ്സ്. ഇവിടെ എന്താണ്, വുമൻസിന് കുറച്ച് റൈറ്റ്സുകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ എന്താണ്, എഡ്യൂക്കേഷനും റിലീജിയസ് റിച്വൽസ്, എന്താണ്, മതപരമായിട്ടുള്ള ആചാരങ്ങളിലൊക്കെ പങ്കെടുക്കാനുള്ള റൈറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ദെൻ ഒരുപാട് ടൈം കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി, ആ പ്രാക്ടീസസിലൊക്കെ അല്ലെങ്കിൽ അങ്ങനത്തെ റൈറ്റ്സ്, എഡ്യൂക്കേഷനിലുള്ള റൈറ്റ്സ് ഒക്കെ അവർക്ക് ലിമിറ്റഡ് ആയി എന്നാണ് പറയുന്നത്. സുൽത്താനേറ്റ് റൂളിലാണെങ്കിൽ അതെങ്ങനെയാണ്, വുമൻ ഫേസ്ഡ് മോർ ലിമിറ്റേഷൻസ്. വുമൻസ് എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ എന്താണ് ഫ്രീഡത്തിൽ, സ്വാതന്ത്ര്യത്തിലൊക്കെ ഒരുപാട് ലിമിറ്റേഷൻസ് ഫേസ് ചെയ്യുന്നുണ്ട്. ദെൻ ബോത്ത് ഹിന്ദു ആൻഡ് മുസ്ലിം വുമൻ ആർ ഡിമിനിഷ്ഡ് പബ്ലിക് പാർട്ടിസിപ്പേഷൻ. അതുപോലെ തന്നെ ഹിന്ദു ആൻഡ് മുസ്ലിം പാർട്ടിസിപ്പേഷൻ ഒക്കെ പബ്ലിക്കിൽ എന്ത് കുറഞ്ഞു വരുന്നുണ്ട്. സോ ക്ലിയർ ആയില്ല. അപ്പം ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മാത്രമാണ് മിസ് പറഞ്ഞത്. സോ ഇതും കൂടി ഇലാബറേറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഇതിൻ്റെ ആൻസർ എഴുതാനായിട്ട്. ഇനി നെക്സ്റ്റ് നോക്കാം. നെയിം സം ആർക്കിടെക്ചറൽ കോൺട്രിബ്യൂഷൻസ് ഫ്രം ദി സുൽത്താനേറ്റ് പീരീഡ് ഫൗണ്ട് ഇൻ ഡൽഹി. ഡൽഹിയിൽ കണ്ടെത്തിയിട്ടുള്ള സുൽത്താനേറ്റ് പീരീഡിൽ നമ്മുടെ ഡൽഹിയിലുള്ള ആർക്കിടെക്ചറൽ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന് എക്സാമ്പിൾസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഏതൊക്കെയാണ്? നമ്മുടെ കുത്തുബ് മിനാർ, തുഗ്ലക്കാബാദ് ഫോർട്ട്, അതുപോലെ തന്നെ ഹോസ്കാസ് കോംപ്ലക്സും അതുപോലെ ലോധി ഗാർഡൻസ് എന്നും പറയുന്നത്. ഇത് നമ്മുടെ ആർക്കിടെക്ചറൽ കോൺട്രിബ്യൂഷൻസിന് എക്സാമ്പിൾ ആണ്. ഒരു 2 മാർക്സിനോ 3 മാർക്സിനോ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ ഇതാണ് നമ്മുടെ ഹിസ്റ്ററിയിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ചാപ്റ്ററും അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ആയിട്ട് നമ്മുടെ ശ്രീവിദ്യാ മിസ് ഇവിടെ വെയിറ്റിംഗ് ആണ്. സോ ശ്രീവിദ്യാ മിസ് വരും, നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്ത് തരും. ഓക്കെ അല്ലേ? അപ്പൊ എല്ലാവരും ക്ലാസ് ഒക്കെ ശ്രദ്ധിച്ചിരുന്നില്ലേ? കമന്റ് സെഷൻ ഒക്കെ ഉഷാറായിരുന്നില്ലേ? അതെ മിസ്സേ. അപ്പൊ അതേമാതിരി ഈ ഒരു ക്ലാസ്സിന് ഇരിക്കണം കേട്ടോ. ഓക്കെ ഓക്കെ മിസ്സേ, ഓൾ ദ ബെസ്റ്റ്. ശരി. അപ്പൊ മിസ്സേ, അപ്പൊ നമ്മളെന്താ നോക്കാൻ പോകുന്നേ? ബാക്കി കഴിഞ്ഞ ചാപ്റ്ററിന്റെ നോട്ട്സ് ഒക്കെ എഴുതിയെടുത്ത് കറക്റ്റായിട്ട് റിവിഷനൊക്കെ ചെയ്തോ? പഠിച്ചതൊക്കെ ഓർമ്മ വന്നു കാണും അല്ലേ? ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ടുവേർഡ്സ് എ ജെൻഡർ ന്യൂട്രൽ സൊസൈറ്റി. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്ററിനെ കുറിച്ച് ഞാൻ പറയുന്നതിലും കൂടുതൽ ചിലപ്പോൾ നിങ്ങൾക്കറിയാമായിരിക്കും അല്ലേ? നിങ്ങൾ 2K കിഡ്സ് ആണ്. പണ്ടത്തെ പോലെ എന്താണ്, ഒരു ജെൻഡർ ബേസ്ഡ് സൊസൈറ്റി അല്ലെങ്കിൽ ചില ജോബ് റോൾസിന് എന്താണ് മെന്നിൻ്റെ ഡോമിനൻസ് ഓക്കെ, ആ ഒരു കാര്യമൊക്കെ ഇന്നത്തെ കുറഞ്ഞു വന്നിട്ടുണ്ട് അല്ലേ? സ്പോർട്സിലാണെങ്കിലും ചില സ്പോർട്സ് ആണെങ്കിലും മെന്നിന് വേണ്ടി മാത്രം പറഞ്ഞു വെച്ചിരിക്കുന്നത് ചില ജോബ് റോൾസ് അല്ലേ? ഇപ്പോൾ ബേസിക്കലി ഒരു യൂണിഫോം ജോബ് റോൾസ് ആണ്, അല്ലെങ്കിൽ എന്താണ് കുറച്ച് ഫിസിക്കൽ വർക്ക് ഉൾപ്പെടുന്ന ജോബ് റോൾസ് ആണെങ്കിൽ ആണുങ്ങളാണ് ചെയ്യേണ്ടത്, മെയിൽ പവർ ആണ് വേണ്ടത് എന്ന് കരുതുന്ന സ്ഥലത്തേക്കൊക്കെ നമ്മളെന്താണ് കുറേ അധികം മാറി വന്നിട്ടുണ്ടല്ലേ? അതുപോലെ തന്നെ എന്താണ് അവിടെ കൂടുതൽ വുമൻസ് വരാനായിട്ട് വുമൺ എംപവർമെൻറ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ആരും ചെയ്യുന്നുണ്ട്? നമ്മുടെ സർക്കാരും ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ ബേസിക്കലി
എന്താണ് ജെൻഡർ ന്യൂട്രൽ സൊസൈറ്റി. നമ്മൾ ആഗ്രഹിക്കുന്നതാണ് എന്താണ് ജെൻഡർ ന്യൂട്രൽ സൊസൈറ്റി, അല്ലെ എല്ലാവരും ഈക്വൽ ആകുന്ന ഒരു സൊസൈറ്റി. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് എന്താണ് സ്വന്തമായിട്ട് എഴുതാൻ പറ്റുന്നതാണ്. നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് കീ പോയിന്റ്സും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ആൻസർ പക്കയാവും. ഓക്കെ, യെസ്, കറക്റ്റ് ആണ് ദേവിനന്ദന. ഓക്കെ, അപ്പൊ ബാക്കി ക്വസ്റ്റ്യൻസിനൊക്കെ ദേവിനന്ദന ഇങ്ങനെ ഉഷാറായിട്ട് ആൻസർ തന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഓക്കെ, സോ എക്സ്പാൻഡ് ദി ടേബിൾ എന്താണ് സെക്സ് ആൻഡ് ജെൻഡർ. ഓക്കെ, അപ്പൊ എന്താണ് സെക്സ് എന്ന് പറയുന്നത് റെഫേഴ്സ് ടു ബയോളജിക്കൽ ഫീച്ചേഴ്സ്. ഓക്കെ, ബയോളജിക്കൽ ഫീച്ചേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഒരാളുടെ സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത് അല്ലേ. ബയോളജിക്കൽ ഫീച്ചേഴ്സ് വെച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാ 2 ടൈപ്പ് ഡിവിഷനാണ് വരുന്നത് അല്ലേ, മെയിൽ ആൻഡ് ഫീമെയിൽ. ഇനി അടുത്തത് ജെൻഡർ വരുമ്പോഴത്തേനോ അവിടെ നമുക്ക് ബൈ ബർത്ത് കിട്ടുന്ന ഒരു കാര്യമല്ലത്. നമ്മൾ ജീവിക്കുന്ന ഒരു സൊസൈറ്റി, അവിടുത്തെ കൾച്ചർ, അവിടുത്തെ സൈക്കോളജിക്കൽ ഫീച്ചേഴ്സ്, ഓക്കെ, ഇതൊക്കെ വെച്ചിട്ടാണ് ഒരാളുടെ ജെൻഡർ എന്ത് ചെയ്യപ്പെടുന്നത്, നിർണ്ണയിക്കപ്പെടുന്നത്. ഓക്കെ, ചില കാര്യങ്ങൾ ചില സ്ഥലത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട് അല്ലേ. ഇപ്പൊ എന്താണ് ബേസിക്കലി നമ്മൾ പറയുമ്പോൾ മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും അവരുടെ ബോഡി ലാംഗ്വേജ്, അവർ ഗെസ്റ്റേഴ്സ്, ഇതൊക്കെ ഒരു രീതിക്ക് ഡിഫൈൻഡ് ആണല്ലേ, നമ്മൾ കേട്ട് വരുന്നൊരു കാര്യമായതുകൊണ്ട് അത് നമ്മുടെ മനസ്സിൽ കിടക്കുന്നതാണ് അല്ലേ. യെസ്, കറക്റ്റ് ആണ്. ബിഹേവിയർ ഇതൊക്കെ വരുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തുണ്ട്, കുറച്ച് കാര്യങ്ങളുണ്ട്. ഈവൺ ഇപ്പോൾ നമ്മൾ മൂവീസും കാര്യങ്ങളൊക്കെ കാണുമ്പോഴാണെങ്കിൽ നമ്മുടെ മനസ്സിലുണ്ടല്ലേ, ഹീറോയിൻ ആണെങ്കിൽ ഇങ്ങനെ ഇരിക്കണം, ഹീറോ ആണെങ്കിൽ എങ്ങനെ ഭയങ്കര സ്റ്റൈലിൽ അങ്ങനെയൊക്കെ വരണം എന്നുണ്ടാവും അല്ലേ. അപ്പോൾ അതെന്താണ് അവിടുത്തെ ഒരു സോഷ്യൽ കൾച്ചറൽ ആൻഡ് സൈക്കോളജിക്കൽ ഫീച്ചേഴ്സ് വെച്ചിട്ടാണ് അത് വരുന്നത്. ഓക്കെ, അപ്പൊ ഇനി എക്സ്പാൻഡ് ചെയ്യാമല്ലോ. എന്തൊക്കെയാണ് പോയിന്റ്സ് വരുന്നത് വേഗം ഒന്ന് പറയാവോ. 2 പോയിന്റ്സും കൂടി 2 ക്വസ്റ്റ്യനിലേക്കും ആഡ് ചെയ്താൽ മതി. അപ്പൊ എന്തൊക്കെയാ വരുന്നത്, സോറി, ബയോളജിക്കലി മെയിൽ ഓർ ഫീമെയിൽ എന്ന രീതിക്ക് വരുന്നതാണ് എന്ത് പറയുന്നത്, സെക്സ് എന്ന് പറയുന്ന ടേബിളിന്റെ അടിയിൽ വരുന്നത്. പിന്നെ ഇറ്റ് ഈസ് ആൻ ആസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് ബൈ ബർത്ത്. ആസ്ക്രൈബ്ഡ് മീൻസ് ബൈ ബർത്ത് കിട്ടുന്ന ഒരു സ്റ്റാറ്റസ് ആണത്. ഇനി അടുത്തത് മാസ്കുലിനിറ്റി ഓർ ഫെമിനിറ്റി. നമ്മൾ പുരുഷത്വം, സ്ത്രീത്വം എന്നൊക്കെ പറയുന്നതാണ് ഈ മാസ്കുലിനിറ്റി, ഫെമിനിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനകത്ത് എന്താ വരുന്നത്, ഇപ്പോൾ മെയിലായിട്ട് ജനിച്ചാലും ചിലപ്പോൾ ഫീമെയിൽസിൻ്റെ പോലെ ബോഡി ലാംഗ്വേജ് ഉള്ള ആൾക്കാരുണ്ടാവും അല്ലേ. ഓക്കെ, മെയിൽ ഓർഗൻസ് ആണ് അവർക്കുള്ളതെങ്കിലും അവർക്ക് എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യാൻ അല്ലെങ്കിൽ അവർക്ക് ബിഹേവ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് വിമനെ പോലെ ആയിരിക്കും. വിമനെ പോലെ ഒരുങ്ങി നടക്കാൻ ഇഷ്ടമുള്ളവരുണ്ടാവും അല്ലേ. അപ്പോൾ എന്താണ് ബൈ ബർത്ത്, ഓക്കെ, അവരുടെ സെക്സ് ഒന്നാണെങ്കിലും അവരുടെ ജെൻഡർ വേറെ ആയിരിക്കും അല്ലേ. അത് ഇന്നത്തെ സൊസൈറ്റിയിൽ നമ്മൾ കണ്ടുവരാറുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ അതെന്താണ്, അതൊരു അച്ചീവ്ഡ് സ്റ്റാറ്റസ് ആണ്. ഓക്കെ, ജെൻഡർ ഇസ് ആൻ അച്ചീവ്ഡ് സ്റ്റാറ്റസ്. ആ 2 പോയിന്റ്സും കൂടി നമുക്ക് അവിടെ എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. അല്ല, സിമ്പിൾ ആണല്ലോ. ഓക്കെ, നമ്മൾ എന്താണ് കാണുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ കേട്ട് വരുന്ന കാര്യങ്ങളായതുകൊണ്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ നമുക്ക് വളരെ സിമ്പിൾ ആയിരിക്കും അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സെക്സ് ആൻഡ് ജെൻഡർ. ഓക്കെ, അപ്പൊ നമ്മൾ കണ്ടത് എക്സ്പാൻഡ് ചെയ്യാനാണ്. ഇവിടെ ഡിഫറൻസ്, റൈറ്റ് ദ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, വെറുതെ ആ ഒരു കാര്യത്തിന്റെ ഡെഫിനിഷൻ കൊടുക്കാതെ, ഓക്കെ, ഡെഫിനിഷൻ കൊടുക്കാതെ അതിലെ ഡിഫറൻസ് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞു, ഇറ്റ് ഈസ് ദ ബയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്. ഓക്കെ, ബയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക് ആണ് അത്. മെയിലിനെയും ഫീമെയിലിനെയും ഡിഫൈൻ ചെയ്യുന്ന ഒരു ബയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക് ആണ്. ഇനി അത് എന്ത് ഡിഫറൻസ് കാണിക്കുന്നു, മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്നുള്ളത് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് അവരുടെ ആ ഒരു സെക്സിൽ വെച്ചിട്ടാണ്. ഓക്കെ, അവിടെ എന്താ വ്യത്യാസം കാണിക്കുന്നത്, ക്രോമസോംസിലുള്ള വ്യത്യാസം വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പിന്നീട് ബയോളജി പഠിക്കുമ്പോൾ പഠിക്കും അത്. ഓക്കെ, XY ക്രോമസോം ആണെങ്കിൽ അതൊരു ബോയ് ആയിരിക്കുമോ ഗേൾ ആയിരിക്കുമോ, അല്ലെങ്കിൽ XX ക്രോമസോം, അങ്ങനെ ക്രോമസോമിൻ്റെ ആ ഒരു കോമ്പോസിഷൻ വെച്ചിട്ടാണ് ഒരാൾ മെയിൽ ആണോ ഒരാൾ ഫീമെയിൽ ആണോ എന്ന് അവിടെ നിർണ്ണയിക്കപ്പെടുന്നത്. ഓക്കെ, പിന്നെ ഫിസിക്കൽ സ്ട്രക്ചേഴ്സ്, ഹോർമോൺസ്, ഇതെല്ലാം എന്താണ് മെയിലും ഫീമെയിലും വ്യത്യസ്തമാണ്. ഓക്കെ, ഇനി ജെൻഡർ എന്താണ്, ഡിപ്പെൻഡ്സ് അപ്പോൺ സോഷ്യൽ കൾച്ചർ ആൻഡ് സൈക്കോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക് അസോസിയേറ്റഡ് വിത്ത് ദ കാറ്റഗറീസ്. അപ്പോൾ ഒരു സ്ഥലത്തെ ആണുങ്ങളൊക്കെ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു സ്ഥലത്തെ ഫീമെയിൽ വിഭാഗക്കാരൊക്കെ ഇങ്ങനെയായിരുന്നു എന്ന് പറയുമ്പോൾ അതും ആ ഒരു ജെൻഡറിനെ നിർണ്ണയിക്കുന്നതിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, യെസ്. അടുത്തത്, വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് ആൻഡ് അച്ചീവ്ഡ് സ്റ്റാറ്റസ്. ആസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് എന്ന് വെച്ചാൽ ബൈ ബർത്ത് നമുക്ക് കിട്ടുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടു എന്താണ് സെക്സ് ഇസ് ആൻ ആസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ്. അതുപോലത്തെയാണ് ഏജ്. ഓക്കെ, എനിക്ക് തിരുത്തണം എന്ന് വെച്ചാൽ എൻ്റെ ഏജ് തിരുത്താൻ പറ്റത്തില്ല. എന്താണ്, എനിക്ക് എത്ര ഏജ് ഉണ്ടോ അത് ബൈ ബർത്ത് കിട്ടിയ കാര്യമാണ്. ഐ കാൺ കറക്റ്റ് ഇറ്റ്, റൈറ്റ്. ഇനി റേസ് ആൻഡ് സെക്സ്, ദീസ് ആർ ഓൾ ആസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ്. ഇനി അച്ചീവ്ഡ് സ്റ്റാറ്റസ് നമുക്കറിയാമല്ലോ. ഓക്കെ, അപ്പോൾ ഓരോരുത്തരുടെയും
ലൈഫിൻ്റെ എന്താണ് ആ ഒരു ഗ്രോത്ത് ഉണ്ടാവും അല്ലേ. ചിലപ്പോൾ അധികം പൈസ ഇല്ലാത്തവരായിരിക്കാം, അവർ നല്ല എഡ്യൂക്കേഷണലി വെൽ ക്വാളിഫൈഡ് ആയിട്ട് അവരെന്താണ് ഒരു ജോബ് നേടിയെടുത്തിട്ടുണ്ടാവാം. അല്ലെങ്കിൽ എന്താ ചിലപ്പോൾ റിച്ച് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവാം, ഏതെങ്കിലുമൊക്കെ സർക്കംസ്റ്റൻസസിൽ അവർ പൂറായി പോയിട്ടുണ്ടാവാം. അപ്പോൾ ഇതൊക്കെ എന്താ നമ്മൾ അച്ചീവ് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. ഓക്കെ, സോ അച്ചീവ്ഡ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് അച്ചീവ്ഡ് ബൈ ഇൻഡിവിജ്വൽസ് ടു ദെയർ ഓൺ എബിലിറ്റി ആൻഡ് ചോയ്സ്. ദേ ആർ ലേൺ ഫ്രം സൊസൈറ്റി ഇൻ കോഴ്സ് ഓഫ് ടൈം. ഓക്കെ, എന്തൊക്കെയാണത്? എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, ഇൻകം, ഒക്യുപ്പേഷണൽ സ്കില്ല് എന്നൊക്കെ പറയുന്നത് നമ്മൾ അച്ചീവ് ചെയ്ത് എടുക്കുന്നതാണ് അല്ലേ. നമ്മളിപ്പോൾ ഈ ഇരുന്ന് പഠിക്കുന്ന കാര്യങ്ങളാണെങ്കിലും ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ആണെങ്കിലും സോഷ്യൽ സയൻസോ എന്താണെങ്കിലും ജനിക്കുന്ന ഒരു കൊച്ചിന് അറിയണം എന്നുണ്ടോ? ഇല്ല. ജനിക്കുന്ന കൊച്ചിന് അവർക്ക് ബേർത്തിന് കിട്ടുന്ന കാര്യങ്ങളുണ്ട് അല്ലേ. ഈ സയൻസോ സോഷ്യലോ പുസ്തകമോ ഒന്നും ഒരു ഇൻഫാൻറ്റ്, ഒരു ജനിച്ച കുട്ടി ആ കുട്ടിക്ക് അങ്ങനെ കിട്ടുന്നതാണോ? ആ കുട്ടി അച്ചീവ് ചെയ്യുന്ന കാര്യമാണ് അല്ലേ. ഓക്കെ, അടുത്തത് who are considered transgender individuals. പേരിൽ തന്നെ ഉണ്ട് ട്രാൻസ്ജെൻഡർ. ഓക്കെ, അപ്പോൾ രണ്ട് ജെൻഡറിൻ്റെ ഒരു പ്രോപ്പർട്ടീസ് ആയിരിക്കും അവർക്ക് ഉണ്ടാവുക. ട്രാൻസ്ജെൻഡർ ഇപ്പോൾ മെയിൽ ആയിരുന്നിട്ട് കൂടി ഫീമെയിൽ ബിഹേവിയർ, ഫീമെയിൽസിൻ്റെ ബോഡി ലാംഗ്വേജ് ഒക്കെ കാണിക്കുന്നവരെയാണ് നമ്മൾ ട്രാൻസ്ജെൻഡർ അല്ലേ. അതിൽ തന്നെ ട്രാൻസ്മെൻ, ട്രാൻസ് വുമൺ ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. എ ട്രാൻസ്ജെൻഡർ ഇസ് എ പേഴ്സൺ ഹു ജെൻഡർ ഡസ് നോട്ട് കറസ്പോണ്ട് വിത്ത് ദ ജെൻഡർ ഹി വാസ് അസൈൻഡ്. ജനിക്കുമ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു സെക്സ് വെച്ചിട്ട് ഡിറ്റർമൈൻ ചെയ്ത ജെൻഡർ ആയിരിക്കില്ല അവർക്കുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് വരുന്നത് എന്തൊക്കെയാണ്? ട്രാൻസ് മാൻ ആൻഡ് ട്രാൻസ് വുമൺ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ട്രാൻസ്ജെൻഡർകാരും കുറേ അധികം അച്ചീവ്മെൻറ്റ്സ് ഇപ്പോൾ നടത്തിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു വേർഡ് നിങ്ങൾക്ക് ഒരുപാട് ഫെമിലിയർ ആയിരിക്കും അല്ലേ. ഇതിൻ്റെ ആൻസർ എഴുതാനും സിമ്പിൾ ആയിരിക്കില്ലേ? ഇല്ലേ? ഒന്ന് അറിയിച്ച കമൻറ്റ് സെക്ഷനിൽ. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ലേ. അടുത്തത്, വൈ ഈസ് ജെൻഡർ കൺസിഡേർഡ് എ സോഷ്യൽ കൺസ്ട്രക്ട്. എന്തുകൊണ്ടാണ് ജെൻഡർ ഒരു സോഷ്യൽ കൺസ്ട്രക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യപ്പെടുന്നത്? ഓക്കെ, എന്തുകൊണ്ടാണ്? സൊസൈറ്റിയൽ എക്സ്പെക്റ്റേഷൻസ് കൊണ്ട്, കൾച്ചറൽ നോംസ് കൊണ്ടും സോഷ്യൽ ഇൻ്റർവെൻഷൻസും കൊണ്ടും ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഒരു ജെൻഡറിനെ നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പോൾ സ്പോർട്സിൻ്റെ ഒരു എക്സാമ്പിൾ പറയാം. നമുക്കൊരു മൂവി ഉണ്ടായിരുന്നു. എത്ര പേര് ആ മൂവി കണ്ടിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. ഓക്കെ, തമിഴിൽ നമുക്ക് കന എന്ന് പറഞ്ഞൊരു മൂവി ഉണ്ടായിരുന്നു. അതിനകത്ത് ആ കുട്ടി ക്രിക്കറ്റ് കളിക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. ഓക്കെ, ആ കുട്ടിക്ക് എങ്ങനെയാ അവിടുത്തെ ആ ഒരു സൊസൈറ്റി വെച്ചിട്ട് പെൺകുട്ടികൾ അങ്ങനെ ക്രിക്കറ്റിലേക്ക് ഇറങ്ങാറില്ല. ബോയ്സിൻ്റെ ഒരു ഗെയിമായിരുന്നു ക്രിക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ആ ഒരു റോള് ഭയങ്കര അധികം ഹിറ്റാവാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് എന്ത് കാണാം? ആ ഒരു കുട്ടി അത്രയും ആ ഒരു സൊസൈറ്റി അങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് ക്രിക്കറ്റിലേക്ക് വന്നൊരു കുട്ടിയാണ് കണ്ടോ. അപ്പോൾ എന്തുകൊണ്ടാണ് അവിടെ അങ്ങനെ ഒരു ബിലീഫ് വന്നത്? ക്രിക്കറ്റ് ഗേൾസിന് പറ്റില്ല എന്നുള്ളത് അത് അവിടുത്തെ ഒരു രീതിയാണ്. അല്ലെങ്കിൽ അവർ ചിന്തിച്ചിരുന്നത് എന്താണ്? പെൺകുട്ടികൾ എപ്പോഴും എന്താണ് സൈലൻ്റ് ആയിട്ട് അല്ലെങ്കിൽ എപ്പോഴും ഒരു സൈലൻറ്റ് മോഡിൽ ഒതുങ്ങി ഇരിക്കേണ്ടവരാണെന്നുള്ളതായിരുന്നു ആ ഒരു കമ്മ്യൂണിറ്റി, അല്ലെങ്കിൽ അവിടെ ആ കാണിച്ചിരുന്ന ആ ഒരു പേഴ്സ്പെക്റ്റീവ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഓരോ സ്ഥലത്തും അത് ഡിഫറെൻ്റ് ആണ് കേട്ടോ. ഓക്കെ, ജസ്റ്റ് ആ ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ. സോ ഇറ്റ് ഇസ് ഷെയ്ഡ് ബൈ സൊസൈറ്റൽ എക്സ്പെക്ടേഷൻസ്, cultural norms and social intervention rather than biological factors. It varies across cultures and changes over time. Okay, മനസ്സിലായല്ലോ. ഇതിലേക്ക് ഒരു എക്സാമ്പിളും കൂടി പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർത്ത് വെക്കാൻ എളുപ്പത്തിന് ഓരോ സ്ഥലത്തും ഓരോ ആൾക്കാരായിരിക്കും ഡോമിനൻ്റ് ആയിട്ടിരിക്കുക. ഓക്കെ, ചില കമ്മ്യൂണിറ്റി അനുസരിച്ച് മെയിൽ ആയിരിക്കും ഡോമിനൻറ്റ്, ചില കമ്മ്യൂണിറ്റീസിൽ ഫീമെയിൽ വിഭാഗക്കായിരിക്കും ഫീമെയിൽ ആയിരിക്കും അവിടെ ലീഡ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഓരോ കൺട്രീസിലും ഇപ്പോൾ ചില സ്ഥലത്ത് നമ്മളെന്താ ഡോമിനൻസി മെയിൽ വരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നോർത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ, ഓക്കെ, നോർത്ത് സൈഡിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ മാറ്റേണൽ ക്ലാൻ ഫോളോ ചെയ്യുന്ന കുറേ കമ്മ്യൂണിറ്റിക്കാരുണ്ട്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അടുത്തത് എക്സ്പ്ലെയിൻ ദ ഗിവൺ ടേംസ്. സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, സോഷ്യലൈസേഷൻ. സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓക്കെ, ദേവി നന്ദന സോഷ്യൽ കൺസ്ട്രക്ട് ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ, ക്ലിയർ ആണോ എന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ ഒന്ന് അറിയിക്കുക, അല്ലെങ്കിൽ നമുക്ക് ഒന്നുകൂടി അതിലേക്കൊന്ന് പോവാം കേട്ടോ. ഓക്കെ, അപ്പോൾ സൊസൈറ്റീനെ ബേസ് ചെയ്തിട്ടും അതുപോലെ തന്നെ ഓരോ സൊസൈറ്റി അല്ലെങ്കിൽ ഓരോ കൾച്ചർ ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ വെച്ചിട്ടുമാണ് എന്ത് പറയുന്നത്? ജെൻഡർ, അതിനെ നമ്മളൊരു സോഷ്യൽ കൺസ്ട്രക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്താണ്? ഇറ്റ് ഈസ് ദി സോഷ്യൽ പ്ലേസ്മെന്റ് ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻ സൊസൈറ്റി ഇൻ ഡിഫറെൻറ്റ് ഹൈറാർക്കിക്കൽ. പല തട്ടുകളിലെ ആയിട്ട് നമ്മൾ ആൾക്കാരെ തിരിക്കുകയാണ്. ഓക്കെ,
പല തട്ടിലായിട്ട്. അതെങ്ങനെ പല തട്ടിലായിട്ട് തിരിക്കുന്നത്? ഇക്വാലിറ്റി ഇല്ലാതെ, ഓക്കെ, ഇക്വാലിറ്റി ഇല്ലാതെ എങ്ങനെയാ? ഹിസ്റ്റോറിക്കൽ എക്സാമ്പിൾസ് ഉണ്ട് അതിന്. അതായത് സ്ലേവ്സ്, എന്താണ് പഴയ കാലത്ത് നമുക്കറിയാം അടിമകളെ, ഓക്കെ, പലതരം ജോലി എടുപ്പിക്കാൻ അടിമകളെ വാങ്ങാറുണ്ടായിരുന്നു അല്ലെ. അവിടെ മനുഷ്യന് ഈക്വൽ ആയിരുന്നോ? ഇല്ല. ഓക്കെ, സ്ലേവറി എന്ന് പറയുന്നത് എന്താണ്? മനുഷ്യരെ നമ്മൾ വിലക്ക് വാങ്ങുന്ന ആ ഒരു സിസ്റ്റം ആയിരുന്നു സ്ലേവറി. ഓക്കെ, അതുപോലെ തന്നെ കാസ്റ്റ് സിസ്റ്റം, പല കാസ്റ്റ് ഉണ്ടായിരുന്നു അല്ലെ. ജോലിക്ക് അനുസരിച്ച് പല കാസ്റ്റുകൾ ഉണ്ടായിരുന്നു, ലോ കാസ്റ്റ്, ഹൈ കാസ്റ്റ്. ഓക്കെ, അപ്പൊ അവർക്ക് എന്തായിരുന്നു? ലോ കാസ്റ്റുകാരെ എപ്പോഴും ഹൈ കാസ്റ്റുകാരെ സെർവ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ കുറേ എക്സ്പ്ലോയിറ്റേഷൻസിൽ ജീവിച്ചവരായിരുന്നു. ഓക്കെ, അപ്പൊ ഇതെന്താണ്? ദിസ് ഇസ് നോൺ ആസ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. ഈ സോഷ്യലൈസേഷൻ എന്താണ്? സോഷ്യലൈസേഷൻ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. അപ്പൊ പലതരം പ്ലാറ്റ്ഫോമുകൾ വഴിയാണെങ്കിലും അല്ലെങ്കിൽ പല മീറ്റപ്പ് വഴിയാണെങ്കിലും നമ്മൾ എന്താ സാധാരണ ചെയ്യാറ്? സോഷ്യലൈസ് ചെയ്യാറ് അല്ലേ. കുറെ സെലിബ്രിറ്റീസിനോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ഇന്റർവ്യൂസിലൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആയിരിക്കും, നിങ്ങൾ സോഷ്യലൈസ് ചെയ്യാറുണ്ടോ? അതായത് എന്താണ്? നമ്മൾ ആൾക്കാരുമായിട്ട് ഇൻവോൾവ് ആകുക, എൻഗേജ്ഡ് ആകുന്നതിനെയാണ് ഈ സോഷ്യലൈസ്, സൊസൈറ്റി ആയിട്ട് എൻഗേജ് ആകുന്നതിനെയാണ് ഈ ഒരു സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ എന്താണ് അപ്പോൾ? ഇറ്റ്സ് എ ലൈഫ് ലോങ് പ്രോസസ് ഫ്രം ബർത്ത് ആൻഡ് കണ്ടിന്യൂസ് ടിൽ ഡെത്ത്. ഓക്കെ, മരണം വരെ നിൽക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ഇൻ ഓർഡർ ടു ഗെറ്റ് ഇന്റഗ്രേറ്റഡ് ആസ് എ പാർട്ട് ഓഫ് സൊസൈറ്റി, ഓക്കെ, നമ്മളൊരു പുതിയ സ്കൂളിൽ ജോയിൻ ചെയ്ത് ഫ്രണ്ട്സ് ഉണ്ടാക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു പുതിയ കമ്പനിയിൽ ജോയിൻ ചെയ്ത് നമ്മൾ കൊളീഗ്സുമായിട്ട് പരിചയപ്പെട്ടൊന്ന് സെറ്റ് ആകുന്നത് പോലെ തന്നെയാണ് നമ്മൾ സൊസൈറ്റിയിലേക്ക് ഒന്ന് ഇന്റഗ്രേറ്റഡ് ആവുന്നത്. ആ ഒരു സൊസൈറ്റിയിലേക്ക് അതിൻ്റെ നോംസും കണ്ടീഷൻസും ഒക്കെ അനുസരിച്ച് ഫിറ്റ് ഇൻ ചെയ്യുന്നത്. ഓക്കെ, സോ ദേ ലേൺ ദി വാല്യൂസ് ആൻഡ് പ്രാക്ടീസസ് ഓഫ് ദി സൊസൈറ്റി അറ്റ് ഡിഫറെന്റ് സ്റ്റേജസ്. ദിസ് ലേണിംഗ് പ്രോസസ് ഇസ് കോൾഡ് സോഷ്യലൈസേഷൻ. ഇതിനെയാണ് സോഷ്യലൈസേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്തത് സോഷ്യൽ നോംസ്. എന്താണ് സോഷ്യൽ നോംസ് എന്ന് പറയുന്നത്? സോഷ്യൽ നോംസ് എന്ന് പറയുന്നത് ദേ ആർ അൺറിട്ടൺ ലോസ് റിഗാർഡിംഗ് ബിലീഫ്സ്, behaviors and attitudes that are considered acceptable in a certain social group or culture. Okay, അപ്പോൾ അതായത് ഇത് അലിഖിതമായതാണ്, എഴുതിയിട്ടുണ്ടാവില്ല, പക്ഷെ നമ്മൾ ഫോളോ ചെയ്യും, റൈറ്റ്? അപ്പോൾ അങ്ങനത്തെ അൺറിട്ടേൺ ലോസ്, ചില വിശ്വാസങ്ങൾ, ചില ബിഹേവിയേഴ്സ്, അല്ലെങ്കിൽ നമ്മൾ ചില ആറ്റിറ്റ്യൂഡ്സ് എന്താണ് നമ്മൾ ഇങ്ങനെ ഫോളോ ചെയ്ത് വരുന്നവയായിരിക്കും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സോഷ്യൽ നോംസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ എന്തൊക്കെയാണ്? ഗ്രീറ്റിംഗ് ആൻഡ് താങ്കിങ് ഇൻഡിവിജ്വൽസ് ആർ എക്സാമ്പിൾസ് ഓഫ് സോഷ്യൽ നോംസ്. ഓക്കെ, പലതരത്തിൽ നമ്മൾ ഓരോ കമ്മ്യൂണിറ്റി അനുസരിച്ച് നമ്മൾ ചിലപ്പോൾ ആൾക്കാരെ ഗ്രീറ്റ് ചെയ്യുന്നത് വ്യത്യസ്ത ഭാഷകൾ അല്ലെങ്കിൽ വ്യത്യസ്ത രീതികളിലൊക്കെ ആയിരിക്കും അല്ലേ. അപ്പോൾ അതെന്താണ്? അതൊരു സോഷ്യൽ നോമാണ്. ഓക്കെ, പിന്നെ അടുത്തതെന്ന് പറയുന്നത് നമുക്ക് ചില അനാചാരങ്ങൾ ഉണ്ടായിരുന്നു, അതും ആ ഒരു സൊസൈറ്റിയുടെ പാർട്ടായിരുന്നു. സതി എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് കേട്ടിട്ടുണ്ടാവും അല്ലേ. ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഭാര്യ ചിതയിലേക്ക് എടുത്ത് ചാടുന്ന ഒരു അനാചാരമായിരുന്നു സതി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മ, അതായത് കാസ്റ്റ് ഡിഫറൻസ് അനുസരിച്ച് ഹൈ കാസ്റ്റുകാർ എന്താണ് ലോ കാസ്റ്റുകാർ പോകുമ്പോൾ വഴി കൊടുക്കണം അല്ലെങ്കിൽ അവരെ തൊട്ടുകൂടാ എന്നുള്ള കാര്യങ്ങളെയാണ് അൺടച്ചബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? ഒരു സൊസൈറ്റി ബേസ് ചെയ്ത് വളർന്നു വന്ന അനാചാരങ്ങളാണ് ഇവരെന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അത് തന്നെ വളരെ കറക്റ്റാണ്, വളരെ കറക്റ്റായിട്ടുള്ള ഒരു ആപ്റ്റ് വേർഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എന്താണ്? പിൻഗാമികൾ കൊണ്ടുവന്നതെല്ലാം അതിനെ തന്നെ നമ്മൾ പറയുന്നത് ആണ് ഈ ഒരു കാര്യം. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. ഇനി വാട്ട് യു മീൻ ബൈ സ്റ്റീരിയോടൈപ്പ്? സംവാട്ട് രണ്ടും സോഷ്യൽ നോമും സ്റ്റീരിയോടൈപ്പും സിമിലർ ആണ്. ബട്ട് മറ്റേതെന്ന് പറയുന്നത് സൊസൈറ്റി ബേസ് ചെയ്തിട്ടാണെങ്കിൽ ഇതിലേക്ക് കൂടുതലും എന്താണ് നമ്മുടെ ക്ലാസ്, കാസ്റ്റ്, റിലീജിയൻ, ഓക്യുപ്പേഷൻ ഇതിൻ്റെയൊക്കെ ഇൻഫ്ലുവൻസ് കയറി വരുന്നുണ്ട്. A stereotype is a social classification of people into groups based on oversimplified and generalized assumptions. So stereotypes are formed on the basis of class, caste, religion, occupation, language, gender and the like. Okay, clear ആണല്ലോ? ഇനി define just society. ജസ്റ്റ് സൊസൈറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ തുല്യതയുള്ള ഒരു സൊസൈറ്റി. എവറി ഇൻഡിവിജ്വൽ റിസീവ്സ് ഈക്വൽ സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ്. ഓക്കെ, സാമൂഹികമായിട്ടാണെങ്കിലും സാമ്പത്തികമായിട്ടാണെങ്കിലും പൊളിറ്റിക്കലി ആണെങ്കിലും എല്ലാവർക്കും തുല്യതയുള്ള ഒരു സൊസൈറ്റിയാണ് എന്ത് പറയുന്നത്? ജസ്റ്റ് സൊസൈറ്റി എന്ന് പറയുന്നത്. അവിടെ കാസ്റ്റിൻ്റെയോ റിലീജിയൻ്റെയോ ജെൻഡറിൻ്റെയോ ബേസിസിലുള്ള എന്തില്ല? ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിരിക്കില്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്തത്, വാട്ട് ആർ ദി റീസൺസ് ഫോർ ദി ജെൻഡർ
ഇന്നിക്വാലിറ്റി. ജെൻഡർ ഇന്നിക്വാലിറ്റിക്കുള്ള റീസൺ എന്താണ്? ഓക്കെ, ജെൻഡർ ഇന്നിക്വാലിറ്റിക്കുള്ള റീസൺ എന്താണ്? ജെൻഡർ റോൾസ്, നോംസ് ആൻഡ് സ്റ്റീരിയോടൈപ്സ് നമുക്ക് കൈമാറി വന്ന, ഇപ്പൊ നേരത്തെ ദേവിനന്ദന പറഞ്ഞ പോലെ പിൻഗാമികൾ നമുക്ക് തന്നു വെച്ചിരിക്കുന്ന, പറഞ്ഞു വെച്ചിരിക്കുന്ന കുറേ അധികം കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ ഈയിടെ നമുക്ക് എന്താണ് ഭയങ്കര ഒരു സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യം അല്ലേ, കോർട്ട് വരെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ടായി. എന്തായിരുന്നു? വീട്ടിൽ എന്ത് ചെയ്യണം എന്നാണ്, വൈഫ് മാത്രമല്ല ഹസ്ബൻഡ്സ് ആണെങ്കിൽ കൂടി അടുക്കള കയറി, അതായത് ക്ലീനിങ്, കുക്കിംഗ്, വാഷിംഗ് എന്നൊക്കെ പറയുന്നത് ഒരു ജെൻഡർ റോൾ അല്ല അല്ലേ. അപ്പൊ അതിന് തീർച്ചയായിട്ടും വീട്ടിൽ എന്താണ്, ഹസ്ബൻഡ് ആണെങ്കിൽ ഹസ്ബൻഡ് വൈഫിനെ ഹെൽപ്പ് ചെയ്തിരിക്കണം അല്ലെ, അച്ഛന്മാരെ അമ്മമാരെ ഹെൽപ്പ് ചെയ്തിരിക്കണം എന്നുള്ളൊരു കാര്യം നമ്മൾ കേട്ടായിരുന്നു അല്ലേ. അപ്പോൾ അതൊക്കെ എന്താണ്, ഇതിൽ തന്നെ പെടുന്നതാണ്. ഓക്കെ, നമ്മൾ കണ്ടുവരുന്ന കാര്യങ്ങളാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ആരാണ്? ജെൻഡർ ഇന്നിക്വാലിറ്റി എന്ന് പറയുന്നത് കൂടുതലും നമ്മൾ ഫോളോ ചെയ്തു വരുന്ന കാര്യങ്ങളിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണല്ലോ. ഇനി വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് റീഇൻഫോഴ്സ്, വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ദാറ്റ് റീഇൻഫോഴ്സ് ജെൻഡർ സ്റ്റീരിയോ ടൈപ്സ്? ഓക്കെ, ഇപ്പോൾ ഞാനൊരു മൂവിയുടെ എക്സാമ്പിൾ പറഞ്ഞു അല്ലേ. അപ്പോൾ അതേമാതിരി പല മൂവികളിൽ നിന്ന്, ഇപ്പോൾ നമ്മൾ സീരിയലൊക്കെ കാണുന്നവരാണെങ്കിൽ ഓക്കെ, സീരിയലിൽ എന്താണ്, നമ്മളൊരു വുമണിനെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ എപ്പോഴും. ഓക്കെ, എപ്പോഴും എന്താണ്, എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ ചെന്ന് പെടുന്ന ഹീറോയിൻ ഹെൽപ്പ് ചെയ്യാനായിട്ട് എന്താണ്, ഭയങ്കര ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള ഒരു ഹീറോ. ഓക്കെ, എന്തുകൊണ്ടാണ്? നമുക്ക് നേരെ തിരിച്ച് ചിന്തിക്കാൻ പറ്റുമോ? നമ്മളത് അങ്ങനെയാണ് കണ്ടിരിക്കുന്നത് അല്ലേ. മൂവീസിലാണെങ്കിലും എപ്പോഴും ഒരു ഡോമിനന്റ് ക്യാരക്ടറായിട്ട് വരുന്നത് മെയിലാണ് അല്ലേ. അപ്പം മീഡിയ ഒക്കെ ഈ കാര്യത്തിൽ ഒരു വലിയ ഇൻഫ്ലുവൻസ് ഉണ്ട്. അതുപോലെ തന്നെ ലാംഗ്വേജസ്, ഫാമിലി, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ. ഓക്കെ, ഇതിലൊക്കെ തന്നെ എന്താണ്, ജെൻഡർ സ്റ്റീരിയോ ടൈപ്സിനെ റീഇൻഫോഴ്സ് ചെയ്യുന്ന കാര്യങ്ങളാണത്. ഓക്കെ, യെസ്. അപ്പോൾ അടുത്തതിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് അതിന് മുന്നേ കുഞ്ഞൊരു ബ്രേക്ക് എടുത്തിട്ട് ഇത്രയും കാര്യങ്ങളൊന്നും മനസ്സിലായോ നോക്കിക്കേ. വെൽക്കം ബാക്ക്. അപ്പോൾ നമുക്ക് ചെറിയ ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക് ടൈം നിങ്ങൾ നല്ലോണം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടായില്ലേ? ഓക്കെ, അപ്പോൾ പഠിച്ചതെല്ലാം ഇപ്പം ഇത്ര നേരം പഠിപ്പിച്ചതെല്ലാം ഒന്ന് നോക്കിയല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ 2 ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹരിത മാം ജോയിൻ ചെയ്യുന്നതായിരിക്കും.
വാട്ട് ഈസ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ? ഞാൻ പറഞ്ഞു തരേണ്ട കാര്യം കൂടി ഇല്ല. എന്താണ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് സപ്രസിങ് ദി ജെൻഡേഴ്സ് ഫോർ ദി സേക്ക് ഓഫ് ഡോമിനൻസ് ഓഫ് വൺ ജെൻഡർ. അതായത് ഒരു ജെൻഡറിന് ഡോമിനൻ്റ് ആയിട്ട് നിൽക്കാനായിട്ട് മറ്റു ജെൻഡറിനെ സപ്രസ് ചെയ്യിക്കുന്നതാണ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. റൈറ്റ് ആൻ എക്സാമ്പിൾ ഓഫ് സ്ട്രഗിൾസ് ഫൗണ്ട് ബൈ വുമൻ ഹു ഫേസ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ. ഓക്കെ, അപ്പോൾ എന്തായിരുന്നു? അപ്പർ ക്ലോത്ത് റിവോൾട്ട്. ഓക്കെ, മാറുമറക്കൽ സമരം എന്ന് നമ്മൾ പറയുന്ന അപ്പർ ക്ലോത്ത് റിവോൾട്ട് ആൻഡ് കല്ലുമല അപ്രൈസിംഗ് ആണ് ഇതിൽ നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അടുത്തതായിട്ട് അടുത്ത ക്വസ്റ്റ്യന് ഹരിതാംസ ഇവിടെ റെഡി ആയിട്ട് നിപ്പുണ്ട്. ഓക്കെ ഓക്കെ, അപ്പോൾ ഹരിതാംസേ അടുത്ത ക്വസ്റ്റ്യൻ പറയല്ലേ? അപ്പോൾ എല്ലാവരും നന്നായിട്ട് ക്ലാസ് ശ്രദ്ധിച്ചല്ലോ അല്ലേ? എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ടീച്ചറാണ് കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ടീച്ചർ തുടങ്ങുകയാണ്. നമുക്കൊരു മാച്ച് ദി ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ നല്ലോണം ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ബൈ. ഓക്കെ, നമുക്കൊരു മാച്ച് ദി ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? കോളം എയും ബിയും തമ്മിൽ മാച്ച് ചെയ്യണം. ഓക്കെ, ആർട്ടിക്കിൾ 14, 15, 16, 19, 21 ആൻഡ് 15A. നമുക്ക് ഇത്രയും ആർട്ടിക്കിൾസ് തന്നിട്ടുണ്ട്. അപ്പൊ ഈ ആർട്ടിക്കിൾസിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? യെസ്, നമ്മൾ ബി പാർട്ട് ഫിൽ ചെയ്യണം. നമുക്കറിയാം ആർട്ടിക്കിൾ 14 എന്തിനെ കുറിച്ചായിരിക്കും പറയുന്നുണ്ടാവുക? ഒന്ന് ആലോചിച്ചേ എല്ലാവരും. ഒന്ന് ഉത്തരം പറഞ്ഞു നോക്കിയേ. യെസ്, ഇറ്റ് വാസ് ബേസ്ഡ് ഓൺ ദ ഇക്വാലിറ്റി ഓഫ് ഓൾ ജെൻഡേഴ്സ് അല്ലേ? ജെൻഡേഴ്സിന്റെ ഇക്വാലിറ്റിയെ കുറിച്ചാണ് അതിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ആർട്ടിക്കിൾ 14 അബൌട്ട് ഇക്വാലിറ്റി ഓഫ് ഓൾ ജെൻഡേഴ്സ്. ദെൻ ആർട്ടിക്കിൾ 15 എന്തിനെ കുറിച്ച് പറയുന്നു? There shall be no gender-based discrimination against any individual. അല്ലേ? ഒരു ഇൻഡിവിജ്വലിന്റെ ബേസിസിലും നമുക്ക് എന്ത് പാടില്ല? യെസ്, ഒരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷനും പാടില്ല. ദെൻ ആർട്ടിക്കിൾ 16 എന്ത് പറയുന്നു? ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഫോർ ഓൾ ജെൻഡേഴ്സ്. എല്ലാവർക്കും നമ്മൾ ഒരേപോലെയുള്ള ഒരു ഇക്വാലിറ്റി കൊടുക്കണം അല്ലേ? സമത്വം കൊടുക്കണം. ദെൻ ആർട്ടിക്കിൾ 19 നമ്മൾ എന്ത് പറയുന്നു? All genders have the right to freely express their gender identity through dress, behavior and action. നമ്മളിടുന്ന ഡ്രസ്സിന്റെ ആയിരിക്കും, നമ്മുടെ ഇടുന്ന ബിഹേവിയർ ആണെങ്കിലും we have the right. Okay, then article 21 എന്താ മക്കളെ പറയണേ? All genders have the right to dignity, individual liberty and privacy. Then article 15A എന്ത് പറയുന്നു? It is the fundamental duty of the Indian citizens to renounce practices derogatory to the dignity of women. സ്ത്രീകളുടെ ഡിഗ്നിറ്റിക്ക് വേണ്ടി എല്ലാം നമ്മൾ എന്താണ്? യെസ്, പ്രവർത്തിക്കണം എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതില് ഇത്രയും ആർട്ടിക്കിൾസും ഇതും നമ്മൾ എന്ത് ചെയ്യുക? നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ, നല്ല രീതിയിൽ പഠിക്കുക. ചിലപ്പോൾ എന്താണ് മാച്ച് ചെയ്യാനായിട്ട് ചോദിക്കും. കൂടുതലും ഇത് വിമനുമായിട്ടും അല്ലെങ്കിൽ നമ്മുടെ ഇക്വാലിറ്റി റിലേറ്റഡും ആയിട്ടുള്ള ആർട്ടിക്കിൾസ് ആണ്. അപ്പൊ ഇത് നന്നായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാം. അപ്പൊ ഈ 2 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് സോഷ്യൽ സയൻസിലെ ഫസ്റ്റ് പാർട്ടിലെ 3rd ടേം എക്സാമിന് ഉള്ളത്. ക്ലിയർ ആയില്ലേ? കോഡ് ഉണ്ടോ ടീച്ചർ? യെസ്, ഇതിൽ നമുക്ക് എന്താ പറയാനുള്ളത് മോളെ? ഇത് നമുക്ക് എങ്ങനെയാണ്? എല്ലാം ജെൻഡർ ബേസ്ഡ് ആണ്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് മാച്ച് ചെയ്യാനായിട്ട് ചോദിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് ആദ്യത്തെ എല്ലാ ജെൻഡേഴ്സും ആണെങ്കിൽ രണ്ടാമത്തെ ഇൻഡിവിജ്വലും ആയിട്ടാണ് പോയിരിക്കണം. അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, കാരണം ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സോഷ്യൽ സയൻസ് 1-ലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആയി? നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഡൗട്ടുകൾ ചോദിച്ചിട്ടുണ്ട് എന്ന് ടീച്ചർക്ക് അറിയാം. അപ്പം നമ്മൾ നെക്സ്റ്റ് പോണത് ഏതിലേക്കാണ്? സോഷ്യൽ സയൻസിലെ സെക്കൻഡ് പാർട്ടിലേക്കാണ്. ഓക്കെ, സെക്കൻഡ് പാർട്ടിൽ നമുക്ക് 2 ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് ആണുള്ളത്. ഏതൊക്കെയാണ്? ദാറ്റ് ഈസ് പ്രൈസ് ആൻഡ് മാർക്കറ്റും അതേപോലെ എലോങ് ദ കോസ്റ്റ് എന്ന് പറയുന്ന 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണുള്ളത്. യെസ്, അപ്പം നമുക്ക് ഈ 2 ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ നമുക്ക് നോക്കാം. സിമ്പിൾ ആയിട്ട് ടീച്ചർ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ ആദ്യത്തെ ചാപ്റ്റർ പ്രൈസ് ആൻഡ് ദി മാർക്കറ്റ് ആണ്. നമുക്ക് നോക്കാം. Given below are the factors of production. Classify them into input and
ഫിക്സഡ് ഇൻപുട്ട് ആൻഡ് വേരിയബിൾ ഇൻപുട്ട് രണ്ടാക്കിയിട്ട് നമ്മുടെ അടുത്ത് ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫിക്സഡ് ഇൻപുട്ടും വേരിയബിൾ ഇൻപുട്ടും. ഏതൊക്കെയാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ അല്ലേ? ലാൻഡും ലേബറും ക്യാപിറ്റലും ഓർഗനൈസേഷനും തന്നിട്ടുണ്ട്. ഇതിനെ ഫിക്സഡ് ഇൻപുട്ടും വേരിയബിൾ ഇൻപുട്ടും ആക്കണം. ഫിക്സഡ് ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? യെസ്, ഇൻപുട്ട് ദാറ്റ് ആർ ഫിക്സഡ് ആയിരിക്കും അല്ലേ? ഒരു ഷോർട്ട് ടേമിൽ പോലും അത് എന്തായിരിക്കും? അത് ഫിക്സഡ് ആയിരിക്കും. അപ്പൊ ഇതില് ഫിക്സഡ് ഇൻപുട്ട് ഏതൊക്കെയാ? ലാൻഡ്, അത് മാറണില്ല അല്ലെ? ലേബർ എന്ത് ചെയ്യും? മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ലേബർ എന്താണ്? വേരിയബിൾ ആണ്. ലേബർ എന്താണ്? വേരിയബിൾ ആണ്. ദെൻ ക്യാപിറ്റൽ, നമ്മൾ ഇടുന്ന തുകയും എന്ത് ചെയ്യും? മാറിക്കൊണ്ടിരിക്കും അല്ലേ? അപ്പൊ ക്യാപിറ്റലും എന്താണ്? വേരിയബിൾ ആണ്. പക്ഷെ ഓർഗനൈസേഷൻ എന്താണ്? എപ്പോഴും ഫിക്സഡ് ആയിരിക്കും. അപ്പൊ ശ്രദ്ധിക്കുക, ലാൻഡും ഓർഗനൈസേഷനും ഫിക്സഡ് ഇൻപുട്ടും ലേബറും ക്യാപിറ്റലും വേരിയബിൾ ഇൻപുട്ടും ആണ്. ക്ലിയർ ആയില്ലേ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ ദ ടേംസ് ഗിവൺ ബിലോ. രണ്ട് ടേം ടീച്ചർ കൊടുത്തിട്ടുണ്ട്. ആ ടേം നമ്മൾ എന്ത് ചെയ്യണം? ഡിഫൈൻ ചെയ്യണം. നമുക്കൊന്ന് ഡിഫൈൻ ചെയ്ത് നോക്കാം കേട്ടോ. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആൻഡ് ഫിക്സഡ് ഇൻപുട്ട്. എന്താണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ? ഇൻപുട്ടുകളെ ഔട്ട്പുട്ടുകളാക്കി മാറ്റുന്നതിനെയാണ് നമ്മൾ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് അതിൽ എന്തൊക്കെ പറയാം? ഇപ്പൊ ഗോതമ്പ് പൊടി അല്ലെ? ഗോതമ്പ് പൊടി എന്തിൽ നിന്ന് ഉണ്ടാക്കുന്നു? ഗോതമ്പിൽ നിന്ന്. അപ്പൊ വീറ്റ് അവിടെ എന്താണ്? ഇൻപുട്ടാണ് അല്ലെ? ഗോതമ്പ് പൊടി എന്താണ്? ഔട്ട്പുട്ടാണ്. അപ്പോൾ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നതിൻ്റെ വീറ്റും വീറ്റ് ഫ്ലോറും. ക്ലിയർ? സോ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഇസ് ദ ടെക്നിക്കൽ റിലേഷൻഷിപ്പ്. ആ വാക്ക് ഏതാണ്? ടെക്നിക്കൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻപുട്ട് യൂസ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ് ആൻഡ് ദ പ്രൊഡ്യൂസ്ഡ് ഔട്ട്പുട്ട്. ഓക്കെ, നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻപുട്ടും അതേപോലെ തന്നെ അതിൽ നിന്നും നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഔട്ട്പുട്ടിനെയുമാണ് നമ്മൾ ഏതെന്ന് പറയുന്നത്? യെസ്, വി കോൾഡ് ഇറ്റ് ആസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഫിക്സഡ് ഇൻപുട്ട്? ഒരു ഷോർട്ട് ടേം പീരീഡിൽ ആണെങ്കിലും ലോങ് ടേം പീരീഡിലാണെങ്കിലും എല്ലാം മാറാത്ത ഇൻപുട്ട്. ഇപ്പൊ നമ്മൾ രണ്ടെണ്ണം പഠിച്ചു അല്ലെ? ഏതൊക്കെയാണ്? ലാൻഡും ഓർഗനൈസേഷനും. ഇത് രണ്ടും എന്താണ്? ഫിക്സഡ് ആണ് എന്ന് നമ്മൾ പഠിച്ചു അല്ലെ? ഇറ്റ് കാനോട്ട് ബി ചേഞ്ച്ഡ് ഫോർ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. ഒരു ചെറിയ പീരീഡ് ഓഫ് ടൈമിലേക്ക് ഇത് എന്ത് ചെയ്യുന്നില്ല? മാറുന്നില്ല. ക്ലിയർ? ദെൻ complete the following words and by including more input. ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഓർക്കുന്നുണ്ടോ? യെസ്, നമ്മൾ ഒരു സാധനം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽസിനൊക്കെയാണ് നമ്മൾ ഇൻപുട്ടുകൾ എന്ന് പറഞ്ഞത് അല്ലേ? അപ്പൊ ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെഷീൻസ് തന്നിട്ടുണ്ട്, ബിൽഡിങ്സ് തന്നിട്ടുണ്ട്, ഓർഗനൈസേഷനും ലാൻഡും തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഫില്ല് ചെയ്യണം. നമുക്ക് ഇതിൽ ഏതൊക്കെ ആഡ് ചെയ്യാം? നമുക്കിതിൽ വാട്ടർ ആഡ് ചെയ്യാം അല്ലേ? വെള്ളം നമുക്ക് ആഡ് ചെയ്യാം. നമുക്കൊരു സാധനം ഉണ്ടാക്കാനുള്ള റോ മെറ്റീരിയൽസ് ആഡ് ചെയ്യാം. ദെൻ ഇലക്ട്രിസിറ്റി, നമുക്കൊരു സാധനം ഉണ്ടാക്കണമെങ്കിൽ കറണ്ട് വേണം അല്ലേ? അപ്പം നമുക്ക് ഇലക്ട്രിസിറ്റി ആഡ് ചെയ്യാം. ദെൻ ലേബർ, നമുക്ക് പണിക്കാർ വേണ്ടേ? എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കാൻ നമുക്ക് എന്ത് വേണം? പണിക്കാർ വേണം അല്ലേ? സോ നമുക്ക് ലേബേഴ്സിനെയും ഇതിന് ആഡ് ചെയ്യാം. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇൻപുട്ട്. ചിലപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് നാളെ പ്രെഡിക്റ്റ് ചെയ്യൂ കേട്ടോ. അപ്പം മാൻ പവർ, യെസ്, മാൻ പവർ ഒക്കെ അതിൽ വരുന്നതാണ്. ക്ലിയർ? യെസ്. Then complete the following diagram. ഈ ഡയഗ്രാം കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഡയഗ്രാം നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്ത് നോക്കിയാലോ? ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? എയും ബിയും സിയും നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. ഇവിടെ ഒരു വേരിയബിൾ ഇൻപുട്ട് തന്നിട്ടുണ്ട്. ഇത് വേരിയബിൾ ഇൻപുട്ട് ആണെങ്കിൽ ഇപ്പുറത്ത് എന്തായിരിക്കും? യെസ്, ഇവിടെ ഫിക്സഡ് ഇൻപുട്ട് ആയിരിക്കും അല്ലേ? ഇവിടെ എന്ത് ഇൻപുട്ട് ആയിരിക്കും? ഫിക്സഡ് ഇൻപുട്ട് ആയിരിക്കും. ക്ലിയർ ആയില്ലേ? ഫിക്സഡ് ഇൻപുട്ടിൽ നമ്മൾ രണ്ടെണ്ണം ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് ഫിക്സഡ് എന്ന് പറയുന്നത്? ലാൻഡും ഫിക്സഡ് ആണ്, അതേപോലെ ഓർഗനൈസേഷനും ഫിക്സഡ് ആണ്. അപ്പൊ നമ്മൾ കംപ്ലീറ്റ് ചെയ്തില്ലേ? ലാൻഡ് ആണെന്ന് മനസ്സിലായില്ലേ? ഇത് ഏതാണ്? വേരിയബിൾ ഇൻപുട്ട് ആണ് അല്ലേ? ഏതൊക്കെ മാറാൻ ചാൻസ് ഉണ്ട്? ലേബറും മാറും, അതേപോലെ തന്നെ ക്യാപിറ്റലും മാറും അല്ലേ? നമ്മൾ ചെയ്യുന്നതിൻ്റെ ക്യാപിറ്റലിലും വ്യത്യാസം വരും,
അല്ലേ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണ എമൗണ്ടിലും ഒക്കെ എന്താണ് വ്യത്യാസം വരും. അപ്പം ഇങ്ങനെയാണ് ടേബിള്. ഈ ടേബിൾ ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് എൻ്റെ മക്കള് പഠിച്ചിട്ടുണ്ടാവണം കേട്ടോ. ഇവിടെ വേരിയബിൾ ഇൻപുട്ടാണ്, ഇവിടെ ഫിക്സഡ് ഇൻപുട്ടാണ്, ഇവിടെ ലാൻഡും ഓർഗനൈസേഷനും, ഇവിടെ ലേബറും, അതേപോലെ ക്യാപിറ്റലും. ഫൈൻ, ക്ലിയർ അല്ലേ? ടീച്ചർ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ് കേട്ടോ. Okay, the following diagram shows the factors influencing the consumption. Find out more factors and complete the diagram. നമ്മളൊരു സാധനം വാങ്ങാനായിട്ട്, നമ്മൾ കൺസ്യൂം ചെയ്യാനായിട്ട് എടുക്കുമ്പോൾ കുറച്ച് സാധനങ്ങൾ നമ്മൾ നോക്കും അല്ലേ, ചില ഫാക്ടേഴ്സ് ഉണ്ടാവും. എന്തൊക്കെയാണ്? ഒന്നാമത്തെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദ കൺസ്യൂമർ. ഓക്കെ, ഒരു കൺസ്യൂമറുടെ ടേസ്റ്റും പ്രിഫറൻസും, എനിക്ക് ഇഷ്ടപ്പെട്ടതാണോ ഞാൻ വാങ്ങുന്നത് എന്ന് നമ്മൾ നോക്കും. പിന്നെ നമ്മൾ എന്ത് നോക്കും? എൻവിയോൺമെന്റൽ അവയർനെസ് അല്ലേ, നമുക്കത് ചുറ്റുപാടും എങ്ങനെയാണ്, എത്രത്തോളം അറിയാമെന്ന് നോക്കും. ക്ലൈമറ്റ്, ഇപ്പം നമ്മൾ നല്ല മഴ പെയ്യുമ്പോൾ നമ്മൾ ഐസ്ക്രീം കഴിക്കുമോ? ഇല്ല. അപ്പം ക്ലൈമറ്റ് നമ്മൾ നോക്കും. ദെൻ ക്വാളിറ്റി, യെസ്, നമ്മൾ പിന്നെ ചെക്ക് ചെയ്യുന്ന 3 കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ക്വാളിറ്റി ആൻഡ് റിലയബിലിറ്റി ഓഫ് ഗുഡ്സ്, സാധനങ്ങൾ വാങ്ങുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ക്വാളിറ്റി വരും. ദെൻ അഡ്വർടൈസിങ് ആൻഡ് മാർക്കറ്റിംഗ് അല്ലേ, ആ സാധനം എത്രമാത്രം ഫേമസ് ആണ്, അഡ്വർടൈസ്മെന്റ് നോക്കി നമ്മൾ കുറേ സാധനം വാങ്ങും അല്ലേ, അപ്പോൾ അഡ്വർടൈസിങ് ആൻഡ് മാർക്കറ്റിംഗ് വരും. ദെൻ ടെക്നോളജി അല്ലേ, നമ്മുടെ സാങ്കേതികപരമായ ആഡുകൾ, യെസ്, ആഡുകളാണ് നമ്മൾ ഏതെന്ന് പറഞ്ഞത് ദേവി? നമ്മൾ അഡ്വർടൈസിങ് എന്ന് പറഞ്ഞത്. ദെൻ ടെക്നോളജി. ക്ലിയർ ആയില്ലേ? യെസ്. Then what are the features of a market? ഒരു മാർക്കറ്റിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും ഒരു മാർക്കറ്റിൽ പോയാൽ? സാധനങ്ങൾ വിൽക്കുന്നത് കാണാം, വാങ്ങുന്നത് കാണാം, പ്രൈസ് കാണാം അല്ലേ, ഉറക്കെ ഇതൊക്കെ വിളിച്ചു പറയുന്നത് കാണാം, ഓഫേഴ്സ് കാണാം. അപ്പോൾ പല സാധനങ്ങളും നമുക്ക് മാർക്കറ്റിൽ കാണാൻ പറ്റും അല്ലേ. അപ്പം നമുക്ക് നോക്കാം. ഗുഡ്സ് ആർ ബീയിങ് സോൾഡ് അല്ലേ, സാധനങ്ങൾ വിൽക്കുന്നത് കാണാം. ദർ ആർ പീപ്പിൾ ഹു ബൈ ഗുഡ്സ് അല്ലേ, സാധനങ്ങൾ വാങ്ങുന്നവരെയും കാണാം. അതേപോലെ നമുക്ക് എന്തൊക്കെ കൂടെ കാണാം? ദർ ആർ പീപ്പിൾ ഹു സെൽ ഗുഡ്സ് അല്ലേ, സാധനങ്ങൾ വിൽക്കുന്നതും നമുക്ക് കാണാനായിട്ട് പറ്റും അല്ലേ. ലോഡിങ് അൺലോഡിങ്, അതെ, നമുക്ക് ലോഡ് ചെയ്യണതും കാര്യങ്ങളൊക്കെ കാണാം അല്ലേ, സാധനങ്ങളൊക്കെ ഏറ്റുമതി ചെയ്യുന്നതും ഇറക്കി വെക്കുന്നതും എല്ലാം നമുക്ക് കാണാം. നമ്മൾ മാർക്കറ്റിലൊക്കെ പോയവരായിരിക്കുമല്ലോ. സോ ഇതൊക്കെയാണ് നമ്മൾ മാർക്കറ്റിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അതൊന്ന് നോട്ട് ചെയ്യുക. ചിലപ്പോൾ ഇതേപോലൊരു പിക്ചർ തന്നിട്ട് ഒരു മാർക്കറ്റിൻ്റെ ഫീച്ചേഴ്സ് എഴുതാനായിട്ട് മേ ബി ചോദിക്കാം. ദെൻ യെസ്, നമ്മൾ ഇമ്പോർട്ടൻറ്റ് സെഷനിലേക്ക് എത്തി അല്ലേ. ഈ ചാപ്റ്ററിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെഷനാണ്. എക്സാം പോയിന്റിൻ്റെ ഗൈഡിൽ പേജ് നമ്പർ 99 ഈ പിക്ചറും അതിൻ്റെ എക്സ്പ്ലനേഷനൊക്കെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ചോദ്യം വരാൻ ചാൻസ് ഉണ്ട് നാളെ, നമുക്കത് പഠിക്കാം കേട്ടോ. എന്താണ് ഇങ്ങനൊരു ഗ്രാഫ് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്? What do the DD and SS curve indicate? ഇതിൽ D, ഇവിടെയാണ് D, ഇവിടെയാണ് D അല്ലേ. DD കർവും ഇവിടെയാണ് SS കർവും എന്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു? DD കർവ് എന്ന് പറയുന്നത് എന്താണ്? ഡിമാൻഡ് കർവ് ആണ്. DD കർവ് എന്താണ്? ഡിമാൻഡ് കർവ് ആണ്. ഡിമാൻഡ് കർവ് എപ്പോഴും എങ്ങനെയായിരിക്കും? താഴത്തേക്ക് സ്ലോപ്സ് ഡൗൺ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ SS എന്ത് കർവാണ്? SS എന്ന് പറയുന്നത് സപ്ലൈ കർവാണ് അല്ലേ. സപ്ലൈ കർവ് ഓൾവേസ് സ്ലോപ്സ് അപ്വേർഡ് അല്ലേ. സപ്ലൈ കർവ് എപ്പോഴും മുകളിലേക്ക്. അപ്പൊ ഇത് SS-ഉം ഇതെന്താണ്? DD-യുമാണ് അല്ലേ. ക്ലിയർ അല്ലേ? ഇത് കൂട്ടിമുട്ടുന്ന ഈ പോയിന്റ് അല്ലേ, ഈ പോയിന്റ് ആണ് നമ്മുടെ ഇക്വിലിബ്രിയം പോയിന്റ്. ആ കൺസെപ്റ്റ് മറക്കരുത് കേട്ടോ. ഡിമാൻഡ് കർവ് എപ്പോഴും താഴത്തേക്കും, സപ്ലൈ കർവ് എപ്പോഴും മുകളിലേക്കുമാണ്. ഓക്കെ, what are the equilibrium price and the equilibrium quantity at point E? Equilibrium priceും equilibrium quantity ആണ് ചോദിക്കുന്നത്. E എന്നുള്ള ഇക്വിലിബ്രിയത്തിൽ പ്രൈസ് എത്രയാണ്? യെസ്, ഇതാണ് നമ്മുടെ പ്രൈസ് അല്ലേ. പ്രൈസ് എന്ന് പറയുന്നത് 15 ആണ് അല്ലേ. അപ്പൊ പ്രൈസ് എത്രയാണ്? 15 ആണ്. ക്വാണ്ടിറ്റി എന്താണ്? അതിന്റെ നേരെ വരുന്ന ക്വാണ്ടിറ്റി, ദാറ്റ് ഈസ് 30. ക്വാണ്ടിറ്റി എത്രയാണ്?
ഇക്വിലിബ്രിയം എന്നാൽ എന്താണ്? ഇക്വിലിബ്രിയം എന്നാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഡിമാൻഡും സപ്ലൈയും ഉണ്ട് അല്ലേ? അപ്പൊ ഈ ഡിമാൻഡും സപ്ലൈയും കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റിനെയാണ് നമ്മൾ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞത്. ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇക്കോണമി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു അവസ്ഥ. ഓക്കെ, ബയേഴ്സ് ആണെങ്കിലും സെല്ലേഴ്സ് ആണെങ്കിലും ഈ പ്രൈസിൽ ഓക്കെ ആണ് എന്ന് പറയുന്ന ഒരു അവസ്ഥേനെയാണ് നമ്മൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അതല്ലാത്ത അവസ്ഥേനെ അപ്പം നമ്മൾ എന്ത് പറയും? ഡിസ്ഇക്വിലിബ്രിയം എന്ന് പറയും. ഓക്കെ, ഇക്വിലിബ്രിയം അല്ല, സ്ഥിരതയല്ല എന്ന് പറയുന്നൊരു സിറ്റുവേഷൻ. അപ്പോൾ ഇക്വിലിബ്രിയം പ്രൈസും ക്വാണ്ടിറ്റിയും, പ്രൈസ് എത്രയാണ്? 15 ആണ് അല്ലേ? ക്വാണ്ടിറ്റി എത്രയാണ്? 30 ആണ്. ഓക്കെ, ദെൻ 15 ആണ് പ്രൈസ്, 30 ആണ് ക്വാണ്ടിറ്റി. Okay, is there any other situation at which the demand and supply curve are equal in the figure? ഈ ഫിഗറിൽ വേറെ ഏതെങ്കിലും സിറ്റുവേഷനിൽ ഡിമാൻഡ് കർവും സപ്ലൈ കർവും ഈക്വൽ ആവുന്നുണ്ടോ? വേറെ സിറ്റുവേഷനിൽ ഇല്ല. ആകെ ഈ ഒരൊറ്റ പോയിന്റേ ഉള്ളൂ അല്ലേ? അപ്പൊ നമ്മുടെ ആൻസർ ഇവിടെ എന്താണ്? നോ ആണ്. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നാളെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ക്ലിയർ ആയില്ലേ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഡിഫൈൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, വെരി ഇമ്പോർട്ടൻറ്റ് വൺ. എന്താണ് സുസ്ഥിര വികസനം? എന്താ സുസ്ഥിര വികസനം? നമ്മൾ ഇപ്പോൾ ഉള്ള തലമുറ അവരുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റണം. പക്ഷേ എന്തു ചെയ്യരുത്? യെസ്, വരും ഭാവി തലമുറയുടെ റിസോഴ്സസ് ഒന്നും തന്നെ നമ്മൾ കളയരുത്. ഇതാണ് കറക്റ്റായിട്ട് മലയാളത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? സസ്റ്റൈനബിൾ development is when the need of the present generation are met without compromising the need of future generation. എന്താണ്? നമ്മൾ ഭാവി തലമുറയുടെ നീഡ്സ്, ഓക്കെ, ആവശ്യങ്ങളിൽ ഒന്നും ഒരു കുറയ്ക്കലും വരുത്തരുത്, ഒരു കുറവും വരുത്താതെ ഇന്നത്തെ തലമുറയുടെ നീഡ്സ് എല്ലാം നമ്മൾ എന്ത് ചെയ്ത് പോകണം? കറക്റ്റ് ചെയ്ത് പോകണം. The collection of 17 goals set by United Nations is known as Sustainable Development Goal. Okay, ഈ 17 ഗോൾസും ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ 17 ഗോൾസിനെയുമാണ് നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എന്ന് പറയുന്നത്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് നന്നായി പഠിച്ചോളാം. എന്താണ്? മീറ്റിംഗ് ദ നീഡ് ഓഫ് present generation without compromising the need of future generation. സാറ്റിസ്ഫൈയും നീഡ്സും, യെസ്, without compromising the need of future generation. അതും കൂടെ ആലോചിക്കുക. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, then write any 5 sustainable development goals. ഏതെങ്കിലും 5 sustainable development goals ആണ് എഴുതേണ്ടത്. നമുക്കറിയാം ടോട്ടൽ 17 എണ്ണം ഉണ്ട്, അതിൽ 5 എണ്ണം ആണ് എഴുതേണ്ടത്. അപ്പോൾ ടീച്ചർ ഇവിടെ ഒരു 5 എണ്ണം കാണിച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു 7 എണ്ണം പഠിക്കുക. ഓക്കെ, അപ്പോൾ നോ പോവർട്ടി, ദാരിദ്ര്യം പാടില്ല. ദെൻ നോ ഹങ്കർ, അല്ലേ, വിശപ്പ് ഉണ്ടാവരുത്. ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീങ്, ആരോഗ്യവാനായിരിക്കണം. ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ, നമുക്ക് ശുദ്ധമായിട്ടുള്ള വെള്ളം കിട്ടണം. ജെൻഡർ ഇക്വാലിറ്റി, അല്ലേ, നമ്മൾ എന്താണ് എല്ലാവരും ഒരേപോലെ ആയിരിക്കണം. അപ്പം 5 എണ്ണം ടീച്ചർ എഴുതിയിട്ടുണ്ട്. പ്ലസ് ഒരു 5 എണ്ണം കൂടെ ടീച്ചർ പറയാം, ഡിസ്കസ് ചെയ്യാം. ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ, ഓക്കെ, സോറി, അതിവിടെ പറഞ്ഞു. അഫോർഡബിൾ ആൻഡ് ക്ലീൻ എനർജി, അല്ലേ, നല്ല എനർജി കിട്ടണം. ഡീസൻറ്റ് വർക്ക് ആൻഡ് ഇക്കണോമിക് ഗ്രോത്ത്, അല്ലേ, നമുക്ക് സാമ്പത്തിക വളർച്ച ഉണ്ടാവണം. റെഡ്യൂസ് ഇൻഇക്വാലിറ്റീസ്, അസമത്വങ്ങൾ ഇല്ലാതെയാക്കണം. ലൈഫ് ഓൺ ലാൻഡ്, എന്താണ്, നമ്മൾക്ക് നല്ല രീതിയിൽ ജീവിതം നയിക്കാനായിട്ട് പറ്റണം. കൾച്ചർ എല്ലാം നമുക്ക് പറയാം. അപ്പം 17 എണ്ണത്തിൽ ഒരു 7 എണ്ണം നന്നായിട്ട് പഠിച്ചു വെക്കുക. എന്തായാലും സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് നമുക്ക് നാളെ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. Then define the terms demand, supply and disequilibrium. നമ്മൾ 3 ടേമും പഠിച്ചു കഴിഞ്ഞു. ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു മക്കളെ? യെസ്, വില്ലിങ്നെസ് ആൻഡ് എബിലിറ്റി ടു പേ, അല്ലേ, നമ്മൾ ഒരു സാധനം വാങ്ങുന്നതിനുള്ള
വില്ലിങ്നെസ്സും എബിലിറ്റിയും, നമുക്കത് വാങ്ങാനുള്ള ഇഷ്ടവും അത് വാങ്ങാൻ നമുക്ക് പറ്റുമോ, ഇത് രണ്ടും വില്ലിങ്നെസ് ആൻഡ് എബിലിറ്റി ടു പേ, അതിനെയാണ് നമ്മൾ ഡിമാൻഡ്, ഡിസയർ ഓഫ് എ കൊമോഡിറ്റി. ഓക്കെ, ഒരു സാധനം വാങ്ങാനുള്ള നമ്മുടെ ഡിമാൻഡിൻ്റെ ഡിസയറും അതിൻ്റെ എബിലിറ്റിയും വില്ലിങ്നെസ്സും, ഈ 3 ടേമും ഡിമാൻഡിൽ വരണം. അപ്പോൾ സപ്ലൈ എന്താണ്? യെസ്, ഒരു ഫിക്സഡ് പ്രൈസിൽ നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നതിനെയാണ് നമ്മൾ സപ്ലൈ എന്ന് പറയുന്നത്. ഓക്കെ, സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി റെഡി ടു ബി സോൾഡ്, എന്താണ്? വിൽക്കുന്നതാണ്. ഇൻ ദ മാർക്കറ്റ് അറ്റ് ഗിവൺ പ്രൈസ്, തന്നിരിക്കുന്ന പ്രൈസിൽ. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. തന്നിരിക്കുന്ന പ്രൈസിൽ ഫോർ എ സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം. ഓക്കെ, അപ്പോൾ ഡിമാൻഡ് എന്ന് കേൾക്കുമ്പോൾ ആലോചിക്കുക, അത് കൺസ്യൂമേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. ഓക്കെ, സപ്ലൈ എന്ന് കേട്ടാൽ ആലോചിക്കുക, അത് പ്രൊഡ്യൂസേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. ക്ലിയർ ആയില്ലേ? ക്വാളിറ്റി അവർ സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ, ദെൻ ക്വാളിറ്റി അല്ല ക്വാണ്ടിറ്റി ആണ് കേട്ടോ, ക്വാണ്ടിറ്റി ആണ്. Then the condition in which demand and supply are not equal, നമ്മൾ പറഞ്ഞു ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആവുന്ന പോയിന്റ് ആണ് ഇക്വിലിബ്രിയം എങ്കിൽ, ഇത് രണ്ടും ഈക്വൽ ആവാത്ത പോയിന്റിനെയാണ് നമ്മൾ ഡിസ്ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഡിമാൻഡും സപ്ലൈയും അവിടെ എന്തല്ല? ഈക്വൽ അല്ല. ഓക്കെ, വാട്ട് ഡു യു മീൻ ബൈ പ്രൈസ് കൺട്രോൾ? പ്രൈസ് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ടീച്ചർ ഒരു കഥ പോലെ പറഞ്ഞുതരാം. പ്രൈസ് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മാർക്കറ്റുകാർ എന്ത് ചെയ്യും? അവർക്ക് ഇഷ്ടമുള്ള റേറ്റിൽ പ്രൈസസ് കൊടുക്കും അല്ലേ? അപ്പം അങ്ങനെ കൂട്ടി കൊടുക്കുമ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കൺസ്യൂമേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല? അത് വാങ്ങാനായിട്ട് പറ്റില്ല, ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഈ സപ്ലയേഴ്സ് കൊടുക്കുന്ന റേറ്റിനെ തടയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെന്റ് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഇടപെടുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ പ്രൈസ് കൺട്രോൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് ദ ഗവൺമെന്റ് ദാറ്റ് ഫിക്സസ് സപ്പോർട്ട് പ്രൈസസ് ഫോർ അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ് ടു കൺട്രോൾ ദ മാർക്കറ്റ് പ്രൈസ്. സോ ഫിക്സിംഗ് ദ ഹൈയസ്റ്റ് ആൻഡ് ദ ലോവസ്റ്റ് ഓഫ് for goods and services by government is known as price control. ഇത്രയും ആലോചിച്ചാൽ മതി. ഹയസ്റ്റ് പ്രൈസും ലോവസ്റ്റ് പ്രൈസും ഗവൺമെന്റ് എന്ത് ചെയ്യും? ഫിക്സ് ചെയ്യും. ഇതിനെയാണ് നമ്മൾ പ്രൈസ് കൺട്രോൾ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ആലോചിച്ചാൽ മതി കേട്ടോ. വാട്ട് സപ്പോർട്ട് പ്രൈസ് ഇൻ അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റ്? അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റിൽ സപ്പോർട്ട് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് നോക്കാം. മിനിമം പ്രൈസ് ഫിക്സ്ഡ് ബൈ ദ ഗവൺമെന്റ് ഓൺ അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റ് ഈസ് കോൾഡ് മിനിമം സപ്പോർട്ട് പ്രൈസ്. അഗ്രികൾച്ചറൽ നമ്മുടെ സാധനങ്ങൾക്ക്, അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സിന് ഗവൺമെന്റ് ഫിക്സ് ചെയ്യുന്ന ഒരു മിനിമം പ്രൈസ്. ഓക്കെ, ഒരു മിനിമം പ്രൈസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മിനിമം സപ്പോർട്ട് പ്രൈസ് എന്ന് പറയുന്നത്. കാരണം എന്താണ്? ഫാമേഴ്സ് ഒക്കെ ചിലപ്പോൾ ചില നഷ്ടങ്ങൾ എന്ത് ചെയ്യും? ഫേസ് ചെയ്യേണ്ടി വരും അല്ലേ? അപ്പം ഈ നഷ്ടങ്ങളൊക്കെ നികത്താൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നത്? മിനിമം സപ്പോർട്ട് പ്രൈസ് കൊടുക്കുന്നത്. ക്ലിയർ ആയില്ലേ? യെസ്, ഓക്കെ, യെസ്, മിനിമം സപ്പോർട്ട് പ്രൈസ്. Then explain digital marketing. Digital marketing എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? The marketing of goods and services with the help of digital channels by using information technology. നമ്മൾ മാർക്കറ്റിംഗ് നടത്താണ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം? മാർക്കറ്റിംഗ് നടത്താണ്. എന്ത് ഉപയോഗിച്ചുകൊണ്ട്? യെസ്, ഇൻഫർമേഷൻ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട്, പുതിയ സാങ്കേതിക വിദ്യകൾ യൂസ് ചെയ്തുകൊണ്ട്. ഇതിനെയാണ് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൻ അഡ്വാൻസ്ഡ് ഡിജിറ്റൽ സിസ്റ്റം ദാറ്റ് യൂസസ് ദ ഇന്റർനെറ്റ് ഇൻറ്റൻസീവ്ലി. ഇവിടെ നമ്മൾ എന്താണ് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്? ഇന്റർനെറ്റ് ആണ്. ക്ലിയർ ആയില്ലേ? യെസ്. What are the major features of digital marketing? Digital marketing ന്റെ ഫീച്ചേഴ്സ് എന്താണ്? ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പം നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഫീച്ചേഴ്സ് നോക്കാം. ഇറ്റ് സേവ്സ് ടൈം അല്ലേ? പുതിയ ടെക്നോളജി, ബാർകോഡ് സ്കാനിങ് എക്സെട്ര. ഓക്കെ, അപ്പം നമുക്ക് എന്ത് പറയാം? സേവ്സ് ടൈം അല്ലേ? നമ്മുടെ ടൈം സേവ് ചെയ്യുന്നത്. ദെൻ ഡൈവേഴ്സ് പ്രൊഡക്ട്സ് ആൻഡ് അട്രാക്റ്റീവ് ആണ്. ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ന്യൂ ജോബ് ഓപ്പർച്യൂണിറ്റീസ് അല്ലേ? എല്ലാവർക്കും പുതിയ ജോബ് ഓപ്പർച്യൂണിറ്റീസ് എല്ലാം എന്തു കൊടുക്കും? ഡിജിറ്റൽ മാർക്കറ്റിംഗ്
കൊടുക്കും. ക്ലിയർ അല്ലേ? യെസ്. ഇനിയിപ്പോൾ അതിന് എക്സ്പ്ലനേഷൻ വേണ്ടല്ലോ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദ മേജർ മാർക്കറ്റിംഗ് ടെക്നിക്സ്? ഇമ്പോർട്ടൻ്റ് ആണ് ഇത്. ചിലപ്പോൾ ഗ്രാഫ് ഒക്കെ വരച്ചിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സൺ ഡയഗ്രം ഒക്കെ വരച്ചിട്ട് ചിലപ്പോൾ ചോദിക്കും. എന്താണ് മേജർ മാർക്കറ്റിംഗ് ടെക്നിക്സ്? ഏതൊക്കെയാണ്? ഡിസ്കൗണ്ട് ആൻഡ് റിബേറ്റ്. ഓക്കെ, ദെൻ ഇ കൊമേഴ്സ് ആക്ടിവിറ്റീസ് ഒക്കെ, ഓൺലൈൻ സ്റ്റോർ, ഇപ്പൊ പുതിയ ഫ്ലിപ്കാർട്ട് പോലുള്ള ഓൺലൈൻ ഷോപ്സ് ഒക്കെ ഉണ്ട് അല്ലേ, അത്. ദെൻ സെയിൽ ഓഫ് ക്വാളിറ്റി പ്രൊഡക്ട്സ് അല്ലേ, നല്ല ഗുണമേന്മയുള്ള പ്രൊഡക്ട്സിന്റെ ഒക്കെ സെയില്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്തിൽ ഉൾപ്പെടുത്താം? മാർക്കറ്റിംഗ് ടെക്നിക്സിൽ ഉൾപ്പെടുത്താനായിട്ട് പറ്റും. ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൽ എന്താണ് കാണിച്ചിരിക്കുന്നത്? മുകളിലേക്ക് പോകുന്ന ഒരു കർവാണ് അല്ലേ. മുകളിലേക്ക് പോകുന്ന കർവിനെ നമ്മൾ എന്ത് പേരിലാണ് പറയുക? സപ്ലൈ കർവ് എന്നാണ് പറയുക. നമുക്ക് നോക്കാം. How much was the quantity the producer was ready to sell when the price of the product changed from rupees 5 to 10? 5 രൂപയിൽ നിന്നും 10 രൂപയിലേക്ക് മാറുമ്പോൾ പ്രൊഡക്ട്സിന്റെ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാവുന്ന മാറ്റം എന്താണ്? 5 രൂപയായിരുന്നപ്പോ പ്രൊഡ്യൂസർ എത്ര വിറ്റു? 10 ആണ് വിറ്റത് അല്ലേ. 5 ആയിരുന്നപ്പോ പ്രൊഡ്യൂസർ 10 ആണ് വിറ്റത്. അത് 10 രൂപയായി കൂടിയപ്പോ പ്രൊഡ്യൂസർ എത്ര ക്വാണ്ടിറ്റി വിറ്റു? 20 ക്വാണ്ടിറ്റി വിറ്റു. ഓക്കെ, അപ്പോ ആൻസർ എന്താണ്? when the price of the product increases from 5 to 10, the quantity the producer ready to sell is changed from 10 kg to 20 kg. ക്ലിയർ അല്ലേ? നമുക്ക് പിക്ചർ കണ്ടാൽ തന്നെ ആൻസർ ചെയ്യാം. Specify the relation between the quantity supply and price in the supply curve. Quantity supplyയും പ്രൈസും തമ്മിലുള്ള റിലേഷൻ, എന്ത് റിലേഷൻ ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്? ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണ് അല്ലേ. കാരണം എന്താ? പ്രൈസ് കൂടുമ്പോൾ ക്വാണ്ടിറ്റി സപ്ലൈയും കൂടുന്നു. ക്ലിയർ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു പിക്ചർ നോക്കൂ. ഇതെന്താണ്? താഴത്തോട്ടുള്ള ഒരു ഡിമാൻഡ് കർവ് ആണ് അല്ലേ. ഈ ഡിമാൻഡ് കർവിൽ എന്താ ക്വസ്റ്റ്യൻ? ബേസ്ഡ് ഓൺ ദ ഗ്രാഫ് ഓഫ് ഡിമാൻഡ് കർവ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാം. ഹൗ മച്ച് ഈസ് ദ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് വെൻ ദ പ്രൈസ് ഓഫ് ദ പ്രൊഡക്റ്റ് ഇൻക്രീസസ് ഫ്രം 5 to 10? അപ്പോ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ എത്ര മാറ്റം വന്നു? അപ്പൊ 5 രൂപയായിരുന്നപ്പോ ക്വാണ്ടിറ്റി, ഒരാൾ വാങ്ങിയിരുന്ന ക്വാണ്ടിറ്റി എത്രയാണ്? ദാറ്റ് ഈസ് 5 രൂപയായിരുന്നപ്പോ ഒരാൾ വാങ്ങിയിരുന്നത് 50 ക്വാണ്ടിറ്റി ആണ്. അത് 10 രൂപയായപ്പോൾ അയാൾക്ക് എത്രയേ വാങ്ങാൻ പറ്റുള്ളൂ? 40 വാങ്ങാൻ പറ്റുള്ളൂ. അയാൾക്ക് എത്രയേ വാങ്ങാൻ പറ്റുള്ളൂ? യെസ്, 40 ആണ്. കറക്റ്റ് ആണ് കേട്ടോ ആൻസർ. 40 ആണ്. അപ്പോൾ അതാണ് നമ്മൾ എഴുതേണ്ടത്. ഇവിടെ എന്താണ് പറയുന്നത്? പ്രൊഡക്റ്റും പ്രൈസും തമ്മിലുള്ള എന്താണ് റിലേഷൻഷിപ്പ് സ്റ്റേറ്റ് ചെയ്യാൻ. എന്ത് റിലേഷൻഷിപ്പ് ആയിരിക്കും? ഇൻഡയറക്റ്റ് റിലേഷൻ. പ്രൈസ് കൂടുമ്പോൾ സാധനം വാങ്ങുന്നത് കുറയും അല്ലെ, ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ്. പക്ഷെ പ്രൈസ് കൂടുമ്പോൾ സപ്ലൈ ചെയ്യുന്നത് എന്ത് സംഭവിക്കും? കൂടും. അപ്പൊ അത് മാത്രം ഒന്ന് ആലോചിക്കുക. എന്താണ്? പ്രൈസ് കൂടുമ്പോൾ സപ്ലൈ കൂടും, പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കുറയും. സോറി, പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയും. ഇവര് തമ്മിൽ ഡയറക്റ്റ് റിലേഷനും ഇവര് തമ്മിൽ ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പും ആണ്. ക്ലിയർ ആയില്ലേ? സോ ഐ തിങ്ക് ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഫ്രം ദിസ് ചാപ്റ്റർ. നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ടീച്ചർ പറഞ്ഞു തന്നത്. ഓക്കെ, നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോവാം. ചാപ്റ്റർ 8 എന്താണ്? എലോങ് ദ കോസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ എലോങ് ദ കോസ്റ്റിൽ നിന്നും നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾക്ക് നോക്കാം. ഹൗ ക്യാൻ ദ കോസ്റ്റൽ പ്ലെയിൻ ഓഫ് ഇന്ത്യ ബി ഡിവൈഡഡ് ഓൺ ദ ബേസിസ് ഓഫ് ലൊക്കേഷൻ ആൻഡ് ഫിസിയോഗ്രഫിക് ക്യാരക്ടറിസ്റ്റിക്സ് എക്സ്പ്ലെയിൻ. ഓക്കെ, നമുക്ക് നോക്കാം. ദ കോസ്റ്റൽ പ്ലെയിൻ ഓഫ് ഇന്ത്യ ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു 2. നമുക്ക് രണ്ടായിട്ട് നമുക്ക് എന്താണ്? ക്രിസ്റ്റൽ ക്ലിയർ മാം, താങ്ക് യു. ഓക്കെ, അപ്പൊ നമുക്ക് കോസ്റ്റൽ പ്ലെയിൻസിന്റെ രണ്ട് ക്ലാസിഫിക്കേഷൻ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഒന്ന് വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനും രണ്ടാമത്തെ ഏതാണ്? ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനും ആണ്. ഓക്കെ, വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ എന്നും ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ എന്നും
നമുക്ക് നോക്കാം. ഈസ് ദിസ് ക്ലാസ് വിൽ ബി ഫിനിഷ്ഡ് ബൈ ദിസ് ചാപ്റ്റർ. നമ്മൾ ഈ ചാപ്റ്ററും ഡിസ്കസ് ചെയ്തിട്ട് നമ്മുടെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ടേമിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇതൊരു നാരോ സ്ട്രിപ്പാണ്. ഓക്കെ, ഇതൊരു നാരോ സ്ഥലമാണ്. ലാൻഡ് ലൈയിങ് ബിറ്റ്വീൻ പെനിൻസുലർ പ്ലാറ്റു ആൻഡ് അറേബ്യൻ സീ. അറബിക്കടലിൻ്റെയും പെനിൻസുലർ പ്ലാറ്റുവിൻ്റെയും ഇടയിലുള്ള ഒരു നാരോ പ്ലേസ് ആണ്. ഓക്കെ, സോ ഇറ്റ് ഈസ് എ സബ്മേർജ്ഡ് കോസ്റ്റ്. ഇതെന്താണ്? ഒരു സബ്മേർജ്ഡ്, ഒരുപാട് കോസ്റ്റുകൾ ചേരുന്നതാണ്. Then the backwaters found along the coast which are also called കായൽ. ഓക്കെ, നമ്മൾ കായലുകൾ എന്ന് നമ്മൾ പറയും. കോസ്റ്റുകളുടെ ബാക്കിലുള്ള ബാക്ക് വാട്ടേഴ്സിന് നമ്മൾ എന്ത് പറയും? കായലുകൾ എന്ന് പറയും. The western coastal plain can be divided into 3. വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനുകളെ നമ്മൾ 3ആയി ക്ലാസിഫൈ ചെയ്യും. ഗുജറാത്ത് കോസ്റ്റ്, കൊങ്കൺ കോസ്റ്റ് ആൻഡ് മലബാർ കോസ്റ്റ്. ഓക്കെ, മാപ്പ് ക്വസ്റ്റ്യൻ കാണിക്കാം. ഇതിന്റെ മാപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ലാസ്റ്റ് നമ്മൾ ഇതിന്റെ ഈ ചാപ്റ്ററിന്റെ എൻഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് മാപ്പ് ക്വസ്റ്റ്യൻസ് കാണിക്കാം. ദെൻ ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് റിലേറ്റീവ്ലി വൈഡ് ആൻഡ് ദ കോസ്റ്റൽ ഏരിയ ലൈയിങ് ബിറ്റ്വീൻ ഈസ്റ്റേൺ ഗട്ട്സ് ആൻഡ് ബേ ഓഫ് ബംഗാൾ. ഇതെന്താണ്? വെസ്റ്റേൺ കോസ്റ്റലിനേക്കാൾ വൈഡ് ആണ്. ബേ ഓഫ് ബംഗാളിന്റെയും ഈസ്റ്റേൺ ഗട്ട്സിന്റെയും ഇടയിലാണ്. Then these were formed as a result of the depositional process by peninsular rivers like Mahanadi, Godavari, Krishna, Kaveri. It is an emerged coast. Okay, ഇതെന്താണ്? ഇതൊരു എമേർജ്ഡ് കോസ്റ്റ് ആണ്. കൃഷ്ണ, ഗോദാവരി, കാവേരി എന്ന് പറയുന്ന പല നദികളിൽ നിന്നുമാണ് ഇത് എമേർജ് ആയിരിക്കുന്നത്. This coastal plain of the deltas include Mahanadi, Godavari, Krishna and കാവേരി റിവേഴ്സ്. അപ്പം ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമുക്ക് ചിലപ്പോൾ ഒരു എസ്സേക്കൊക്കെ ചിലപ്പോൾ നമുക്ക് നാളെ ചോദിക്കാം. എക്സ്പ്ലെയിൻ റാൻ ഓഫ് കച്ച്. റാൻ ഓഫ് കച്ച് എന്താണ് എന്നുള്ളതാണ്. റാൻ ഓഫ് കച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോൾട്ട് മാർച്ചാണ്. ഓക്കെ, ഉപ്പുള്ള ഒരു സ്ഥലമാണ്. ഇത് ഇന്തോ പാക് ബോർഡറിലാണ് ഇത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, റാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുജറാത്തിൽ എന്താ മീൻ എന്നറിയോ? ഡെസേർട്ട്, മരുഭൂമി എന്നാണ്. എന്താണ്? മരുഭൂമി എന്നാണ്. ഇത് എന്താണ്? നമ്മുടെ മൺസൂൺ സമയത്ത് ഇവിടെ നമുക്ക് വാട്ടർ ആയിരിക്കും കൂടുതലായിട്ട് കാണാൻ പറ്റുക. പക്ഷെ മൺസൂൺ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ഉപ്പുള്ള മരുഭൂമിയായിട്ട് ഈ സ്ഥലം മാറും. ഇതിനെയാണ് നമ്മൾ റാൻ ഓഫ് കച്ച് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, then how far are the Lakshadweep Island located from Kerala coast and what are their primarily found? എന്താണ്? ലക്ഷദ്വീപ് ഐലൻഡ് കേരള കോസ്റ്റിൽ നിന്നും എത്ര ദൂരെയാണ് എന്നാണ്. എത്രയാണ് നമുക്ക് നോക്കാം. they are located about 280 to 480 kilometer. ഓക്കെ, 280 മുതൽ 480 കിലോമീറ്റർ വരെയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? യെസ്, ലക്ഷദ്വീപ് ഐലൻഡ് കേരള കോസ്റ്റിൽ നിന്നും വിട്ടു നിൽക്കുന്നത്. ഓക്കെ, ആൻഡ് ദേ ആർ പ്രൈമർലി ഫോൾഡ് ബൈ കോറൽ ലീവ്സ്. പവിഴപ്പുറ്റുകൾ കൊണ്ട് നിറഞ്ഞതാണ് ഈ പറയുന്ന ലക്ഷദ്വീപ് ഐലൻഡ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? യെസ്. Then what are some of the major tourist attractions and geomorphic features of the Andaman and Nicobar Island? Okay, Andaman Nicobar Islandile tourist attractions എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്തൊക്കെയായിരിക്കും? The major tourist attractions and geomorphic features of the Andaman and Nicobar Islands include coral reefs, അല്ലേ, നമ്മുടെ പവിഴപ്പുറ്റുകളും ബീച്ചുകൾ, അല്ലേ, surrounded by water. Yes, സ്ഥലം എന്താണ്? വെള്ളത്തോണ്ട് നിറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ അവിടെ കാണാൻ ഭയങ്കര മനോഹരമായിരിക്കും, അല്ലേ. അപ്പം നമുക്ക് കോറൽ ലീവ്സ് പറയാം, ബീച്ചസ് പറയാം, then limestone caves, സാൻഡി ബീച്ചസ്. ഓക്കെ, മണൽത്തരികൾ കൊണ്ടുള്ള ബീച്ചസ് ഉണ്ട്. റോക്കി ഔട്ട് ക്രോപ്സ്, സീ ആർക്സ്, ക്ലിഫ്സ്, ടൈഡൽ ക്രീക്സ്. അങ്ങനെ നമുക്ക് എന്തെല്ലാം ഒരു കടലിൽ നിന്നും കാണാൻ പറ്റുമോ ഇതെല്ലാം നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും. ഓക്കെ,
Then differentiate between land breeze and sea breeze. Land breeze ഉം sea breeze ഉം തമ്മിലുള്ള ഡിഫറൻസ് എഴുതാനാണ് പറയുന്നത്. ലാൻഡ് ബ്രീസും സീ ബ്രീസും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് ഈ പിക്ചറിലൂടെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഇത്ര കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഡേ ടൈമിൽ നടക്കുന്നത്, രാവിലെ കാലങ്ങളിൽ നടക്കുന്നത് ഏതാണ്? സീ ബ്രീസ് ആണ്. ഓക്കെ, നൈറ്റിൽ നടക്കുന്നതാണ് നമ്മളെ ലാൻഡ് ബ്രീസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ രണ്ടാമത്തെ ഒരു കാര്യം ശ്രദ്ധിക്കുക. പകൽ സമയത്ത് എവിടെയായിരിക്കും ചൂട് കൂടുതൽ? ഈ ഭാഗത്ത് അല്ലെ, ലാൻഡില് ചൂട് കൂടുതലായിരിക്കും. ലാൻഡിൽ ചൂട് കൂടുമ്പോൾ കടലിൽ എന്തായിരിക്കും, അല്ലെങ്കിൽ കടലില് ചൂട് എന്തായിരിക്കും? കുറവായിരിക്കും അല്ലെ, കൂൾ എയർ ആയിരിക്കും. കൂൾ എയർ ആവുമ്പോൾ തന്നെ അവിടുത്തെ പ്രഷർ എന്തായിരിക്കും? ഹൈ പ്രഷർ ആയിരിക്കും. ഓക്കെ, ഇവിടെ ലാൻഡിലെ മുകളിലുള്ള എയർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ലോ പ്രഷർ ആയിരിക്കും. അപ്പോൾ ഈ ഹൈ പ്രഷറിൽ നിന്നും ലോ പ്രഷറിലേക്ക് എന്ത് സംഭവിക്കും? യെസ്, ഹൈ പ്രഷറിൽ നിന്നും ലോ പ്രഷറിലേക്ക് കാറ്റ് വീശും. ഇതിനെയാണ് നമ്മൾ സീ ബ്രീസ്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് പേരിടുക? സീ ബ്രീസ് നമ്മൾ എങ്ങനെയാണ് പേരിടുക? യെസ്, എവിടെ നിന്ന് എങ്ങോട്ടാണോ അടിക്കുന്നത് അതാണ്. ഓക്കെ, ഇപ്പൊ സീയിൽ നിന്നും ലാൻഡിലേക്കാണ് കാറ്റ് വീശുന്നതെങ്കിൽ അത് സീ ബ്രീസ്. അത് നടക്കുന്ന സമയം എപ്പോഴാണ്? രാവിലെ, ഡേ ടൈമിലായിരിക്കും. രാത്രി എന്താണ്? ഇതിന്റെ റിവേഴ്സിൽ നടക്കും. സീ എന്തായിരിക്കും? ചൂടായിരിക്കും. കരഭാഗം എന്തായിരിക്കും? തണുക്കും അല്ലെ. അപ്പോ തണുത്ത ഭാഗത്തിനായിരിക്കും എപ്പോഴും ചൂടുള്ള ഭാഗത്തിനേക്കാൾ പ്രഷർ കൂടുതൽ, ഹൈ പ്രഷർ. അപ്പോ ഈ ലാൻഡിൽ എന്തായിരിക്കും? ഹൈ പ്രഷർ ആയിരിക്കും. അപ്പൊ ലാൻഡിൽ നിന്നും ലോ പ്രഷറിലേക്ക് എന്താവും മക്കളെ? കാറ്റ് വീശും അല്ലെ. അങ്ങനെ വീശുമ്പോ രാത്രി എന്ത് സംഭവിക്കും? ലാൻഡ് ബ്രീസ് സംഭവിക്കും. ഇത്രയേ ഉള്ളൂ. ഈ കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ ഇതിൽ നിന്നും എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ആൻസർ ചെയ്യാം. അപ്പൊ ഇങ്ങനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് വരും. ചിലപ്പോൾ എന്തായിരിക്കും? ഫില്ല് ചെയ്യാനായിട്ട് വരാം. ചിലപ്പോൾ എക്സ്പ്ലനേഷൻ ആയിട്ട് ചോദിക്കാം. അപ്പൊ ഇതെല്ലാം നമുക്ക് ടീച്ചർ ഇപ്പൊ പറഞ്ഞതിൽ നിന്നും നിങ്ങൾ എഴുതിയാൽ മതി. ക്ലിയർ ആയില്ലേ? കാറ്റ് വീശും. യെസ്. ദെൻ ക്ലാസിഫൈ ഇൻടു ഡ്രൈ കോസ്റ്റൽസ് ആൻഡ് വെസ്റ്റ് കോസ്റ്റൽ വെജിറ്റേഷൻ ഫ്രം ദ ഫോളോയിങ്. നമുക്ക് കുറച്ച് വെജിറ്റേഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ ഡ്രൈ കോസ്റ്റൽ വെജിറ്റേഷനും വെറ്റ് കോസ്റ്റൽ വെജിറ്റേഷനും തമ്മിൽ ക്ലാസിഫൈ ചെയ്യാനാണ്. സിമ്പിൾ ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം അല്ലെ. ഡ്രൈ കോസ്റ്റൽ വെജിറ്റേഷൻ എന്ന് പറയുന്നത് സാൻഡി സ്ട്രെയിൻഡ് വെജിറ്റേഷൻസും റോക്കി സ്ട്രെയിൻഡ് അല്ലെ, നമ്മൾ കല്ലും മണ്ണും അതിലൊക്കെ വളരുന്ന വെജിറ്റേഷൻസ് ആയിരിക്കാം. പക്ഷെ വെസ്റ്റ് കോസ്റ്റൽ എന്ന് പറയുന്നത് എന്താണ്? മാൻഗ്രൂവ്സ് വരാം, സോൾട്ട് മാർഷ് പ്ലാന്റ്സ്, ദെൻ സീ വീഡ്, സീ ഗ്രാസ്, കോറൽ പ്ലാന്റ്സ് അല്ലെ. ഇങ്ങനത്തെ കടലുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചെടികളൊക്കെ ഏതിലായിരിക്കും വരുന്നത്? വെറ്റ് കോസ്റ്റൽ വെജിറ്റേഷൻ. ഇവിടെ കുറച്ച് ഹാർഡ് ആയിരിക്കും അല്ലെ. ഡ്രൈ കോസ്റ്റലിൽ എന്തായിരിക്കും? കുറച്ചും കൂടെ ഹാർഡ് ആയിരിക്കും. ഓക്കെ, which type of soil is commonly found in the eastern coastal area of India and what other soil can be found there? Okay, eastern coastal നമുക്ക് ഏത് ടൈപ്പ് ഓഫ് സോയിൽ ആണ് കാണാൻ പറ്റുക എന്നുള്ളതാണ്. ഏത് ടൈപ്പ് ആണ്? അലൂവിയൽ സോയിൽ ആണ് നമുക്ക് കാണാനായിട്ട് പറ്റുക അല്ലോ. പിന്നെ നമുക്ക് അവിടെ ഏതൊക്കെ സോയിൽ കാണാൻ പറ്റും? യെസ്, ലാറ്ററൈറ്റ് സോയിൽ പറ്റും, ബ്ലാക്ക് സോയിൽ എല്ലാം നമുക്ക് അവിടെ കാണാനായിട്ട്. യെസ്, കറക്റ്റ് ആണ് കേട്ടോ. അലൂവിയൽ സോയിൽ ആണ്. അതിന് കൂടെ നമുക്ക് ബ്ലാക്ക് സോയിൽ ഒക്കെ കാണാനായിട്ട് സാധിക്കും. What are the main economic activities of people living in the coastal region? Coastal region താമസിക്കുന്നവരുടെ മേജർ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. എന്തൊക്കെയാണ്? The people living in the coastal region are agriculture and fishing അല്ലെ. കൃഷിയും അതേപോലെ മത്സ്യബന്ധനം ഒക്കെയാണ് ഇവരുടെ മേജർ. യെസ്, ഫിഷിംഗ് കറക്റ്റ് ആണ്. Then other important activity include mineral based industries, shipbuilding, fish processing, salt manufacturing and tourism. ഇതെല്ലാമാണ് നമുക്ക് ഇതിൽ വരുന്നത്. ക്ലിയർ ആയില്ലേ? ഇതിപ്പോ എക്സ്പ്ലനേഷൻ്റെ ഒന്നും ആവശ്യമില്ല അല്ലേ. ഡിഫൈൻ ലഗൂൺസ്. ലഗൂണുകൾ എന്നാൽ എന്താണ്? ഇതാണ് ലഗൂൺ അല്ലേ. നമ്മുടെ തീരദേശത്തിൽ നിന്നും നോക്കുമ്പോൾ ഇങ്ങനെ ഒറ്റപ്പെട്ട് കിടക്കുന്ന അല്ലെ ഒരു വാട്ടർ ബേസ്ഡിലുള്ള ഒരു സ്ഥലമാണ് ലഗൂൺസ് എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ എന്താണ്?
Lagoons are shallow water bodies along the coast that are separated from sea either by sandbars or coral reefs. Okay, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലഘൂണുകൾ എന്ന് നമ്മൾ പറയുന്നത്. Then, what are ports important for the economic development of coastal region? Okay, coastal region importsന് വേണ്ടിയിട്ട് പോർട്ടുകളുടെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് എന്നാണ്. So ports play a crucial role in the economic development of coastal region as they facilitate export and import of industrial product and raw material, boosting trade and industry. എന്തൊക്കെയാണ് പറയുന്നത്? യെസ്, നമ്മുടെ കോസ്റ്റൽ ഏരിയാസിൽ എന്ത് നമ്മൾ പറയുന്നുണ്ട്? യെസ്, പോർട്ടുകൾ വേണം, സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യാനും രാജ്യത്തിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്, അല്ലെ? രാജ്യങ്ങളുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ പറയാനായിട്ട് പറ്റും? യെസ്, ക്രൂഷ്യൽ റോൾ ഇൻ ദ ഇക്കണോമിക് ഡെവലപ്മെന്റ് ഓഫ് കോസ്റ്റൽ റോൾ ടു ഫെസിലിറ്റേറ്റ് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്. ഒരു സാധനം എക്സ്പോർട്ട് ചെയ്യാനും ഇമ്പോർട്ട് ചെയ്യാനും ഒക്കെ നമുക്ക് എന്ത് വേണം മക്കളെ? യെസ്, വി നീഡ് പോർട്ട്സ്, അല്ലേ? നമുക്ക് പോർട്ടുകൾ വേണം. Then mark the 3 divisions of the western coastal plain of the outline map of India. അല്ല, ഇതാണ് നിങ്ങൾ ചോദിച്ച ചോദ്യം. എന്താണ്? രാജ്യത്തിന്റെ മാപ്പ് തന്നിട്ടുണ്ട്, ഇതിൽ കോസ്റ്റൽ പ്ലെയിനുകൾ എന്താണ് എന്നുള്ളതാണ്. ഇതിൽ കോസ്റ്റൽ പ്ലെയിൻസിനെ 3ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി പഠിച്ചു, അല്ലേ? ഏതൊക്കെയാണ്? ഗുജറാത്ത് കോസ്റ്റ് വന്നു, കൊങ്കൺ കോസ്റ്റ് വന്നു, മലബാർ കോസ്റ്റ്. ഇങ്ങനെ 3 ഇമ്പോർട്ടൻറ്റ് കോസ്റ്റുകൾ ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? ഈ 3 കോസ്റ്റും നല്ല രീതിയിൽ പഠിച്ചു വെക്കുക. പ്ലസ് എന്താണ്, നമ്മൾ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ടേം ലൈവ് ഒക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ മാപ്പ് ക്വസ്റ്റ്യൻസ് അതിൽ നമ്മൾ കൊടുത്തത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും, അല്ലേ? അപ്പോൾ ഈ 3 എണ്ണം എന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ പഠിക്കാം. സോ ഐ തിങ്ക് ദിസ് പോർഷൻ ഇസ് സോ ഫാർ ക്ലിയർ, അല്ലേ? ക്ലിയർ ആണല്ലോ, അല്ലേ? എല്ലാവർക്കും ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടീച്ചർ എന്ത് ചെയ്യാണ്? യെസ്, നമ്മുടെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ടേമിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനായിട്ട് വിദ്യാമിസ് ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് വിദ്യാമിസിനെ വിളിച്ചിട്ട് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പം മിസ്സിൻ്റെ ക്ലാസ്സൊക്കെ എല്ലാവരും ശ്രദ്ധിച്ചിരുന്നല്ലോ? ഓക്കെ, അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാൻ പോവുകയാണ്. അപ്പോൾ വേഗം ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത്, ഇത് നമ്മൾ കൊടുത്തേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തെ പോയിന്റ്സ് വെച്ച് നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പോയിന്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുറേ ടൈപ്പ് ക്വസ്റ്റ്യൻസിന് ഈ ഒരു പോയിന്റ് ബേസ് ചെയ്തിട്ട് പല രീതിക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ ഇതിനുള്ള ആൻസർ ഇതിനകത്ത് പോയിന്റ്സ് ആയിരിക്കും കേട്ടോ. ഓക്കെ, നാഷണൽ കമ്മീഷൻ ഫോർ വുമൻ എന്താ പറയുന്നത്? ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ഓഫ് ദി നാഷണൽ വുമൻസ് കമ്മീഷൻ ഇസ് ടു ഇന്റർവൈൻ ഇൻ ദ വേരിയസ് ഇഷ്യൂസ് ഫേസ്ഡ് ബൈ വുമൻ ഇൻ സൊസൈറ്റി ആൻഡ് ടു സജസ്റ്റ് ലീഗൽ സൊല്യൂഷൻസ്. ഓക്കെ, അപ്പോൾ സ്ത്രീകൾ നേരിടുന്ന കുറേ പ്രശ്നങ്ങൾക്ക് എന്താണ് അതിൽ ഇടപെട്ടിട്ട് അതിന് വേണ്ടുന്ന സഹായം, അതായത് നിയമസഹായം ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു കമ്മീഷൻ ചെയ്യുന്നത്. എപ്പോഴാണ് ഫൗണ്ടഡ്? 31 ജാനുവരി 1992 കമ്മീഷൻ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഓക്കെ, കമ്മീഷനിൽ ആരൊക്കെയുണ്ട്? ചെയർപേഴ്സൺ ഉണ്ട്, 5 മെമ്പേഴ്സും ഒരു മെമ്പർ സെക്രട്ടറിയും ഉണ്ട്. ഓക്കെ, അടുത്തത് മെമ്പേഴ്സ് ഓഫ് ദി കമ്മീഷൻ ആരാ? ഗവൺമെന്റ് ആണ് ഈ മെമ്പേഴ്സ് അപ്പോയിന്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ടെനർ, അവരുടെ ആ ഒരു പീരീഡ്, ആ ഒരു ഓഫീസേഴ്സ് ഇരിക്കുന്ന പീരീഡ് എന്ന് വെച്ചാൽ 3 years ആണ്. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ന്യൂഡൽഹിയാണ്. ഓക്കെ, മെയിൻ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ വുമൺ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളെ കുറിച്ച് അതിലിടപെട്ട് നിയമസഹായം നൽകാനാണ്. ഓക്കെ, അടുത്ത അപ്പോൾ നോക്കാം. റൈറ്റ് ദ ഫങ്ഷൻസ് ഓഫ് നാഷണൽ കമ്മീഷൻ ഫോർ വുമൻ. ഓക്കെ, സോ അപ്പോൾ എന്തൊക്കെയാണ്? ഒരു പോയിന്റ് നമ്മൾ തലയിൽ വെച്ചിട്ടുണ്ട്, അല്ലേ? അടുത്തത് എന്താണ്? എക്സാമിൻ ദ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷണൽ ആൻഡ് ലോസ് ഫോർ ദ സേഫ്റ്റി ഓഫ് വുമൺ. സ്ത്രീകളെ സഹായിക്കാനായിട്ട് നിയമത്തിൻ്റെ വഴികൾ ഏതൊക്കെയാണ്, അവർക്ക് വേണ്ടി സഹായിക്കുന്ന ലോസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കുക. അടുത്തത് സബ്മിറ്റ് പ്രപ്പോസൽ ഫോർ ലെജിസ്ലേഷൻ ടു പ്രൊട്ടക്ട് വുമൻസ് റൈറ്റ്സ്. ഓക്കെ, അപ്പോൾ എന്താണ്? വുമൻസ് റൈറ്റ് പ്രൊട്ടക്ട് ചെയ്യുന്നതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ലെജിസ്ലേഷൻ പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. ഇനി അത് കമ്മീഷൻ്റെ തന്നെ ജോലിയാണ്. ജെൻഡർ ജസ്റ്റിസ്. ഓക്കെ, ഒരു ജെൻഡർ സ്ത്രീയാണ് എന്നുള്ള രീതിക്ക് നീതി നിഷേധിക്കപ്പെടരുത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ള ആക്ടിവിറ്റീസ് ചെയ്യുക. ഇന്റർവൈൻ ഇൻ വേരിയസ് ഇഷ്യൂസ്, സമൂഹത്തിൽ നിന്ന് നേരിടുന്ന പലതരം ഇഷ്യൂസിന് ഇടപെട്ടിട്ട് അവർക്ക് വേണ്ട
സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. ഇതൊക്കെ കമ്മീഷന് കീഴിൽ വരുന്ന ഫങ്ഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് നമ്മൾ എന്താണ് പഠിച്ച് പേപ്പറിൽ എഴുതാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളല്ലാതെ ആ കാര്യങ്ങൾ ഉൾക്കൊണ്ട് പഠിക്കുക അല്ലേ. നമ്മൾ സമൂഹത്തിൽ കാണുന്ന നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളിപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അടുത്തത് നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്. എപ്പോഴും നമ്മൾ പറയുമ്പോഴത്തേനും സ്ത്രീകളും കുട്ടികളും എന്ന് നമ്മൾ കേൾക്കാറുണ്ട് അല്ലേ, സ്ത്രീകളും കുട്ടികളും. ഓക്കെ, അപ്പോൾ എന്താണ് നമുക്ക് കെയർ കൊടുക്കേണ്ടുന്ന കാറ്റഗറിയാണ്. ഓക്കെ, പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ ഇപ്പം എന്താണ് അവർക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. എഡ്യൂക്കേഷൻ വേണം, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് വേണം. കാരണം ഫുഡിൻ്റെ വെറും ഫുഡല്ല, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡിൻ്റെ ലാക്ക് കാരണം കുറേ അധികം എന്താണ് അസുഖങ്ങൾ നേരിടുന്ന കുട്ടികളുണ്ട് അല്ലേ. അപ്പോൾ ന്യൂട്രീഷ്യസ് ഫുഡ് അവരുടെ ബേസിക് റൈറ്റ് ആണ്. പിന്നെ എഡ്യൂക്കേഷനും. ഓക്കെ, അപ്പോൾ എന്താ പറയുന്നത്, അതിന് വേണ്ടിയിട്ടാണ് നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്. അപ്പോൾ എന്താ, the National Commission for Protection of Child Rights is established to protect the rights of children. ഓക്കെ, കുട്ടികളുടെ റൈറ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കമ്മീഷൻ തന്നെ രൂപീകരിച്ചിരിക്കുന്നത്. കമ്മീഷൻ ഫങ്ഷൻസ് അണ്ടർ ദി മിനിസ്ട്രി ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ്. എന്താണ്, വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് മിനിസ്ട്രിക്ക് കീഴിൽ വരുന്നതാണ്. അത് വന്നിരിക്കുന്നത് 5 മാർച്ച് 2007 ഓക്കെ, ആരൊക്കെയാണ് ആ ഒരു കമ്മീഷനിലുള്ളത്? ചെയർപേഴ്സണും 6 മെമ്പേഴ്സും ആണ്. എന്താണ് മെയിൻ ആയിട്ട് കമ്മീഷന്റെ എയിം? ഞാൻ പറഞ്ഞതുപോലെ തന്നെ എഡ്യൂക്കേഷൻ, ഹെൽത്ത് എന്ന് പറയുമ്പോൾ ന്യൂട്രീഷ്യസ് ഫുഡ് ഇല്ലാതെ എങ്ങനെയാണ് ഹെൽത്ത് വരുന്നത് അല്ലേ, കെയർ, വെൽഫെയർ, പിന്നെ എന്താ വരുന്നത്, അതുപോലെ തന്നെ ജസ്റ്റിസ് ഓഫ് ചിൽഡ്രൻ. ഓക്കെ, അപ്പോൾ എന്താണ് കുട്ടികൾക്ക് പലതരം പീഡനങ്ങൾ നേരിടേണ്ടി വരുന്നവരുണ്ടാവാം അല്ലേ. അതുപോലെ തന്നെ ഇൻ കേസ് ഓക്കെ ഇപ്പോൾ ഉപേക്ഷിക്കപ്പെട്ട കുട്ടികളാണെങ്കിൽ ഓക്കെ അവർക്ക് സമൂഹത്തിൽ നിന്ന് അല്ലെങ്കിൽ എന്താണ് ബാലവേലയൊക്കെ ചെയ്യിക്കുന്ന കുറേ അധികം ആളുകളുണ്ട് അല്ലേ. അപ്പോൾ അതിൽ നിന്നൊക്കെ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് കമ്മീഷൻ്റെ ഫങ്ഷൻസിൽ പെടുന്നതാണ്. ഓക്കെ, ദ കേരള സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് വർക്ക്സ് ഫോർ പ്രൊട്ടക്ടിങ് ദ റൈറ്റ്സ് ഓഫ് ചിൽഡ്രൻ ഇൻ കേരള. കേരള സ്റ്റേറ്റ് കമ്മീഷൻ ആണെങ്കിൽ കേരളത്തിലെ കുട്ടികൾക്ക് ഈ ഒരു ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്തത് കംപ്ലീറ്റ് ദ ടേബിൾ. എൻറ്റർ ദി നെയിംസ് ആൻഡ് ഇയർ ഓഫ് ഇൻഫർമേഷൻ ഓഫ് ദി വേരിയസ് കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഫോർ ദ എക്സ്റ്റൻഷൻ ഓഫ് ഡെമോക്രസി ഇൻ ദ ടേബിൾ ഗിവൺ ബിലോ. ഓക്കെ, അപ്പോൾ എന്താണ് കമ്മീഷനും അവരുടെ ഇയറും ആണ്. ഓക്കെ, അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. എന്താണ് ഇലക്ഷൻ കമ്മീഷൻ വന്നിരിക്കുന്നത് 1950 അതുപോലെ തന്നെ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ വാസ് ഫോംഡ് ഇൻ 1993. നാഷണൽ കമ്മീഷൻ ഫോർ വുമൻ വാസ് ഫോംഡ് ഇൻ 1992. നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് 1993. ഓക്കെ, അപ്പോൾ എന്താണ് മൈനോറിറ്റീസ് എന്താണ് കുറവ് അല്ലെ, കുറവ് പോപ്പുലേഷനുള്ള വിഭാഗങ്ങൾ ഉണ്ടാവും. മൈനോറിറ്റീസ് വി കോൾ ദം, പലതരത്തിലുള്ള മൈനോറിറ്റീസ് ഉണ്ടാവും. ലാംഗ്വേജ് മൈനോറിറ്റീസ് ആകാം. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള കമ്മീഷനാണ് കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ്. ഇനി നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസ്സസ് അത് ഫോം ചെയ്തിരിക്കുന്നത് 1993. പിന്നെ എന്താണ് സ്റ്റേറ്റ് വുമൻസ് കമ്മീഷൻ ദാറ്റ് വാസ് ഫോംഡ് ഇൻ 1996. ഓക്കെ, അപ്പോൾ ബാക്കി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനായിട്ട് അൻസ്ലാമിസ് വെയിറ്റിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഓക്കെ ഓക്കെ മിസ്സേ. ഓക്കെ, നമുക്ക് ഇനി നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോയാലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓഡിയോ കംപ്ലൈന്റ് പറയുന്നുണ്ടല്ലോ. ഇപ്പൊ കേൾക്കാമോ? ഇപ്പൊ പറയണേ കേൾക്കാമോ? ക്ലിയർ ആണെങ്കിൽ ഒന്ന് കമന്റ് ഇടണേ. പറയുന്നത് കേൾക്കാമോ?
അപ്പൊ നമുക്ക് ഇന്റേണൽ കേൾക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. സോ ഇന്റേണൽ മൈഗ്രേഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ കൺട്രിയുടെ അകത്ത് നടക്കുന്നതാണല്ലോ. നമുക്കറിയാം പല പല റീസൺസ് കൊണ്ടായിരിക്കും മൈഗ്രേഷൻ നടക്കുക. നമ്മുടെ ഫാമിലിയിൽ തന്നെ ജോബ് നോക്കി പോകുന്നവരുണ്ട്, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ കസിൻസോ അല്ലെങ്കിൽ നമ്മുടെ ബ്രദേഴ്സ്, നമ്മുടെ സിബ്ലിങ്സ് ഒക്കെ എന്താണ് എഡ്യൂക്കേഷന് വേണ്ടി പല സ്ഥലങ്ങളിലേക്ക് പോകുന്നവരൊക്കെ ഉണ്ട് അല്ലേ. സോ അതാണ് ഇവിടെ പറയുന്നത്. മൈഗ്രേഷൻ വിത്തിൻ എ കൺട്രീസ് ബോർഡർ ഈസ് കോൾഡ് ഇന്റേണൽ മൈഗ്രേഷൻ. എന്താണ് പറയുന്നത്? കൺട്രിയുടെ അകത്ത് നടക്കുന്നതാണ് എന്ത്? ഇന്റേണൽ മൈഗ്രേഷൻ എന്ന് പറയുന്നത്. ദെൻ പീപ്പിൾ ഓഫ് കേരള ഗോയിങ് ടു അതർ സ്റ്റേറ്റ്സ് ഇൻ സെർച്ച് ഓഫ് എംപ്ലോയ്മെന്റ് ആൻഡ് പീപ്പിൾ ഫ്രം അതർ സ്റ്റേറ്റ്സ് കമ്മിങ് ടു കേരള ആർ എക്സാമ്പിൾസ് ഓഫ് ഇന്റേണൽ മൈഗ്രേഷൻ. കേരളത്തിലേക്ക് വരുന്നവരും അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സിലേക്ക് പോകുന്ന എന്താണ്? ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് മൈഗ്രേഷൻ. ഓക്കെ. ദെൻ ഇന്റർനാഷണൽ മൈഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൺട്രിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതാണ്. എന്തെങ്കിലും ഗൾഫ് കൺട്രീസിലോ അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസിലോ ഒക്കെ പോകുന്നതാണ് നമ്മുടെ ഇന്റർനാഷണൽ മൈഗ്രേഷൻ എന്ന് പറയുന്നത്. നോക്കാം, മൈഗ്രേഷൻ അക്രോസ് കൺട്രി ബോർഡർ ഇസ് ജനറലി കോൾഡ് ഇന്റർനാഷണൽ മൈഗ്രേഷൻ. എക്സാമ്പിൾ, മൂവ്മെന്റ് ഓഫ് പീപ്പിൾ ഫ്രം ഇന്ത്യ ടു ഗൾഫ് കൺട്രീസ് ആൻഡ് യൂറോപ്യൻ കൺട്രീസ്. നമ്മുടെ എന്താണ്? നമ്മുടെ കൺട്രിയിൽ നിന്ന് വേറൊരു കൺട്രിയിലേക്ക് നമ്മൾ പോകുന്നതിനെയാണ് ഇന്റർനാഷണൽ മൈഗ്രേഷൻ എന്ന് പറയാം. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. അത് നമുക്ക് സിമ്പിൾ ആണല്ലേ, നമ്മുടെ ചുറ്റുവട്ടത്ത് അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ തന്നെ നടക്കുന്ന കാര്യമാണ് ഇത്. ഇതിന് ഇങ്ങനെ രണ്ട് പേരുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ അല്ലേ? Then move to the next question. Define demography and its indicators. എന്താണ് ഡെമോഗ്രഫി? ആൻഡ് ഡെമോഗ്രഫീനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഇൻഡിക്കേറ്റേഴ്സ് യെസ് ക്ലിയർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇൻഡിക്കേറ്റേഴ്സ് ഏതാണെന്ന് കൂടിയാണ് ചോദിക്കുന്നത്. നോക്കാം. ഡെമോഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ ഡീറ്റെയിൽഡ് മെത്തേഡ് ഓഫ് സ്റ്റഡിങ് how this human resources can be utilized for the development of a society. എന്താണ് പറയുന്നത്? ഡെമോഗ്രഫി എന്ന് പറയുന്നത് ഡീറ്റെയിൽഡ് മെത്തേഡ് ഓഫ് സ്റ്റഡി ആണ്. എന്തിനെ കുറിച്ചിട്ടാണ്? ഹൗ ദിസ് ഹ്യൂമൻ റിസോഴ്സസ്, നമ്മുടെ ഹ്യൂമൻ റിസോഴ്സസ് എങ്ങനെയാണ് നമ്മുടെ സൊസൈറ്റിയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡിയാണ് നമ്മൾ ഡെമോഗ്രഫി എന്ന് പറയാം. മനസ്സിലായോ? Then ഇനി ഇതെന്താണെന്ന് വെച്ചാൽ ഇറ്റ് അനലൈസ് ദ ഡൈവേഴ്സ് ഹ്യൂമൻ റിസോഴ്സസ് ഓഫ് ആൻ ഏരിയ ആൻഡ് സ്ട്രക്ചറൽ ചേഞ്ചസ്. ഇനി നമ്മുടെ ഈ ഡെമോഗ്രഫീന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, എന്തൊക്കെ ഇൻഡിക്കേറ്റേഴ്സ് സൂചകങ്ങളാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. എന്തൊക്കെ ഇൻഡിക്കേറ്റേഴ്സാ? ഫസ്റ്റ് നമ്മളിപ്പോൾ പറഞ്ഞ മൈഗ്രേഷൻ അല്ലേ. ദെൻ ബർത്ത് ആൻഡ് ഡെത്ത് റേറ്റ്, പോപ്പുലേഷൻ ഡെൻസിറ്റി, മെയിൽ ഫീമെയിൽ റേഷ്യോ ആൻഡ് ചൈൽഡ് സെക്സ് റേഷ്യോ. അതൊക്കെ എന്താണെന്ന് മിസ് നെക്സ്റ്റ് സ്ലൈഡിൽ പറയുന്നുണ്ട്. ദെൻ ലൈഫ് എക്സ്പെക്ടൻസി. സോ ഈ 5 എണ്ണമാണ് നമ്മുടെ ഡെമോഗ്രഫിയുടെ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? സോ ഡെമോഗ്രഫി എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സും പറഞ്ഞു. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ ഡെമോഗ്രഫിക് ഡിവിഡൻറ്റ്. എന്താണ് ഡെമോഗ്രഫിക് ഡിവിഡൻറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ അത് നോക്കാം എന്താണെന്നുള്ളത്. ദ നമ്പർ ഓഫ് എംപ്ലോയിഡ് പീപ്പിൾ ഈസ് മോർ ദാൻ ദ നമ്പർ ഓഫ് അൺഎംപ്ലോയിഡ് എമംഗ് ദി വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ. വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ നോക്കും നമ്മൾ, വർക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ, അതായത് ഇപ്പോൾ ഒരു പോപ്പുലേഷൻ്റെ വർക്കിംഗ് ഏജ്, വർക്ക് ചെയ്യാൻ പറ്റുന്ന ഏജ്, അതാണ് നമ്മൾ വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. സോ അതിൻ്റെ അകത്ത് അത് വെച്ച് നോക്കുമ്പോൾ എന്താണ് കൂടുതൽ? നമ്പർ ഓഫ് എംപ്ലോയിഡ് പീപ്പിൾ, ജോലി എംപ്ലോയ്മെന്റ് ഉള്ള ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് അൺഎംപ്ലോയിഡ് ആൾക്കാർ, അതായത് ജോലി ഇല്ലാത്ത ആളുകളെങ്കിലും കൂടുതലാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഡെമോഗ്രാഫിക് ഗിഫ്റ്റ് ഓർ ഡെമോഗ്രാഫിക് ഡിവിഡൻറ്റ് എന്ന് പറയാം. ക്ലിയർ അല്ല? അപ്പം അൺഎംപ്ലോയിഡ് ആൾക്കാർ എന്ന് പറയുന്നത്, അതായത് നമ്പർ ഓഫ് എംപ്ലോയിഡ് പീപ്പിൾസ് എന്ന് പറയുന്നത് അൺഎംപ്ലോയിഡ് ആളുകളിലും കൂടുതലായിരിക്കും. ഓക്കെ അല്ലേ? ദെൻ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഈ ഡെമോഗ്രാഫിക് ഡിവിഡൻറ്റിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്നാണ് പറയുന്നത്. ദ സോഷ്യോ എക്കണോമിക് പ്രോഗ്രസ് ഓഫ് ദ കൺട്രി ഇൻക്രീസ്. എന്താണ് ഇവിടെ പറയുന്നത്? ജോലിയുള്ളവരുടെ എണ്ണം കൂടുതലാണെന്നാണ് പറയുന്നത്. ജോലിയുള്ളവരുടെ എണ്ണം കൂടുതലാണെങ്കിൽ നമ്മുടെ എക്കണോമിയുടെ ഡെവലപ്മെന്റ് കൂടൂല്ലേ? എക്കണോമിയുടെ എന്താണ് സോഷ്യോ എക്കണോമിക് പ്രോഗ്രസ്, ഡെവലപ്മെന്റ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ. ദെൻ പ്രൊഡക്ടിവിറ്റി ഓഫ് ദ കൺട്രി ഇൻക്രീസസ്. ഇതൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് നമുക്ക് എടുത്ത് എഴുതാൻ പറ്റുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ആലോചിച്ച് തിങ്ക് ചെയ്ത് എഴുതാൻ പറ്റുന്ന പോയിന്റ്സ് ആണിത്. എംപ്ലോയ്മെന്റ് കൂടുതലുള്ള ആൾക്കാരുണ്ടെങ്കിൽ എന്തൊക്കെ നമ്മുടെ കൺട്രിയിൽ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ കൺട്രിയുടെ പ്രൊഡക്ടിവിറ്റി കൂടും. അതുപോലെ ദ കൺട്രി എൻജോയ്സ് ഹൈ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ഒക്കെ കിട്ടും. ഓക്കെ. സോ അപ്പോൾ ഇതാണ് നമ്മുടെ ഡെമോഗ്രാഫിക് ഡിവിഡൻറ്റിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് നോക്കിയാലോ, ഡിഫൈൻ ദ ടേംസ്. ഇവിടെ മിസ് നേരത്തെ പറഞ്ഞല്ലേ ഡെമോഗ്രഫിയുടെ ഇൻഡിക്കേറ്റേഴ്സ്, അതിൽ പറഞ്ഞ കുറച്ച് ടേംസ് ആണ് ഇവിടെ പറയുന്നത്. സോ നമുക്കത് എന്തൊക്കെയാണെന്നൊന്ന് നോക്കിയാലോ.
ടേംസ് നോക്കാം. ഡെൻസിറ്റി പോപ്പുലേഷൻ, സെക്സ് റേഷ്യോ, ചൈൽഡ് സെക്സ് റേഷ്യോ ആൻഡ് ഡിപ്പെൻഡൻസി റേഷ്യോ. സോ ഈ ടേംസ് ഒക്കെ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അതിൽ ഫസ്റ്റ് വൺ നോക്കാം. നമുക്ക് ഫസ്റ്റ് എന്താണ് ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ എന്ന് വെച്ചാൽ എന്താണെന്ന് നോക്കാം. ദ ആവറേജ് പോപ്പുലേഷൻ പെർ സ്ക്വയർ കിലോമീറ്റർ ഈസ് കോൾഡ് ദ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ. പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർ സ്ക്വയർ കിലോമീറ്ററിൽ വരുന്ന ആവറേജ് പോപ്പുലേഷനെയാണ്, സ്ക്വയർ കിലോമീറ്ററിലുള്ള ആവറേജ് പോപ്പുലേഷനെയാണ് നമ്മൾ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ എന്ന് പറയാം, ജനസാന്ദ്രത എന്ന് പറയാം. ദെൻ സെക്സ് റേഷ്യോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇസ് ദ നമ്പർ ഓഫ് ഫീമെയിൽസ് പെർ 1000 മെയിൽസ് ഇൻ എ പെർട്ടിക്കുലർ ഏരിയ ഡ്യൂറിങ് എ സ്പെസിഫിക് പീരിയഡ് ഓഫ് ടൈം. ഒരു സ്പെസിഫിക് പീരിയഡ് ഓഫ് ടൈമിൽ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ 1000 മെയിൽസിന് എത്ര ഫീമെയിൽസ് എന്ന് കണക്കാക്കുന്നതാണ് നമ്മുടെ സെക്സ് റേഷ്യോ എന്ന് പറഞ്ഞാൽ. ക്ലിയർ ആയോ? ഒന്നുകൂടി പറയാം. ഒരു സ്പെസിഫിക് പീരിയഡ് ഓഫ് ടൈമിൽ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ മാത്രം 1000 മെയിൽസിന് എത്ര ഫീമെയിൽസ് ആണെന്ന് കണക്കാക്കുന്നതാണ് എന്ത്? സെക്സ് റേഷ്യോ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് നോക്കിയേ, ചൈൽഡ് സെക്സ് റേഷ്യോ എന്ന് വെച്ചാൽ എന്താ? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി നമ്പർ ഓഫ് ഫീമെയിൽസ്, നമ്മൾ അപ്പുറം പറഞ്ഞത് തന്നെയാണ്, നമ്പർ ഓഫ് ഫീമെയിൽസ് പെർ 1000 മെയിൽസ് ഇൻ ദി ഏജ് ഗ്രൂപ്പ് ഓഫ് 0 to 6 years. 6 വയസ്സിനിടയിൽ, 6 വയസ്സ് വരെയുള്ള ഗ്യാപ്പിൽ. അപ്പുറത്ത് നമ്മൾ പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു കണ്ടീഷൻ ഇല്ല, 1000 മെയിൽസും ഫീമെയിൽസും മാത്രമേ പറഞ്ഞുള്ളൂ. ചൈൽഡ് സെക്സ് റേഷ്യോ വരുമ്പോൾ നമ്മുടെ ഈ കണ്ടീഷൻ ഓർത്ത് വെക്കുക. 0 to 6 years, 6 വയസ്സ് വരെയുള്ള ഏജ് ഗ്രൂപ്പിൽ 1000 മെയിൽസിന് എത്ര ഫീമെയിൽസ് എന്ന് കണക്കാക്കുന്നതാണ് നമ്മുടെ ചൈൽഡ് സെക്സ് റേഷ്യോ എന്ന് പറഞ്ഞാൽ. ക്ലിയർ ആയോ? ചൈൽഡ് എന്ന് പറയുന്ന വേർഡ് വരുമ്പോൾ ഇത് ഓർത്ത് വെക്കാം, 0 to 6 years എന്ന് പറയുന്ന ടേം ഓർത്ത് വെക്കാം. ഓക്കെ അല്ലേ? ദെൻ നെക്സ്റ്റ് നോക്കാം, ഡിപ്പെൻഡൻസി റേഷ്യോ എന്ന് വെച്ചാൽ എന്താ? ഇറ്റ് ഈസ് ദ ക്രൈറ്റീരിയൻ യൂസ്ഡ് ടു കമ്പയർ ദ ഡിപ്പെൻഡൻറ്റ് കാറ്റഗറി ഓഫ് ദ പോപ്പുലേഷൻ ആൻഡ് ദ വർക്കിംഗ് പോപ്പുലേഷൻ. ഇവിടെ പറയുന്ന ഒരു വേർഡ് എന്ന് പറയുന്നത് ഡിപ്പെൻഡൻറ്റ് കാറ്റഗറി എന്നാണ്. അതെന്താണെന്ന് മിസ് പറഞ്ഞു തരാം. സോ പറയുന്നത് എന്താ? ഡിപ്പെൻഡൻസി റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൈറ്റീരിയ യൂസ്ഡ് ടു കമ്പയർ. എന്ത് കമ്പയർ ചെയ്യാൻ വേണ്ടിയാണ്? എന്ത് കമ്പയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ക്രൈറ്റീരിയ? ഡിപ്പെൻഡൻറ്റ് കാറ്റഗറി ഓഫ് ദ പോപ്പുലേഷൻ ആൻഡ് ദ വർക്കിംഗ് പോപ്പുലേഷൻ. ഡിപ്പെൻഡൻറ്റ് കാറ്റഗറി ഓഫ് പോപ്പുലേഷനും വർക്ക് ചെയ്യുന്ന പോപ്പുലേഷനും തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ക്രൈറ്റീരിയയാണ് ഈ ഡിപ്പെൻഡൻസി റേഷ്യോ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി അങ്ങനെയാണെങ്കിൽ മിസ് ഇവിടെ ഒരു വേർഡ് പറഞ്ഞല്ലേ, ഡിപ്പെൻഡൻറ്റ് കാറ്റഗറി. എന്താണ് ഡിപ്പെൻഡൻറ്റ് കാറ്റഗറി എന്ന്? ദോസ് ഹു ആർ ബിലോ 15 years ആൻഡ് എബോവ് 64 years ബിലോങ് ടു ദി ഡിപ്പെൻഡൻറ്റ് കാറ്റഗറി. ഡിപ്പെൻഡൻറ്റ് കാറ്റഗറി എന്ന് പറയുന്നത് നമ്മൾ ആശ്രയിക്കുക, അതാണ് പറയുന്നത്. സോ നമ്മൾ ഒരാളെ ആശ്രയിക്കുന്നത് എപ്പോഴായിരിക്കും? ഒരു 15 വയസ്സിന് താഴെയുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പാരൻസിനും ആരെങ്കിലുമൊക്കെ നമ്മൾ ആശ്രയിക്കും അല്ലേ? അതുപോലെ തന്നെ ഒരു 64 yearsന് എബോവ് ഉള്ളവരും അവരും ആരെങ്കിലുമൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ജീവിക്കുന്നത്. സോ ഈ ഏജ് കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരെയാണ് നമ്മൾ ഡിപ്പെൻഡൻറ്റ് കാറ്റഗറി എന്ന് പറയാം. ക്ലിയർ അല്ലേ? സോ അതും വർക്കിംഗ് പോപ്പുലേഷനും തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ക്രൈറ്റീരിയയാണ് ഡിപ്പെൻഡൻസി റേഷ്യോ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ ഭരണഘടനയുടെ കുറച്ച് ഫീച്ചേഴ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് പറയുന്നുണ്ട്. നമ്മുടെ ഭരണഘടനയുടെ ഫീച്ചേഴ്സ് ഏതെങ്കിലും ഒരു 5 എണ്ണെങ്കിലും നിങ്ങൾ എന്താണ് ഒരു 2 lines എഴുതാനായിട്ട് നോട്ട് ചെയ്ത് വെക്കാം. മിസ് ഇപ്പോൾ ഇവിടെ പോയിന്റ്സ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. നിങ്ങൾ പഠിക്കുമ്പോൾ ഒരു 2 line എങ്കിലും ഇതിനെക്കുറിച്ച് എഴുതാനായിട്ട് പഠിച്ചു വെക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ഫീച്ചേഴ്സ് നോക്കാം. ലാർജസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇതൊക്കെ നമ്മൾ പണ്ടേ പഠിച്ചിട്ടുള്ളതാണല്ലേ, നമ്മൾ 8ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. സോ ലാർജസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ദെൻ പാർലമെന്ററി ഡെമോക്രസി, അതുപോലെ റിജിഡ് ആൻഡ് ഫ്ലെക്സിബിൾ സ്ട്രക്ചർ ആണ്. ദെൻ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, നമുക്ക് കിട്ടേണ്ട റൈറ്റ്സും അതുപോലെ തന്നെ ഡ്യൂട്ടീസും ഉണ്ട്. ദെൻ ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. എന്താണ് ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞത്? നിർദ്ദേശക തത്വങ്ങൾ അല്ലേ, ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതുപോലെ ബൈക്യാമറൽ ലെജിസ്ലേച്ചർ ആണ്. ദെൻ പിന്നെന്താണ്? ഫെഡറലിസം വിത്ത് എ സ്ട്രോങ് സെൻട്രൽ ഗവൺമെൻറ്, ഫെഡറലിസം ഉണ്ട്. അതുപോലെ തന്നെ ഡിപ്പെൻഡൻറ്റ് ആൻഡ് ഇംപാർഷ്യൽ ജുഡീഷ്യറിയാണ്, ജുഡീഷ്യറി ആരെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ദെൻ ഇൻഡിപെൻഡൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. സോ ഇത്രയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ ഇന്ത്യൻ ഫെഡറലിസത്തിൻ്റെ ഫീച്ചേഴ്സ് ആണ്. ഇതെന്താണ്? നമ്മുടെ കോമൺ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ നമ്മുടെ ഹെഡ് എന്ന് പറയുന്നത് സെൻറ്റർ ആയിരിക്കും. ദെൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും പരമാധികാരം. സിംഗിൾ സിറ്റിസൺഷിപ്പ് ആയിരിക്കും. ദെൻ എന്താണ്? സെൻറ്റർ എന്ന് പറയുന്നത് ആരായിരിക്കും? അപ്പർ ഹാൻഡ് എന്ന് പറയുന്നത് പവർ എല്ലാം എവിടെയായിരിക്കും? നമ്മുടെ സെൻറ്ററിലായിരിക്കും. ദെൻ ബൈക്യാമറൽ ലെജിസ്ലേച്ചർ, അതുപോലെ തന്നെ നമ്മുടെ പവേഴ്സ് എന്താണ്? സെൻറ്ററിനും സ്റ്റേറ്റ്സിനും ഡിവിഷൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്.
സെന്ററും സ്റ്റേറ്റും ഒരു 4 പോയിന്റ് ഞാൻ ഒന്ന് പറയാം കേട്ടോ. ഓക്കെ ഓക്കെ, സെന്ററും സ്റ്റേറ്റും ഡിവിഷൻ ആയിട്ട്. മിസ്സേ മൈക്ക് വെച്ചിട്ടില്ല. ഓക്കെ, മിസ് എന്നത്തിരി വെള്ളം കുടിച്ചു. സെന്ററും സ്റ്റേറ്റിന്റെയും ഡിവിഷൻ ഓഫ് പവർ ഉണ്ട്. അതേപോലെ തന്നെ ഇൻ ദ ഡിവിഷൻ ഓഫ് പവർ മോർ സബ്ജക്ട്സ് ആൻഡ് കീ പവേഴ്സ് ആർ വിത്ത് ദ സെന്റർ. ആരുടെ കയ്യിലാണ് കൂടുതൽ പവർ ഉള്ളത്? യെസ്, സെന്ററിന്റെ കയ്യിലാണ്. ഓക്കെ, ആൻഡ് ഇൻഡിപെൻഡന്റ് ആൻഡ് ഇംപാർഷ്യൽ ജുഡീഷ്യറി. ജുഡീഷ്യറി ആരുടെ കയ്യിലായിരിക്കും? യെസ്, ഇൻഡിപെൻഡന്റും ആണ്, അതേപോലെ തന്നെ ഇതെന്താണ്? ഇംപാർഷ്യലും ആണ്. ദെൻ ക്വാസി ഫെഡറൽ സിസ്റ്റം ആയിരിക്കും. അപ്പൊ ഇങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാം? ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ് ആയിട്ടോ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ടോ, അല്ലെങ്കിൽ ഷോർട്ട് നോട്ട് ആയിട്ടോ ഒക്കെ നമുക്കിത് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം? യെസ്, ഇങ്ങനത്തെ ഒരു പോർഷൻ നന്നായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. Then there are various types of bills in a legislative system. എന്താണ്? ലെജിസ്ലേറ്റീവ് സിസ്റ്റത്തിൽ വേരിയസ് ടൈപ്സ് ഓഫ് ബിൽസ് ഉണ്ട്. അത് ഏതൊക്കെയാണ് എന്നാണ് ചോദിക്കുന്നത്. ഏതൊക്കെയാണ്? യെസ്, വി ഹാവ് ഗവൺമെന്റ് ബില്ല് ഉണ്ട്. ഓക്കെ, ഈ ബില്ല് എന്ന് പറയുന്നത് ആര് പ്രസന്റ് ചെയ്യുന്ന ബില്ലാണ്? മിനിസ്റ്റേഴ്സ് പ്രസന്റ് ചെയ്യുന്ന ബില്ലാണ്. Then private bill ഉണ്ട്. പ്രൈവറ്റ് ബിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിൽ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ മെമ്പർ ഓഫ് എ പാർലമെന്റ് ഹു ഈസ് നോട്ട് എ മിനിസ്റ്റർ. ഇവരാരല്ല? യെസ്, മിനിസ്റ്റർ അല്ല, പക്ഷെ അവരെന്താണ്? യെസ്, ദേ ആർ ദ മെമ്പർ ഓഫ് എ പാർലമെന്റ് ആണ്. മണി ബിൽസ് ആൻഡ് നോൺ മണി ബിൽസ്. പിന്നെ ആരൊക്കെയുണ്ട്? മണി ബിൽസും ഉണ്ട്, നോൺ മണി ബിൽസും ഉണ്ട്. ഇതിലും മണി ബിൽസിൽ പിന്നെന്തൊക്കെ പറയുന്നത് നോക്കാം. ബിൽ സ്പെസിഫിക്കലി pertain to the collection of fund for the public exchequer and to meet public expenditure are called money bills, and money bills is initially presented in the Lok Sabha. Money bills ആദ്യം എവിടെയാണ് പ്രസന്റ് ചെയ്യുന്നത്? ലോക് സഭയിലാണ്. ഓക്കെ, ബിൽസ് അതർ ദാൻ മണി ബിൽസ്. മണി ബിൽസ് അല്ലാത്ത എല്ലാ ബിൽസിനെയും നമ്മൾ എന്തെന്ന് പറയും? നോൺ മണി ബിൽസ് എന്ന് പറയും. ഓക്കെ, സോ ദ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ബിൽസ് ആൻഡ് ഓർഡിനറി ബിൽസ് ആർ ഫോൾ അണ്ടർ ദ കാറ്റഗറി ഓഫ് നോൺ മണി ബിൽസ്. ഇതൊക്കെ വരും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ബില്ലും അതേപോലെ തന്നെ ഓർഡിനറി ബില്ലും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഈ പറയുന്ന നോൺ മണി ബിൽസിന്റെ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം. ഓക്കെ, ഞാൻ വന്നിട്ടുണ്ട്. അപ്പൊ ബാക്കി ക്വസ്റ്റ്യൻസ് ഞാൻ ഡിസ്കസ് ചെയ്യാം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ജോഗ്രഫിയും കൂടെ ഡിസ്കസ് ചെയ്യാനുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കിയാലോ. എക്സ്പ്ലെയിൻ ദ്രാവിഡിയൻ ആർക്കിടെക്ചർ നോക്കാം. ദ്രാവിഡിയൻ ആർക്കിടെക്ചറിൽ എന്താണ് പറയുന്നത്? ടെമ്പിൾ ബിൽഡിംഗ് വാസ് ദെയർ ഇൻ ദി. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളപ്പോൾ പഠിക്കുമ്പോൾ നോട്ട് ചെയ്ത് പഠിക്കാം കേട്ടോ. സോ ഇതിൽ എന്താണ് പറയുന്നത്? ഇവിടുത്തെ സ്റ്റൈലിനെ കുറിച്ച് പറയുന്നുണ്ട്. നമുക്കൊന്ന് നോക്കാം. നഗര ആൻഡ് വസര സ്റ്റൈൽസ് വെയർ ഫോളോഡ് ഇൻ നോർത്ത് ഇന്ത്യ വേർ വാസ് ദി ദ്രാവിഡിയൻ സ്റ്റൈൽ പ്രിവെയിൽഡ് ഇൻ സൗത്ത് ഇന്ത്യ. സൗത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു സ്റ്റൈലാണ് ഇത് ദ്രാവിഡിയൻ സ്റ്റൈൽ എന്ന് പറയുന്നത്. ഈ സ്റ്റൈൽ നിങ്ങൾ എന്തായാലും ഓർത്ത് വെക്കാം. Then Pallavas were the first to prove excellence in Dravidian architecture. ദ്രാവിഡിയൻ ആർക്കിടെക്ചറിൽ ആദ്യമായിട്ട് കഴിവ് കാണിച്ചത് ആരാണ്? നമ്മുടെ പല്ലവാസ് ആണ്. ഓക്കെ അല്ലേ? നമ്മുടെ പല്ലവാസ് ആണ് ആദ്യമായിട്ട് ദ്രാവിഡിയൻ ആർക്കിടെക്ചറിൽ എക്സലൻസ് കാണിക്കുന്നത്. ദെൻ ഇനി ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ശ്രീകോവിൽ, വിമന, ശിഖര, മണ്ഡപ ആൻഡ് പ്രദക്ഷിണപാത വാസ് ദ ചീഫ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ്രാവിഡിയൻ ആർക്കിടെക്ചർ. നമ്മൾക്കറിയാലോ, നമ്മളിപ്പോൾ ആർക്കിടെക്ചറിന് വേണ്ടി നമ്മുടെ വീടൊക്കെ പണിയാനായിട്ട് നമ്മൾ ആർക്കെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഒരു സ്കില്ല് അതിലുണ്ടാവും. ഓരോരുത്തർക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്കില്ലായിരിക്കും. അപ്പോൾ അവരുടെ ഒരു പോയിന്റ് അവരുടെ ഒരു സ്പെഷ്യൽ സ്കില്ല് അവരവിടെ കാണിച്ചിട്ടുണ്ടാവും അല്ലേ? സോ അതുപോലെ തന്നെ നമ്മുടെ ദ്രാവിഡിയൻ ആർക്കിടെക്ചറിനും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. അവരുടെ കുറച്ച് സ്റ്റൈൽ ഉണ്ട്. ആ സ്റ്റൈൽ കാണിച്ചിരിക്കുന്ന സ്ഥലങ്ങളാണ് നമ്മുടെ ശ്രീകോവില്, അതുപോലെ തന്നെ ശിഖര, മണ്ഡപ, അതുപോലെ തന്നെ പ്രദക്ഷിണപാത എന്നൊക്കെ പറയുന്നത്. സോ അവിടെയൊക്കെയാണ് ഇവർ ഈ ദ്രാവിഡിയൻ ആർക്കിടെക്ചറിന്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സോഷ്യൽ ആൻഡ് കൾച്ചറൽ ലൈഫ് ഓഫ് സൗത്ത് ഇന്ത്യ. സൗത്ത് ഇന്ത്യയുടെ സോഷ്യൽ ആൻഡ് കൾച്ചറൽ ലൈഫാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്കൊന്ന് നോക്കിയാലോ. ദ പല്ലവ പാണ്ഡ്യ സൊസൈറ്റീസ് വെയർ ബേസ്ഡ് ഓൺ ദ കാസ്റ്റ് സിസ്റ്റം. പല്ലവ പാണ്ഡ്യ സൊസൈറ്റീസ് ഒക്കെ എങ്ങനെയാണ് ബേസ് ചെയ്തിരിക്കുന്നത്? കാസ്റ്റ് സിസ്റ്റം ബേസ് ചെയ്തിട്ടാണുള്ളത്. നമുക്ക് ഈ പേനയുടെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യാം അല്ലേ?
ഓക്കെ. ദ ലോ കാസ്റ്റ് സഫർ മെനി ഹാർഡ്ഷിപ്പ്. എന്താണ്, നമുക്ക് പണ്ടേ നമുക്കറിയാം, നമ്മൾ കേട്ടിട്ടുള്ളതാണ് ലോ കാസ്റ്റ്, താഴ്ന്ന ജാതിക്കാരാണ് എപ്പോഴും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത്. There were also sections outside the Varna system. Then village autonomy and village courts were prevailed in the Pallava and Pandya kingdom. പല്ലവ പാണ്ഡ്യ കിങ്ഡത്തിൽ എന്തുണ്ടായിരുന്നു? വില്ലേജ് ഓട്ടോണമിയും അതുപോലെ തന്നെ വില്ലേജ് കോർട്ടും ഉണ്ടായിരുന്നു. Then Pallavas and Pandyas built Shaiva Vaishnava temples and promoted ഭക്തി റിഫ്ലക്റ്റഡ് ഇൻ ലിറ്റററി വർക്ക്സ്. എന്താണ് പറയുന്നത്? ഈ പല്ലവാസും പാണ്ഡ്യാസും എന്ത് ബിൽഡ് ചെയ്തിട്ടുണ്ട്? നമ്മുടെ ശൈവ വൈഷ്ണവ ടെമ്പിൾസ്, ശൈവ ക്ഷേത്രങ്ങളും അതുപോലെ തന്നെ വൈഷ്ണവ ക്ഷേത്രങ്ങളൊക്കെ ബിൽഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ഓൾസോ അവർ എന്തിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്? പ്രൊമോട്ടഡ് ഭക്തി റിഫ്ലക്റ്റഡ്. അവരുടെ ലിറ്റററി വർക്ക്സിൽ നമുക്ക് എന്ത് കാണാനായിട്ട് സാധിക്കും? അവർ ഈ ഭക്തി മൂവ്മെന്റിനെ പ്രൊമോട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ അല്ലേ? Then temples in South India significantly influenced people's lives during the Pallava period. ഈ പല്ലവ പീരീഡിൽ എന്താണ് പറയുന്നത്? നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഈ ടെമ്പിൾസ് ഇൻ സൗത്ത് ഇന്ത്യ എന്ന് പറയുന്നത്. സോ ടെമ്പിൾസിന് ഒരു ഇമ്പോർട്ടൻ്റ് റോളാണ് ആ കാലഘട്ടത്തിലൊക്കെ ഉള്ളതെന്ന് മനസ്സിലാക്കുക. ദെൻ അവരുടെ സോഷ്യൽ കൾച്ചറൽ ലൈഫ് പറയുമ്പോൾ ആദ്യം കാസ്റ്റ് സിസ്റ്റം നിന്നത് പറയുക. ദെൻ അവിടുത്തെ ആളുകൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചത് പറയുക. അതുപോലെ തന്നെ അവിടെ വില്ലേജ് ഓട്ടോണമി ആയിരുന്നെന്നും ടെമ്പിൾസിന് ഇമ്പോർട്ടൻസ് കൊടുത്തതും ഭക്തി മൂവ്മെന്റിന് ഇമ്പോർട്ടൻസ് കൊടുത്തതും പറയാം. ഓക്കെ അല്ലേ? ദെൻ ഇപ്പൊ നമ്മൾ പറഞ്ഞാൽ എന്ത് ജൈനിസം ഒക്കെ കുറച്ച് മുമ്പ് നമ്മൾ പറഞ്ഞില്ല. അപ്പൊ ആ ജൈനിസം എന്താണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ജൈനിസം എന്താണെന്ന് നോക്കാം. വർദ്ധമാന മഹാവീര വാസ് ബോൺ ഇൻ കുണ്ടലഗ്രാമ നിയർ വൈശാലി ഇൻ ബീഹാർ. അതിൽ നമുക്ക് എന്തൊക്കെ മനസ്സിലായി? ജൈനിസം കൊണ്ടുവന്ന ആള് വർദ്ധമാന മഹാവീരയാണെന്ന് മനസ്സിലായി. ദെൻ അദ്ദേഹം ജനിച്ചത് എവിടെയാണ്? ബീഹാറിലെ വൈശാലിയിലുള്ള കുന്തലഗ്രാമയാണ്. വൈശാലിക്കടുത്തുള്ള കുന്തലഗ്രാമയിലാണ് ആര് ജനിച്ചത്? നമ്മുടെ വർദ്ധമാന മഹാവീര, ജൈനിസത്തിന്റെ പ്രൊപ്പഗേറ്റർ ജനിച്ചത്. ഓക്കെ. ദെൻ അക്കോർഡിംഗ് ടു ജൈനിസം വർദ്ധമാന മഹാവീര ഇസ് ദ 24th തീർത്ഥങ്കര. എന്താണ്? ജൈനിസം പ്രകാരം നമ്മുടെ വർദ്ധമാന മഹാവീരനാണ് 24ാമത്തെ തീർത്ഥങ്കരൻ. 24 തീർത്ഥങ്കരാസ് ഉള്ളൂ, അതിൽ ലാസ്റ്റ് 1 ആണ് നമ്മുടെ വർദ്ധമാന മഹാവീര എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നോക്കാം. തീർത്ഥങ്കര മീൻസ് വൺ ഹു അറ്റൈൻഡ് വിസ്ഡം ത്രൂ അസെറ്റിസിസം. എന്താണ്? സന്യാസത്തിലൂടെ ജ്ഞാനം നേടിയ ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയാ? തീർത്ഥങ്കര എന്ന് പറയാം. ഓക്കെ, അവരെയാണ് നമ്മൾ തീർത്ഥങ്കര എന്ന് പറയാം. ദെൻ നെക്സ്റ്റ് എന്താണ് പറയുന്നത്? ദേ വേവ് റൈറ്റ് ബിലീഫ്, റൈറ്റ് നോളജ് ആൻഡ് റൈറ്റ് ആക്ഷൻ. ദെൻ അവർ ഫോളോ ചെയ്യുന്നത് എന്താണ്? ശരിയായ വിശ്വാസവും ശരിയായ നോളജും അതുപോലെ തന്നെ ശരിയായിട്ടുള്ള പ്രവൃത്തിയാണ് അവർ ഫോളോ ചെയ്യുന്നത്. ദെൻ ദേ ആർ നോൺ ആസ് ദി 3 രത്നാസ്. ഈ 3 കാര്യങ്ങൾ ഒരുമിച്ച് പറയുന്ന പേരാണ് 3 രത്നാസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ആ 3 രത്നാസ് ഏതൊക്കെയാണ്? അപ്പോൾ റൈറ്റ് ബിലീഫ്, റൈറ്റ് നോളജ് ആൻഡ് റൈറ്റ് ആക്ഷൻ. Then 2 sects were formed in Jainism. പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? ജൈനിസം 2 ആയിട്ട് സ്പ്ലിറ്റായി. ആ സ്പ്ലിറ്റ് ആയപ്പോൾ അതിൻ്റെ പേരാണ് എന്ത്? ശ്വേതംബരാസ് ആൻഡ് ദിഗംബരാസ്. ജൈനിസം 2 ആയിട്ട് സ്പ്ലിറ്റ് ആയതാണ് ശ്വേതംബരാസും ദിഗംബരാസും. ദെൻ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് 3 രത്നാസ് ആണ്. ദെൻ പിന്നെ തീർത്ഥങ്കരൻ പറയുന്നുണ്ട്. ദെൻ വർദ്ധമാന മഹാവീരയാണ് ഇതിൻ്റെ മെയിൻ ആളെന്ന് പറയുന്നത്. സോ ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ബുദ്ധിസം ഒന്ന് നോക്കിയാലോ. ബുദ്ധിസം കൊണ്ടുവന്നത് ആരാണ്? ഫൗണ്ട് ചെയ്തത് നമ്മുടെ ഗൗതമ ബുദ്ധയാണ്. ദെൻ ഹി വാസ് ബോൺ ഇൻ ലുംബിനി ഇൻ നേപ്പാൾ. നേപ്പാളിലെ ലുംബിനിയിലാണ് അദ്ദേഹം ജനിച്ചത്. ദെൻ പിന്നീട് എന്തായി? നമ്മുടെ ബുദ്ധിസം 2 ആയിട്ട് ഡിവൈഡ് ആയി. എന്തൊക്കെയായിരുന്നു ആ പേര്? മഹായാന ആൻഡ് ഹീനയാന. ഇതാണ് 2 ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി ഈ ബുദ്ധിസത്തിൽ പറയുന്ന കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഏതൊക്കെയാണ് ആ പ്രിൻസിപ്പിൾസ്? ലൈഫ് ഈസ് ഫുൾ ഓഫ് സോറോസ്. എന്താണ് ജീവിതം എന്ന് പറയുന്നത്? ദുഃഖം നിറഞ്ഞതാണെന്നാണ് പറയുന്നത്. ഡിസയർ ഈസ് ദ കോസ് ഓഫ് സോറോ. ഈ ദുഃഖത്തിന്റെ കാരണം എന്താ? നമ്മുടെ ആശയാണെന്നാണ് പറയുന്നത്. ദെൻ ഇഫ് ദ ഡിസയർ ഈസ് ഡിസ്ട്രോയിഡ് സോറോ വിൽ ഡിസപ്പിയർ. നമ്മുടെ ആശയനെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ നമുക്ക് ദുഃഖം ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. ദെൻ ടു അച്ചീവ് ദിസ്, ഇത് അച്ചീവ് ചെയ്യണമെങ്കിൽ, ഈ ദുഃഖം ഇല്ലാതാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 8 ഫോൾഡ് പാത്ത് ഷുഡ് ബി ഫോളോഡ്. 8 ഫോൾഡ് പാത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഫോളോ അപ്പ് ചെയ്യണം. അതായത് അഷ്ടാംഗ മാർഗം നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം. സോ ഈ അഷ്ടാംഗ മാർഗയിൽ പറയുന്ന കാര്യങ്ങളുണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മുടെ ഗൈഡിലും ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങളത് പഠിക്കാം. നെക്സ്റ്റ് പറയുന്നത് എന്താ? ഹൗ ഡിഡ് മഗധ എമേർജ് ആസ് എ ഡോമിനന്റ് പവർ ഇൻ ഏൻഷ്യൻ ഇന്ത്യ. ഏൻഷ്യൻ ഇന്ത്യയിൽ ഒരു ഡോമിനന്റ് പവർ അല്ലെങ്കിൽ സെൻറ്റർ പവർ ആയിട്ട് നമ്മുടെ മഗധ എമേർജ് ചെയ്യാനുള്ള കാരണം, മഗധയ്ക്ക് ഇത്രയും ഇമ്പോർട്ടൻസ് നമുക്കറിയാം. നമുക്ക് 16 മഹാജനപദാസ് ഉണ്ട്. 8ാം ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. 60 മഹാജനപദാസ് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മഗധ വരാനുള്ള
റീസൺ എന്താണെന്നാണ് ചോദിക്കുന്നത്. അതിന്റെ റീസൺ എന്ന് പറയുന്നത് എന്താ? മഗധ വാസ് എ ഫെർട്ടൈൽ റീജിയൻ. മഗധ എന്ന് പറയുന്നത് ഒരു ഫെർട്ടൈൽ റീജിയൻ ആണ്. ദെൻ there were large deposits of iron ore ഡെപ്പോസിറ്റ്സ് അവിടെ കൂടുതലാണ്. ദെൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് എലിഫന്റ് ആണ്. എലിഫന്റ്സ് വെയർ അവൈലബിൾ ഇൻ ലാർജ് നമ്പർ ഇൻ ദ ഫോറസ്റ്റ് ഓഫ് മഗധ. മഗധയിലെ ഫോറസ്റ്റിൽ ഒരുപാട് അവൈലബിൾ ആണ് നമുക്ക് ഈ എലിഫന്റ്സ് എന്ന് പറയുന്നത്. സോ ഈ എലിഫന്റ്സിനെ നമുക്ക് എന്താണ് വാറിലൊക്കെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ദ ഗംഗ ആൻഡ് ഇറ്റ്സ് ട്രിബ്യൂട്ടറീസ് പ്രൊവൈഡഡ് ഈസി ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സിന്റെ ട്രാൻസ്പോർട്ടേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഗംഗയും അതുപോലെ തന്നെ അതിൻ്റെ ട്രിബ്യൂട്ടറീസും. ദെൻ മഗധ ഓൾസോ ഹാഡ് എഫിഷ്യൻറ്റ് റൂളേഴ്സ് ലൈക്ക് ബിംബിസാര ആൻഡ് അജാതശത്രു. എന്താണ് നമ്മുടെ മഗധയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂളേഴ്സ് ആണ് ബിംബിസാരയും അതുപോലെ തന്നെ അജാതശത്രു എന്ന് പറയുന്നത്. സോ ഇത്രയും റീസൺസ് കൊണ്ടാണ് മഗധ ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നമ്മുടെ ഹിസ്റ്ററിയിൽ നിന്ന് നോക്കേണ്ട ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നാണ് ആർക്കിയോളജിസ്റ്റ് ഡിവൈഡ് ഹ്യൂമൻ ഹിസ്റ്ററീനെ നമ്മൾ എങ്ങനെയൊക്കെയാണ് ഡിവൈഡ് ചെയ്യുന്നതെന്നാണ് ഈ കാണിച്ചിരിക്കുന്നത്. സോ സ്റ്റോൺ ഏജിൽ നിന്ന് മെറ്റൽ ഏജിലേക്കുള്ള ഡിഫറൻസ് ആണ്. സ്റ്റോൺ ഏജിൽ നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട്? പാലിയോളിത്തിക് ഏജും മെസോലിത്തിക് ഏജും നിയോളിത്തിക് ഏജും പഠിക്കാനുണ്ട്. ദെൻ മെറ്റൽ ഏജിൽ നമുക്ക് ബ്രോൺസ് ഏജും അയൺ ഏജും പഠിക്കാനുണ്ട്. സോ ഇത് നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് 8ാം ക്ലാസ്സിൽ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ഇതിൽ ഓണം എക്സാമിനും ക്രിസ്മസ് എക്സാമിനും ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. സോ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ഇതിനു മുമ്പുള്ള ലൈവ്സ് ഒക്കെ നിങ്ങൾ കാണാം. സോ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജോഗ്രഫിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അത് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഹരിത മിസ് ആണ്. ഹരിത മിസ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ജോഗ്രഫിയുടെ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഹരിത മിസ് ക്ലാസ് എടുക്കും. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നമ്മുടെ കമന്റ് ബോക്സിൽ ചോദിക്കാം. ഓക്കെ മിസ്സേ. ഓക്കെ, അപ്പൊ അൻസില മിസ് നമ്മുടെ ടേം 1 ഹിസ്റ്ററിയുടെ ടേം 1 and 2 ഹിസ്റ്ററിയുടെ പാർട്ട് പറഞ്ഞു അല്ലേ? ടീച്ചർ പറഞ്ഞു തരാൻ പോകുന്നത് നമ്മുടെ ജോഗ്രഫിയിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇതിൽ ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ക്രിസ്മസ് ഓണം ലൈവ്സ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് പെട്ടെന്ന് അത് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും. വാട്ട് ആർ ദ 2 types ഓഫ് ഡെസേർട്സ്? ഓക്കെ, ഡെസേർട്ടുകളുടെ ടൈപ്പുകൾ എന്തൊക്കെയാണ്? എന്തൊക്കെ ടൈപ്പ് ഓഫ് ഡെസേർട്ട് ഉണ്ട്? കോൾഡ് ഡെസേർട്ടും ഉണ്ട്, ഹോട്ട് ഡെസേർട്ടും ഉണ്ട് അല്ലേ? ഇതിൽ ടീച്ചർ പെട്ടെന്ന് പറയുകയാണ്, കോൾഡ് ഡെസേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവിടെ പെർമനന്റ് സ്നോ ആണ് അല്ലെ? എപ്പോഴും എന്തായിരിക്കും? മഞ്ഞ് വീണുകൊണ്ടിരിക്കുന്ന സ്ഥലമായിരിക്കും അല്ലെ? ത്രൂ ഔട്ട് ദ ഇയർ, എല്ലാ വർഷവും അല്ലെങ്കിൽ ഒരു വർഷത്തിൽ എല്ലാ ദിവസവും അവിടെ മഞ്ഞ് വീണുകൊണ്ടിരിക്കുകയായിരിക്കും. ദേ ആർ ഫൗണ്ട് ഇൻ പോളാർ റീജിയൻസ്. അവരെ നമുക്ക് ധ്രുവപ്രദേശങ്ങളിലും അതേപോലെ മഞ്ഞുള്ളവിടെയും മലകളുള്ളവിടെയൊക്കെയാണ് നമുക്ക് എന്ത് കാണുന്നത്? കോൾഡ് ഡെസേർട്സ് കാണുന്നത്. അപ്പൊ ഹോട്ട് ഡെസേർട്ട് എന്തായിരിക്കും? യെസ്, ഇത് ഒരു 15 degree to 30 degree ലാറ്റിറ്റ്യൂഡ്സിലായിരിക്കും നമുക്കിത് കാണാനായിട്ട് പറ്റുക. ഇവിടെ ഭയങ്കര ചൂടായിരിക്കും. ഓക്കെ, ഹോട്ട് ഡെസേർട്സിൽ എന്തായിരിക്കും മക്കളെ? ഭയങ്കര ചൂടായിരിക്കും. ദേ ആർ ക്യാരക്ടറൈസ്ഡ് ബൈ വെരി ഹൈ ടെമ്പറേച്ചേഴ്സ് ഡ്യൂറിങ് ദ ഡേ ടൈം ആൻഡ് വെരി ലോ ടെമ്പറേച്ചേഴ്സ് അറ്റ് നൈറ്റ്. രാവിലെയൊക്കെ ഹൈ ടെമ്പറേച്ചറും ഭയങ്കര ചൂടും, നമ്മുടെ രാത്രി സമയങ്ങളിൽ അവിടെ എന്തോ ആയിരിക്കും? യെസ്, ലോ ടെമ്പറേച്ചറും ആയിരിക്കും. Then what are the methods of calculating national income and describe any 2 method? നമുക്കറിയാം നാഷണൽ ഇൻകം, നമ്മുടെ ദേശീയ വരുമാനം കണക്കാക്കാൻ നമുക്ക് 3 മെത്തേഡ് ഉണ്ട് അല്ലേ? പ്രൊഡക്റ്റ് മെത്തേഡ് ഉണ്ട്, ഇൻകം മെത്തേഡ് ഉണ്ട്, എക്സ്പെൻഡിച്ചർ മെത്തേഡ് ഉണ്ട്. അപ്പൊ ഈ 3 മെത്തേഡിൽ 2 മെത്തേഡാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം പ്രൊഡക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? യെസ്, എല്ലാ പ്രൊഡക്റ്റിൻ്റെയും വാല്യൂസ് ആഡ് ചെയ്തുകൊണ്ട് നമ്മൾ നാഷണൽ ഇൻകം കാണുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ പ്രൊഡക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇൻകം മെത്തേഡ് എങ്ങനെയാണ്? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ ഉണ്ട് അല്ലേ? ഈ 4 എണ്ണത്തിൽ നിന്നും നമുക്ക് കിട്ടുന്ന നമ്മുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും വേജസും പ്രോഫിറ്റും ഇതെല്ലാം ആഡ് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ റെമ്യൂണറേഷൻസ് അല്ലേ? നമുക്ക് ഫാക്ടേഴ്സിൽ നിന്നും കിട്ടുന്ന റെമ്യൂണറേഷൻസ് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഇൻകം മെത്തേഡ് കിട്ടുന്നത്. എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഓരോ മേഖലയിലും പ്രൈമറി ആയിക്കോട്ടെ, സെക്കൻഡറി ആയിക്കോട്ടെ, ടെർഷ്യറി ആയിക്കോട്ടെ, ഓരോ മേഖലയിലും നമ്മൾ ഒരു സാധനം ഉണ്ടാക്കുമ്പോൾ അവിടെ ആവശ്യം വരുന്ന എക്സ്പെൻഡിച്ചർ ഉണ്ടാവുമല്ലോ. നമുക്കൊരു സാധനം ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമുക്കൊരു എക്സ്പെൻഡിച്ചർ ഉണ്ടാവും അല്ലേ? അതിനെയാണ്, ആ തുക ആഡ് ചെയ്തിട്ടാണ് നമുക്ക് ഏത് കിട്ടുന്നത്? എക്സ്പെൻഡിച്ചർ മെത്തേഡ് കിട്ടുന്നത്. ക്ലിയർ അല്ലേ? എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ ആർക്കും? ഓക്കെ, നെക്സ്റ്റ്, as compared to
അഖിലിനെ കമ്പയർ ചെയ്ത് വിക്കീസ് ജോബ് ഈസ് ലെസ് സെക്യൂർ and his salary is comparatively low. Identify the job type mentioned above. അഖിലിനെ സംബന്ധിച്ചിടത്തോളം വിക്കിയുടെ ജോബ് എന്ന് പറയുന്നത് എന്താണ്? ലെസ് സെക്യൂർ ആണ്, അത്ര സെക്യൂർ അല്ല. എന്തുകൊണ്ടാണ്? അത് ഏത് ടൈപ്പ് ഓഫ് ജോബ് ആണ്? ഏത് ടൈപ്പ് ഓഫ് ജോബ് ആണ്? ഒന്ന് റീകലക്ട് ചെയ്തേ. യെസ്, ദാറ്റ് ഈസ് അൺഓർഗനൈസ്ഡ് സെക്ടർ അല്ലേ? ദാറ്റ് ഈസ് അൺഓർഗനൈസ്ഡ് സെക്ടർ. നമുക്ക് ഓർഗനൈസ്ഡ് സെക്ടറും ഉണ്ട്, അൺഓർഗനൈസ്ഡ് സെക്ടറും ഉണ്ട്. ഓർഗനൈസ്ഡ് സെക്ടർ എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് സാലറി, അതേപോലെ പെർഫെക്റ്റ് ആയിട്ടുള്ള വർക്കിംഗ് ടൈം ഒക്കെ ആയിരിക്കും. അൺഓർഗനൈസ്ഡ് സെക്ടറിൽ എന്താ? സാലറി ഇല്ല അല്ലേ? ചിലപ്പോൾ ഒരു മാസം എന്ന് പറയുന്നത് നമുക്ക് ഫുൾ ആയിരിക്കും അല്ലെ? അങ്ങനെയൊക്കെയാണ് നമ്മൾ ഏതെന്ന് പറയണത്? അൺഓർഗനൈസ്ഡ് സെക്ടർ എന്ന് പറയുന്നത് അല്ലെ? അവിടെ സെക്യൂർ ഇല്ല, അൺസേഫ് ജോബ് എംപ്ലോയ്മെന്റ് ആയിരിക്കും. Then what are the different types of unemployment? Unemploymentന്റെ different types ഏതൊക്കെയാ? ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഒന്നാമത്തെ ഓപ്പൺ അൺഎംപ്ലോയ്മെന്റ്. ഓപ്പൺ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ മക്കളെ, ഓപ്പൺ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വർക്ക് ചെയ്യാൻ ഇഷ്ടമാണ് പക്ഷെ ജോലിയില്ല. willing to work but unable to find job. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് എങ്ങനെയാണ്? ഇപ്പൊ പണ്ടുള്ള ആൾക്കാർക്ക് കമ്പ്യൂട്ടറും പുതിയ പുതിയ ടെക്നോളജീസ് ഒന്നും അറിയണമെന്നില്ല അല്ലേ? അപ്പോൾ അങ്ങനെ വരുന്ന ടെക്നോളജിക്കലി പുതിയ പുതിയ അഡ്വാൻസ്മെന്റ്സ് വരുമ്പോൾ കുറേ പേർക്ക് എന്താണ്? പർപ്പസ്ഫുള്ളി ജോലിയിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ വരും. ടെക്നോളജിക്കൽ ചേഞ്ചസ് മൂലം ഒരു ആള് ജോലിയിൽ നിന്നും വിട്ടു പോകേണ്ടി വന്നാൽ അതിനെയാണ് നമ്മൾ സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് വാട്ട് വി കോൾഡ് ഇറ്റ് ആസ് സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ്. അങ്ങനെയാണെങ്കിൽ സീസണൽ അൺഎംപ്ലോയ്മെന്റ്. സം സീസൺസിൽ അവർക്ക് എന്തുണ്ടാവും? വർക്ക് ഉണ്ടാവും. ഫോർ അഗ്രികൾച്ചറലിസ്റ്റ് ഒക്കെ അല്ലെ? ചില മാസം അവർക്ക് എന്താണ്? യെസ്, നല്ല കൊയ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ചില മാസം എന്താണ്? അവർക്കൊന്നും ഉണ്ടാവില്ല. അപ്പൊ സീസണൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഎംപ്ലോയ്മെന്റ് അറ്റ് എ സ്പെസിഫിക് പീരീഡ് ബട്ട് ദേ ആർ employed at a specific period and unemployed at a specific period. Okay, disguised unemployment എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? യെസ്, ദേ ആർ വർക്കിംഗ് പക്ഷെ അവരുടെ ഔട്ട്പുട്ട് ഒന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഫോർ എക്സാമ്പിൾ, 10 പേര് വർക്ക് ചെയ്യുന്നു, 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, ഗവൺമെന്റ് എന്ത് ചെയ്തു? 11ാമത്തെ ആളെ വർക്ക് ചെയ്യാനായിട്ട് നിർത്തി. പക്ഷെ അവിടെ എന്ത് സംഭവിക്കുന്നില്ല? യെസ്, അപ്പോഴും 100 യൂണിറ്റ് തന്നെയാണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരാളുണ്ടെങ്കിലും അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് 100 ആണ്. അപ്പൊ ഈ എംപ്ലോയർക്ക് മനസ്സിലാവുന്നില്ല ഇതിൽ ആരാണ് വർക്ക് ചെയ്യാത്തതെന്ന്. അതുകൊണ്ട് ആരെയും പറഞ്ഞു വിടാനും പറ്റണില്ല. മനസ്സിലായോ? ഇത് കൂടുതലായിട്ടും അഗ്രികൾച്ചറൽ സെക്ടറിലാണ് നമ്മൾ കാണുന്നത്. ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് നമ്മൾ എവിടെയാണ് കൂടുതൽ കാണുന്നത്? അഗ്രികൾച്ചറൽ സെക്ടറിലാണ്. അപ്പൊ കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ഡിസ്ഗൈസ്ഡ് എംപ്ലോയ്മെന്റ് വളരെ കൂടുതലാണ്. അപ്പൊ ഓപ്പൺ അൺഎംപ്ലോയ്മെന്റ് ഉണ്ട്, സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് ഉണ്ട്, സീസണൽ അൺഎംപ്ലോയ്മെന്റ് ഉണ്ട്, ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് ഉണ്ട്. ഈസ് ഇറ്റ് ക്ലിയർ? സോ ഫാർ ക്ലിയർ ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒബ്സർവ് ദ പിക്ചർ ബിലോ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഹൗ എഡ്യൂക്കേഷൻ ലീഡ്സ് ടു ദ പ്രോഗ്രസ് ഓഫ് ദ കൺട്രി. ഡിസ്കസ് ആൻഡ് നോട്ട് ഡൗൺ ദ ഐഡിയാസ്. ഇത് ഇമ്പോർട്ടന്റ് ആണ് അല്ലെ? നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡയഗ്രാം ആണ്. ഇതിൽ എന്താണ് കാണിച്ചിരിക്കുന്നത്? എഡ്യൂക്കേഷൻ ആണ് എല്ലാത്തിന്റെയും ബേസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. രാജ്യ പുരോഗമനം അല്ലെ? നാഷണൽ ഡെവലപ്മെന്റ് ടോപ്പിൽ കിടക്കുന്നുണ്ട്, ലോവസ്റ്റിൽ എഡ്യൂക്കേഷൻ കിടക്കുന്നുണ്ട്. ഒരു എഡ്യൂക്കേഷൻ വന്നാൽ ക്ലിയർ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിലാണ് നമുക്ക് നാഷണൽ ഡെവലപ്മെന്റ് ഉണ്ടാവുള്ളൂ. എങ്ങനെയാണ് ഈ പ്രോസസ്സ് നടക്കുന്നത്? എഡ്യൂക്കേഷൻ എബിലിറ്റി കൂട്ടും അല്ലേ? എബിലിറ്റി കൂട്ടിയാൽ നമ്മുടെ നോളേജ് കൂടും, നോളേജ് കൂടിയാൽ നമ്മുടെ സ്കില്ലൊക്കെ ഡെവലപ്പ് ആവും. അത് നമുക്ക് നല്ല നല്ല ജോലി തരും. നല്ല ജോലി ഉണ്ടെങ്കിൽ നല്ല വരുമാനം കിട്ടും. നല്ല വരുമാനം ഉണ്ടെങ്കിൽ നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് കൂടും. അപ്പൊ ഈ ലോകത്തെ എല്ലാവരുടെയും ക്വാളിറ്റി ഓഫ് ലൈഫ് കൂടിയാൽ നമുക്ക് എന്ത് സംഭവിക്കും? യെസ്, when will our class end, ma'am? I think 2 or more slides. Okay, national development സംഭവിക്കും. ഫൈൻ, ഓക്കെ അല്ലേ? യെസ്, അപ്പോൾ ഇത് നന്നായി പഠിച്ചോളാം. ചിലപ്പോൾ നമുക്ക് ഇവിടെ
ഫില്ല് ചെയ്യാനൊക്കെ ആയിട്ട് ചോദിക്കും. ഓക്കെ, എയും ബിയും തരും, അങ്ങനെ ഫില്ല് ചെയ്യാനൊക്കെ ആയിട്ട് ചോദിക്കും. അപ്പൊ അതൊന്ന് നന്നായിട്ട് പഠിച്ചോളാം. ഇതിന്റെ എക്സ്പ്ലനേഷൻ ഇപ്പൊ ടീച്ചർ പറഞ്ഞതിന്റെ എക്സ്പ്ലനേഷൻ ആണിത്. List the major factors influence the climate of peninsular plateau. Peninsular പീഠഭൂമിയുടെ ക്ലൈമറ്റിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഓക്കെ, എന്തൊക്കെയാണ് ഫാക്ടേഴ്സ്? യെസ്, അവരുടെ ലൊക്കേഷൻ, പെനിൻസുലർ പീഠഭൂമി എവിടെയാണോ ഉള്ളത് ആ ലൊക്കേഷൻ, അതേപോലെ തന്നെ ഷേപ്പ് അല്ലേ, പെനിൻസുലർ പ്ലാറ്റ്യൂവിന്റെ ഷേപ്പ്, ദെൻ ഡിസ്റ്റൻസ് ഫ്രം ദ ഓഷ്യൻ, നമ്മുടെ ഓഷ്യനിൽ നിന്നും കടലിൽ നിന്നും അത് എത്ര ഡിസ്റ്റന്റ്ലി ആണ് നിൽക്കുന്നത്, ദെൻ ഓറിയന്റേഷൻ ഓഫ് മൗണ്ടൻ റേഞ്ചസ്, ഡയറക്ഷൻ ഓഫ് മൺസൂൺ വിൻഡ്സ്. ഓക്കെ, കാറ്റിന്റെ ഒക്കെ ദിശയിലും നമുക്കിങ്ങനെ പറയാനായിട്ട് പറ്റും. Describe the general characteristics and geographical extent of the peninsular plateau of India. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ് അല്ലെ, പെനിൻസുലർ പ്ലാറ്റോ ഓഫ് ഇന്ത്യ എവിടെയാണ്, അല്ലെങ്കിൽ അതിന്റെ ജിയോഗ്രഫിക്കൽ എക്സ്റ്റെന്റ് എന്താണ് എന്നുള്ളതാണ്. ഇതൊരു റെക്ടാങ്കുലർ ഷേപ്ഡ് ഫിസിയോഗ്രഫിക് യൂണിറ്റ് ആണ് അല്ലെ, ഇതൊരു റെക്ടാങ്കുലർ ഷേപ്പിലാണ് കാണുന്നത്. ഇതിന്റെ ആവറേജ് ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ? 600 മുതൽ 900 മീറ്റർ വരെയാണ്. 600 to 900 മീറ്റേഴ്സ് ആണ് നമുക്ക് വരുന്നത്. ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ടേബിൾ ലാൻഡും മൗണ്ടൻ റേഞ്ചസും എല്ലാം നമുക്ക് ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയാം. പെനിൻസുലർ പ്ലാറ്റോ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, എക്സ്പ്ലെയിൻ ദ 4 റീജിയണൽ ഡിവിഷൻസ് ഓഫ് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ. നോർത്ത് ഇന്ത്യൻ പ്ലെയിനിന്റെ 4 റീജിയണൽ ഡിവിഷൻസ് ഏതൊക്കെയാണ്? രാജസ്ഥാൻ പ്ലെയിൻ ഉണ്ട്, നമുക്ക് ചിലപ്പോൾ മാപ്പ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. പഞ്ചാബ് ഹരിയാന പ്ലെയിൻ ഉണ്ട്, ഗംഗ പ്ലെയിൻ ഉണ്ട്, അതേപോലെ ബ്രഹ്മപുത്ര പ്ലെയിനും ഉണ്ട്. ഓക്കെ, so far clear? Let's see the next one. Write down the 5 physiographic divisions based on the topography. ടോപ്പോഗ്രഫിയുടെ ബേസിസിലുള്ള 5 physiographic divisions ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഏതൊക്കെയാണ്? നോർത്ത് മൗണ്ടൻ റേഞ്ചസ് ഉണ്ട്, അതേപോലെ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ ഉണ്ട്, പെനിൻസുലർ പ്ലാറ്റ്യൂ ഉണ്ട്, ഇന്ത്യൻ ഡെസേർട്ട്, ദ കോസ്റ്റൽ പ്ലെയിൻസ് ആൻഡ് ഐലൻഡ്. ഓക്കെ, then write down the major regional divisions of the Himalayas. ഹിമാലയത്തിന്റെ ഡിവിഷൻസ് ആണ്. അതെ, കറക്റ്റ് ആണ്. നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ ഒക്കെ അതിൽ വരും. വെസ്റ്റേൺ ഹിമാലയാസ് ഉണ്ട്, അതേപോലെ സെൻട്രൽ ഹിമാലയാസ് ഉണ്ട്, അതേപോലെ തന്നെ ഈസ്റ്റേൺ ഹിമാലയാസ്. ഇതെല്ലാം ടീച്ചർ പറയുന്നത്, ഇതൊക്കെ പറയുമ്പോൾ അതിന്റെ എസ്സേ പോലെ പഠിച്ചോളാം. ഇതൊക്കെ എന്താണ്, ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് വരാനാണ് നമുക്ക് ചാൻസസ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് സ്ലൈഡ് അല്ലെ, നമ്മുടെ PPT എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഏകദേശം എന്താണ് എല്ലാ പോർഷനും പഠിച്ചു കഴിഞ്ഞു അല്ലെ, ഏകദേശം എല്ലാ പോർഷനും പഠിച്ചു കഴിഞ്ഞു. നിങ്ങൾ നന്നായിട്ട് നിങ്ങൾ ക്ലാസ്സും അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ട്, ടീച്ചർ ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവരും നാളത്തെ എക്സാം നന്നായിട്ട് എഴുതുക, എല്ലാവരും നല്ല മാർക്ക് വാങ്ങണ പോലെ തന്നെ എന്ത് ചെയ്യുക, എക്സാം എഴുതുക. ഓക്കെ, അപ്പൊ ഡൗട്ടുകളൊന്നും ഇല്ലല്ലോ. ഓക്കെ, മാപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നന്നായി ഇരുത്തി നോക്കുക. ഇതിന്റെ PPTയുടെ PDF ഒക്കെ ആയിട്ട് നമ്മൾ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതും കൂടി ഒന്ന് എടുത്ത് നോക്കാം. ഓക്കെ, താങ്ക് യു, വെൽക്കം. സോ a very all the best all.